ഇനി തൊട്ട് ഇതുവരെ വീഡിയോയ്ക്ക് ലൈക്ക് ഇടാത്ത എല്ലാവരും ഇനി വരുന്ന ഓരോ വീഡിയോയ്ക്കും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് കാണിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. സോ ഇപ്പൊ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ഇടാത്ത ലൈക്ക് ഇട്ട് കണ്ടോ. ഇപ്പൊ നമുക്ക് ലൈറ്റ് ആൻഡ് പ്രിൻസസിലേക്ക് പോവാം. കഥയുടെ തുടക്കം തന്നെ നമ്മുടെ ഹീറോയിൻ ഷൂയിനാണ് കാണിക്കുന്നത്. ഇവളാണ് കുറെ ദിവസം വിദേശത്തിന് ശേഷം ഇപ്പോഴാണ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഇവൾ വരുന്ന വഴിക്ക് ഫുള്ളും അവൾ കോളേജ് വെച്ച് പ്രണയിച്ച ഒരു പയ്യനെ കുറിച്ചായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേറെ ആരുമില്ല, അതാണ് നമ്മുടെ കഥയിലെ ഹീറോ ലീഷുൻ. അങ്ങനെ ഇവളിപ്പോ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം ഒറ്റയ്ക്കല്ലാതെ കൂടെ അവളുടെ ഒരു ഫ്രണ്ടും കാണും. അങ്ങനെ ഇവർ തമ്മിൽ പണ്ട് തൊട്ടേ പരിചയമുണ്ട്. അതുകൊണ്ട് അവളുടെ അമ്മയാണ് ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് വരുവാണ്, ഇവർ തമ്മിൽ ലവ് ഒക്കെ സെറ്റായെന്ന് അറിഞ്ഞ് അവര് കുറച്ച് സന്തോഷിച്ച് ചോദിക്കും. പക്ഷെ ഇവളാണ് അങ്ങനൊന്നുമില്ല, ജസ്റ്റ് ഫ്രണ്ട്സാന്ന് പറഞ്ഞ് അവളുടെ അമ്മയും മിണ്ടാതാക്കും. ഇതേ സമയം നമ്മുടെ ഹീറോ ലീഷുനാണ് 3 വർഷം ജയിലിൽ കിടന്നിട്ട് അവൻ ഇന്നാ റിലീസായ. അങ്ങനെ ഇവന് ജയിലിൽ വെച്ചൊരു കൂട്ടുകാരനും കിട്ടി കാണും. അവനാണ് ഒരു വലിയ ഹാക്കറാ. പക്ഷെ ഇവനേക്കാൾ 1 മാസം മുമ്പേ തന്നെ അവൻ റിലീസായി. അങ്ങനെ ഇവർ രണ്ടുപേരും ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ ഹാക്കർ ഫ്രണ്ടും നമ്മൾ എപ്പോഴും LP കമ്പനിയിലേക്ക് പോകാമോ എന്ന് പറഞ്ഞ് അവനൊരു കമ്പനിയെ കുറിച്ച് തിരക്കും. അങ്ങനെ ഇത് കേട്ട് അവനൊരു സെക്കൻഡ് സൈലന്റ് ആയിട്ട് നാളെ തന്നെ ആ കമ്പനിയിലേക്ക് പോകാന്ന് പറഞ്ഞ് ഇവൻ അടുത്ത ദിവസം ആ കമ്പനിയിലേക്ക് ചെല്ലും. അങ്ങനെ LP എന്ന് പറഞ്ഞ കമ്പനി ഇവന്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു കൂട്ടുകാരന്റെ കമ്പനിയാ. പക്ഷെ അവൻ ആ കമ്പനിയുടെ ബോസ് ആയത് എന്തോ ചതിയുണ്ടെന്നാ തോന്നുന്നത്. കാരണം ഇപ്പൊ ഹീറോയെ കണ്ട ഉടനെ അവൻ ആകെ പേടിച്ചുപോയി. ഇവൻ എപ്പോഴാ റിലീസായി വന്നെന്ന് ചോദിക്കും. ഇവന്റെ പേര് ജിയാൻ. അങ്ങനെ അവന് ലീഷനോട് പണ്ട് നടന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വന്നതാണ്. ഇപ്പൊ അതിനെ കുറിച്ചൊന്ന് സംസാരിച്ച് ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ വന്നപ്പോ തൊട്ട് ജിയാനായിരിക്കും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഷനാണ് തിരിച്ച് മറുപടി ഒന്നും പറയാതെ അവൻ അവസാനം വരെ സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഇത് കണ്ടിട്ട് അവനും അവന്റെ LP കമ്പനി ഇപ്പൊ വലിയ ഉയർച്ചയിലേക്ക് പോകുന്നുണ്ട്. ഇനി ഇവ രണ്ടുപേരും കണ്ടുമുട്ടായിരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ് ലീഷുൻ ആവശ്യപ്പെട്ട തുക കൊടുത്ത് അവനെ പറഞ്ഞു വയ്ക്കാൻ വേണ്ടി നോക്കും. പക്ഷെ ഇത് കേട്ട് ലീഷുനാണ് ചീറ്റ് ചെയ്ത ഒരുത്തൻ അവന്റെ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് അവൻ ഭയങ്കര ദേഷ്യത്തിൽ ഇവനോട് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവർ തമ്മിൽ എന്തോ വലിയ പകയുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന അതേസമയം ഷൂയിനാണ് അവളുടെ കൂട്ടുകാരി റെൻഡിയെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ അവളാണ് ഡോറൊക്കെ തുറന്നിട്ടിട്ട് അവള് സമാനത്തിൽ കടന്നുറങ്ങുമായിരിക്കും. അങ്ങനെ ഇത് കണ്ട് ഇവളും ദേഷ്യപ്പെട്ട് ഒരു ഫേമസ് ആയ ബാൻഡിന്റെ ഐഡലായിട്ട് ഇങ്ങനെയാണ് സേഫ്റ്റി ഇല്ലാതെ കടന്നുറങ്ങുന്നതെന്ന് അവളെ പിടിച്ച് ഉണർത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അവള് ഷൂയിനെ കണ്ട ഉടനെ ഇവളെപ്പോഴും നാട്ടിലേക്ക് വന്നെന്ന് പറഞ്ഞ് അവളാകെ ഷോക്കായി പോകും. അതിനുശേഷം ഷൂയിനെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവളും ഫ്രഷായി താഴേക്ക് വരുമ്പോഴാണ് അവള് മറ്റേ LP കമ്പനിയെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ വരുന്ന റെൻഡിയാണ് ഇത് കണ്ടിട്ട് ഇപ്പൊ LP കമ്പനി ലീഷൻ ഇല്ലാത്തതുകൊണ്ട് വേറെ ഫോറിൻ കമ്പനിയുടെ ഗെയിം കോപ്പി അടിക്കുവാന്ന് അവള് കുറെ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പക്ഷേ ലീഷു മാത്രം ജയിലിൽ പോയില്ലായിരുന്നെങ്കിൽ LP കമ്പനിക്ക് ഇങ്ങനെ ഒരു ചീത്തപ്പേര് കിട്ടി കാണത്തില്ലെന്ന് അവളും പറഞ്ഞിട്ട് ഷൂയനോട് ചോദിക്കും അവൻ ഇതിനെ ജയിലിൽ പോകുന്നതിന് മുമ്പേ ആ കമ്പനി ജിയാങ്ങിന്റെ കൊടുത്തേന്ന്. അങ്ങനെയാണ് നിന്നേക്കാൾ അവനാണ് കുറെ വിശ്വസിച്ചെന്ന് പറഞ്ഞ് ഇവരുടെ പഴയ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ പറയും. ഇവർ 3 പേരും കോളേജ് സമയത്ത് കട്ടേ ക്ലോസ് ആയിരുന്നെന്ന്. അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇപ്പൊ പോയെന്ന് പറഞ്ഞ് ഇവള് കുറച്ച് സങ്കടത്തിൽ പറയുമ്പം ഇത് കേട്ട് ഷൂയനാണ് ജയിലിൽ നിന്ന് പുറത്തുനിന്ന് സ്ഥിതിക്ക് ഇനി ലീഷൻ എന്താണെന്ന് അവൻ അറിയാന്ന് ഇവരുടെ അവനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ രാത്രി വരെ അവളുടെ വീട്ടിൽ തന്നെ താമസിച്ചിട്ട് ഇവള് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇവളെ പുറയുന്ന ആരോ ഫോളോ ചെയ്യുന്ന പോലെ തോന്നും. അങ്ങനെ അവൾ തിരിഞ്ഞു നോക്കുമ്പം ഇവളാണ് ആരെയും കാണത്തില്ല. അതേസമയം അവൾ അവിടുന്ന് പോകുമ്പോഴാണ് ഇവള് പുറയുന്ന ഫോളോ ചെയ്ത ലീക്ഷനാന്ന് അറിയാൻ വരുന്നത്. അങ്ങനെ അവൻ ഇവള് പോയതിനു ശേഷം റെൻഡിയെ കാണാൻ വേണ്ടി പോകും. അങ്ങനെ ഇവനെ കണ്ട് അവളാണ് ഇപ്പൊ ഷൂയിന് ഇവിടുന്ന് പോയതുള്ളെന്ന് അവളെ കുറിച്ച് സംസാരിക്കും. പക്ഷെ അവള് പോയെന്ന് അറിഞ്ഞോണ്ട അവനിപ്പോ ഇവിടെ കൊന്ന്. അതിനുശേഷം അവനും അവളിപ്പോ കാണാൻ വന്നത് ഇതിനുമ്പ് ഇവളുടെ ഡീലിട്ട പോലെ അവന്റെ പൈസയ്ക്ക് വേണ്ടിയാന്ന് പറയും. കാരണം കോളേജ് പഠിക്കുന്ന സമയത്ത് ഇവനായിരുന്നു പൈസയെ കൊടുത്ത് അവളുടെ ബാൻഡിനെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ ഇപ്പൊ ഇവള് ഫേമസ് ആയതോടെ അവൾ ഇവൻ തന്ന പൈസയ്ക്ക് ഇപ്പൊ തിരിച്ചു കൊടുക്കണം. അങ്ങനെ ഇത് കേട്ട് അവള് ഷോക്കായിട്ട് ഇവൻ ഇതിനേക്കാളും പൈസ ഉണ്ടാക്കുന്ന കമ്പനി ഉള്ളപ്പോ എന്തിനാ ഇവളുടെ പൈസയൊക്കെ ആവശ്യപ്പെടുന്നതെന്ന് അവള് ചുമ്മാ കളിയാക്കിയിട്ട് ഇവനെ നാളെ പൈസ ഒന്ന് അയക്കാൻ പറയും. അങ്ങനെ ഇവരെ കണ്ടിട്ട് റെൻഡിയാണ് എന്തായാലും ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയാലെ ഭക്ഷണങ്ങളെല്ലാം തീരത്തോളം പറഞ്ഞ് ഇവർ രണ്ടുപേരും വീണ്ടും ഒരുമിപ്പിക്കാൻ വേണ്ടി അവളൊരു പ്ലാൻ ചെയ്യും. അങ്ങനെ അതിനുവേണ്ടി ഇവൾ നാളെ ലീഷന് കൊടുക്കാൻ വേണ്ടിയിരുന്ന പൈസ അവൾ പുറത്തിറങ്ങിയ ഫാൻസ് ഒക്കെ വരും എന്ന് പറഞ്ഞ് ഷൂയിന് ചെന്ന് കൊടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവൾ ഒറ്റയ്ക്കായിരിക്കില്ല പോകുന്നത്, അവളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചോണ്ടാ പോകുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും അവൻ വരുന്നവരെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്ന അവനാണ് കുറച്ച് ജലസാകും. കാരണം ഇന്നലെ റെൻഡി ഇവനോട് പറഞ്ഞാണ് ഏകദേശം ഷൂയിന് അവളുടെ ഫ്രണ്ടിനെ തന്നെ കല്യാണം കഴിക്കാനാ ചാൻസ് ഉള്ളതെന്ന്. അതുകൊണ്ട് ഇത് വിശ്വസിച്ച് അവനും ഇവളെ കാണാനും തീരുമാനം എടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഷൂയിനാണ് പെട്ടെന്ന് ഒരു സംശയം വരും ഇവളെ കാണാൻ വേണ്ടി അവൻ വന്ന പോലെ. അതോടെ അവളും പുറത്തേക്ക് ചെന്ന് ലീഷൻ ഇവിടെ എല്ലാം കാണുമെന്ന് പറഞ്ഞ് തപ്പി നോക്കുമ്പം അവിടാണ് അവന്റെ ഹാക്കർ ഫ്രണ്ടേ കാണത്തുള്ളൂ. അങ്ങനെ അവന് ലീഷന് വരെ പൈസ വാങ്ങിക്കാൻ വേണ്ടി എന്നേക്കാന്ന് പറയും. പക്ഷെ അവളുടെ ഫ്രണ്ടും കൂടെ ഈ പൈസ ലീഷന്റെ മാത്രമേ കൊടുക്കത്തുള്ളെന്ന് അവനെ ലീഷനെ വിളിക്കാൻ വേണ്ടി പറയും. ഇതോടെ അവന് പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് ലീഷൻ എന്നിവരെ കാണാൻ വരത്തില്ലെന്ന് അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോകും. അങ്ങനെ ഇവരും ഫോളോ ചെയ്ത് അവനെ പിടിക്കുമ്പോഴാണ് അവസാനം ഇവന്റെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി ലീഷൻ തന്നെ നേരിട്ട് ഇവളെ കാണാൻ വേണ്ടി വരും. അങ്ങനെ കുറെ വർഷത്തിന് ശേഷം ഇവനെ കാണുന്നുണ്ട്. അവൾക്ക് എന്തോ പറയണമെന്ന് അറിയാതെ മൊത്തത്തിൽ ഷോക്കായിരിക്കും. അതേസമയം അവന്മാർ രണ്ടുപേരാണ് ഇവര് കുറച്ച് സമയം ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവർക്ക് സ്പേസ് കൊടുത്ത് മാറി നിൽക്കും. അതിനുശേഷം അവൾ അവനെ കണ്ടിട്ട് ഇവനെ കണ്ട് ഇപ്പൊ എത്ര വർഷമായെന്ന് പറഞ്ഞ് ഇവൻ സുഖമാണെന്നൊക്കെ തിരക്കാൻ തുടങ്ങും. പക്ഷെ അവനാണ് ഇവൾ ചോദിക്കുന്നതിനൊക്കെ
മറുപടി അറിയാതെ ഇവളുടെ ഫ്രണ്ടും കൂടെ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് പറയും. അങ്ങനെ ഇവ രണ്ട് പെർഫെക്റ്റ് കപ്പിളാന്ന് അവനും ദേഷ്യത്തിൽ പറയുമ്പം ഇത് കേട്ട് അവളാണ് എന്തിനാ ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അവനോട് തിരിച്ചു ചോദിക്കുമ്പം ലീഷുനാണ് അവളോട് ഉറച്ചു പറയും ഇവനെ ബാധിച്ച ആ സംഭവത്തിൽ ഇവൾക്കൊരു ബന്ധമില്ലെന്ന്. അതുകൊണ്ട് ഒരു കുറ്റക്കാരിയായിട്ട് ഇവളൊന്ന് ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞിടാൻ വേണ്ടി നോക്കും. അങ്ങനെ ഇതൊക്കെ കേട്ട് അവളും നീ ഇപ്പോഴും മറ്റുള്ളവർ ഫീലിങ്സ് ഒന്നും മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറഞ്ഞ് അവർ തമ്മിൽ ഉടക്കി സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ലീഷനും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവിടെ അവന്റെ ഹാക്കർ ഫ്രണ്ടാണ് ഷൂയിന്റെ പേഴ്സ് അടിച്ചു മാറ്റി കാണും. അങ്ങനെ ഇതുവരെ നിന്റെ ആ പണി പോയില്ലെന്ന് പറഞ്ഞ് ഇവനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കുമ്പം അതിനകത്ത് ഇവനും അവളും തമ്മിലുള്ള മെമ്മറീസ് നിറഞ്ഞ ഒരു കീ ചെയിൻ അവൻ കാണും. അങ്ങനെ അത് കണ്ട് അവന് ഷോക്കായി ഇവൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോന്ന് പറഞ്ഞ് അത് അവന്റെ അടുത്ത് അങ്ങ് മാറ്റും. അങ്ങനെ അടുത്ത ദിവസം ഇവനും അവളുടെ പേഴ്സ് റെന്റിന്റെ കൊടുത്തേക്കുമ്പോഴാണ് ഷൂവിനാണ് ഇത് വാങ്ങിച്ചു നോക്കിയിട്ട് ആദ്യം അവൾ ആ കീ ചെയിൻ ഉണ്ടെന്ന് നോക്കും. പക്ഷെ അതാണ് അവൻ എടുത്തു മാറ്റി നിറഞ്ഞ ഉടനെ ഇവള് കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പം അവളുടെ കൂട്ടുകാർ എന്തെങ്കിലും മിസ്സായെന്ന് ചോദിക്കും. പക്ഷെ അവളൊരു പഴയ സാധനം മിസ്സായി പോയതെന്ന് പറഞ്ഞ് അവൾ അതിനെക്കുറിച്ച് ഇനി തിരക്കാൻ പോകത്തില്ല. അതിനുശേഷം ലീഷുൻ അവിടുത്തെ സറൗണ്ടിങ്സ് ഒക്കെ നോക്കാൻ വേണ്ടി അവൻ ചുമ്മാ പുറത്തേക്ക് ഒരു വാൾക്ക് പോകുമ്പോഴാണ് ഇവനാണ് എവിടെ കണ്ടാലും ഇതിനുമ്പോ അവന്റെ കോളേജ് ലൈഫിൽ നടന്ന കാര്യങ്ങളായിരിക്കും അവൻ ഓർമ്മ വന്ന് തോന്നുന്നത്. അങ്ങനെ ആ ഒരു ഓർമ്മയോടെ അവൻ പഠിച്ച കോളേജിലേക്ക് ചെല്ലുമ്പോഴാണ് ഇതേ സമയം ഷൂയിൻ ഇപ്പൊ ആ കോളേജിലേക്കാണ് വന്നേക്കുന്നത്. അങ്ങനെ ഇവൻ ഇതിനു മുമ്പ് അവിടുത്തെ ടെറസിലായിരിക്കും താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവൾ സുരക്ഷയായിട്ട് വെച്ചിരുന്ന കീ ചെയിൻ എടുത്തോണ്ട് പോയി അവനത് ഓപ്പൺ ചെയ്ത് ആ സ്ഥലമൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഇതേ സമയം കോളേജിന്റെ പുറത്ത് പെട്ടെന്ന് ഇവൾക്ക് ലൈറ്ററിന്റെ സൗണ്ട് കേൾക്കും. അങ്ങനെ ലീഷൻ എപ്പോഴും അവന്റെ കയ്യിൽ ലൈറ്റർ വയ്ക്കുന്ന പതിവാ. അതുകൊണ്ട് ഇപ്പൊ ഇവൾക്ക് ഈ സൗണ്ട് കേട്ട ഉടനെ ചിലപ്പോൾ അവൻ ടെറസിൽ കാണുമെന്ന് പറഞ്ഞ് ഇവൾ ഓടി അവിടെ ചെന്ന് നോക്കും. പക്ഷെ അവനാണ് അവിടെ കാണത്തില്ല. അതേസമയം ഇവളുടെ ഇരുന്ന് കീ ചെയിനും കൊണ്ട് അത് ഓപ്പൺ ചെയ്തുകൊണ്ട് അവൾക്ക് മനസ്സിലായി അവനിപ്പോ ഇവിടേക്ക് വന്നിട്ട് പോയിട്ടുണ്ടെന്ന്. അങ്ങനെ ഇവിടെ നിന്നാണ് സത്യത്തിൽ നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു 7 വർഷം മുമ്പ് ഷൂയിൻ ആദ്യമായിട്ട് കോളേജിലേക്ക് വരുമ്പം അവിടെ സ്റ്റുഡൻസ് എല്ലാം ബുക്സ് വായിക്കാൻ വേണ്ടി ഭയങ്കര കൂട്ടത്തോടെ നിന്നോണ്ടിരിക്കും. അങ്ങനെ ഇവൾ ആദ്യം തന്നെ സീനിയറായിട്ട് സമ്മാനത്തിൽ പോകണമെന്ന് പറഞ്ഞ് അവർ കുടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ കൊടുക്കും. അങ്ങനെ അതിനുശേഷം ഇവരുടെ ബാച്ചിലെ സീനിയറും ബുക്സ് കൊടുക്കാൻ വേണ്ടി ആദ്യം ഇവരുടെ ക്ലാസ്സിലെ ലീഷുനെ വിളിക്കും. അങ്ങനെ റോൾ നമ്പർ 1 വന്നിട്ടില്ലെന്ന് പറഞ്ഞ് ആ സീനിയറും തിരക്കുമ്പോഴാണ് ആ കൂട്ടത്തിൽ നിന്ന് ലീഷുനാണ് അവൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഫ്രണ്ടിലേക്ക് വരും. അങ്ങനെ ഈ കോളേജ് ആകെ പേടിയില്ലാതെ ഹെയർ കളർ ചെയ്ത ഇവ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇവനെ കണ്ട് കുറച്ച് ഇംപ്രസ് ആയിരിക്കും. ഇവനെ കണ്ടപ്പോൾ തന്നെ കുറെ ഗേൾസിനെ ക്രഷായി. അതിലൊന്നും നമ്മുടെ ഷൂയിൻ. അങ്ങനെ അതിനുശേഷം ഇവളുടെ റൂംമേറ്റ് ആയിട്ട് അവൾക്ക് ആദ്യത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടും. അങ്ങനെ ഇവരുടെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഷൂയിന്റെ റൂംമേറ്റ് ആണ് അവളെ ഇവരുടെ ക്ലാസിന്റെ ലീഡർ ആകാൻ പോകുന്നതെന്ന് പറയും. അങ്ങനെ ഇവരിപ്പോ ഹോസ്റ്റലിലെ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവരുടെ കൂടെ തന്നെ റൂംമേറ്റ് ആയിട്ട് നമ്മൾ ഇതിനു മുമ്പ് കണ്ട റെൻഡിയും കാണും. അങ്ങനെ ഇവർ 3 പേരും ഒരേ റൂമിലാണ് താമസിക്കുന്നത്. അതിനുശേഷം ഷൂയിൻ അവളുടെ കൂട്ടുകാരായിട്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഷൂയിനാണ് ഇവർ കുടിക്കാൻ വേണ്ടി വെള്ളം എടുത്തോണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനെ ഇവൾ പോയ സമയം നോക്കി അവളുടെ കൂട്ടുകാരിയും ഈ സ്ഥലത്ത് വിയർക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ വേറെ ടേബിളിലേക്ക് മാറിയിരിക്കും. അങ്ങനെ ഇവള് പ്ലേറ്റ് എടുത്തോണ്ട് പോയ സമയത്തായിരിക്കും ലീഷൻ അവിടേക്ക് വന്ന് അവന്റെ പ്ലേറ്റ് വെച്ചിട്ട് വന്നത്. പക്ഷെ ഇതറിയാതെ ഷൂയിനാണ് അവിടേക്ക് വന്നിരുന്നിട്ട് അവന്റെ പ്ലേറ്റിൽ ഫുഡൊക്കെ എടുത്ത് കഴിച്ചോണ്ടിരിക്കും. അങ്ങനെ അവൻ അതുകൊണ്ട് തിരിച്ചൊന്നും പറയാതെ അവളുടെ ഫ്രണ്ടിൽ ചെന്നിരിക്കുമ്പോഴാണ് ഇവളാണ് കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അവിടേക്ക് ഇപ്പോൾ അവളുടെ കൂട്ടുകാർ വന്നിരിക്കുമെന്ന് പറയും. പക്ഷെ ഇത് കേട്ട് അവൻ വലിയ റിയാക്ഷൻ ഒന്നും കൊടുക്കാതെ ഇവള് കഴിച്ച ഫുഡ് ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ് അവൾ കളിയാക്കും. കാരണം അപ്പോഴായിരിക്കും അവൾ അറിയാൻ വരുന്നത് ഇവളുടെ കൂട്ടുകാരി ഇവരുടെ ഫുഡ് എടുത്തോണ്ട് എപ്പോഴും ടേബിൾ മാറിപ്പോയെന്ന്. ഇതിനുശേഷം അവളും കുറച്ച് നാണം കെട്ട് ഇവന്റെ ഫുഡൊക്കെ ഇപ്പൊ കഴിച്ചോണ്ട് വേണം അതിനുള്ള പൈസയൊക്കെ അവൾ തരാന്ന് പറയും. പക്ഷെ അവനാണ് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ അതിനുശേഷം അവനും അവിടുത്തെ വാഷ്റൂമിൽ ചെന്ന് കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വെച്ചായിരിക്കും ജിയാൻ ആദ്യം അവനെ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവന് ലീഷിനോട് നീ ഈ കോളേജിലെ ടോപ്പർ ആണെങ്കിൽ ഞാൻ ഇവിടുത്തെ സെക്കൻഡ് വാങ്ങിക്കുന്ന വ്യക്തിയാണ് അവർ തമ്മിൽ പരിചയപ്പെടാൻ വേണ്ടി നോക്കും. പക്ഷെ ലീഷനാണ് ഇത് കണ്ട് മൈൻഡ് ചെയ്യാതെ കുളിക്കുന്ന സമയത്ത് ഇവൻ ആരാടെ എത്തി നോക്കുന്നതെന്ന് അവൻ അവിടെ നൈസിന് മുങ്ങാൻ നോക്കും. പക്ഷെ ജിയാങ് ഇവനെ പോകാൻ സമ്മതിക്കാതെ അവൻ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നോണ്ടിരിക്കും. അവൻ ഈ കോളേജ് ചേർന്ന സ്ഥിതിക്ക് അവനെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന്. അങ്ങനെ അതിൽ പങ്കെടുക്കുന്ന എല്ലാവരും അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്യണം. അങ്ങനെയാണ് എല്ലാവർക്കും സെയിം നോളജ് കിട്ടുമെന്ന് അവന്റെ ഐഡിയ പറഞ്ഞിട്ട് ലീഷനെ ഗ്രൂപ്പിൽ നിന്ന് ചേരാൻ പറയുമ്പോഴാണ് അവനാണ് ചോദിക്കുന്ന ചോദ്യത്തിനും ഒരു ഉത്തരം പോലും നൽകാതെ മൊത്തത്തിൽ സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇതേ സമയത്തായിരിക്കും ജിയാങ്ങിന് ഒരു അർജൻസി കോൾ എന്ന് പറഞ്ഞ് അതോടെ അവൻ പെടുന്ന ഒരു റൂം കാർഡ് എടുത്ത് ലീഷന്റെ കൊടുത്തിട്ട് അവന്റെ ഫ്രണ്ടിന്റെ പാരന്റ്സ് ഇവിടേക്ക് വരുന്നോണ്ട് അവർക്ക് വേണ്ടി ഇവർ റൂം ബുക്ക് ചെയ്തെന്ന് പറയും. പക്ഷെ അവനൊരു അർജന്റ് കാര്യമായിട്ട് പുറത്തു പോകുന്നുണ്ട് ലീഷുവിനെ അവന്റെ ഫ്രണ്ടിന്റെ ആ കാർഡ് കൊടുക്കാൻ പറയുമ്പം ഇവനാണ് മൊത്തത്തിൽ പുകഞ്ഞുമായിരിക്കും. കാരണം ഫ്രണ്ട് എന്ന് മാത്രമേ പറഞ്ഞാണത്തുള്ളൂ, അത് ആരാ വ്യക്തി എന്ന് പറഞ്ഞാണത്തില്ല. അതുകൊണ്ട് അവനും ഇത് പിന്നെ ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് അവൻ തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഇന്ന് ക്യാൻറ്റീൻ വെച്ച് ഇവന്റെ ഫുഡ് കഴിച്ചോണ്ട് ഷൂയും തിരിച്ച് ഇവന് പൈസ കൊടുക്കാൻ വേണ്ടി വന്നാണ്. അപ്പോഴാണ് അവനും ഒരേ ശിവളായിരിക്കും ആ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഇവൻ പെട്ടെന്ന് അവൾ എന്തിനാ വന്നെന്ന് പോലും അറിയാതെ അവളുടെ കാർഡ് കൊടുത്തിട്ട് അങ്ങ് പോകും. അതിനുശേഷം അവൾ ദേഷ്യത്തി അവനൊന്നും പറയാതെ റൂം കാർഡ് വന്നിട്ടോ എന്ന് പറഞ്ഞ് ഇവളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ പറയുമ്പോഴാണ് ഇവൾ ഇത് കേട്ട് ഷോക്കായി. ഒരാൾ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മോശമായിട്ട് കാര്യമാണ് അവരെല്ലാം അവന് തെറ്റിയിരിക്കും. അതുകൊണ്ട് ഷൂയനാണ് അവനെ മോശമായിട്ട് വിചാരിച്ച് ഇവൾക്ക് നല്ല ദേഷ്യമാകും. അങ്ങനെ അടുത്ത ദിവസം ഫസ്റ്റ് ഡേ വരും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ലീഷൻ അവനെ പരിചയപ്പെടുത്തുമ്പം അവൻ എൻട്രൻസ് എക്സാമിൽ ടോപ്പറാന്ന് അറിഞ്ഞ ഉടനെ മിക്കുള്ള എല്ലാവരും അങ്ങ് ഷോക്കായി പോകും. അങ്ങനെ ഇൻട്രൊഡക്ഷനെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവരുടെ ക്ലാസ്സിന്റെ ലീഡറിനെ ചൂസ് ചെയ്യുമ്പം ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഷൂയിന്റെ കൂട്ടുകാരി തന്നെ ലീഡറായിട്ട് മാറും. അങ്ങനെ അതുകൊണ്ട് അവളെടുത്ത് സന്തോഷപ്പെട്ട് ഇവളെ എല്ലാവരുടെ ഒപ്പം ചിയർ ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം
അതിനുശേഷം ലീഡറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു 4 പേര് ആവശ്യമുണ്ടെന്ന് ടീച്ചർ അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഷൂയിനാണ് ഒരു ടോപ്പറായിട്ട് ഇവനെന്തോ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അവൾക്ക് വിശ്വാസം വരത്തില്ല. ഇവ സത്യത്തിൽ ഒരു പഠിപ്പിസ്റ്റാന്ന് അറിഞ്ഞിട്ട് അപ്പിനാണ് കുറെ സമയമായിട്ട് അവൾ ഇവന്റെ സിസ്റ്റത്തിൽ തന്നെ നോക്കുന്നുണ്ട്. അവന് വെറുപ്പായി ഇവൾക്കിട്ടൊരു പണി കൊടുക്കും. ടീച്ചർ ഇവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അതോടെ അവളും എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എന്റെ പേര് ഷൂയിനാന്ന് പറഞ്ഞ് അവളെ അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇത് കേട്ട് ക്ലാസ് മൊത്തത്തിൽ അങ്ങ് ചിരിക്കും. അങ്ങനെ അവൾക്കിട്ടൊരു പണി തന്നെന്ന് അറിഞ്ഞിട്ട് അവൾ മൊത്തത്തിൽ അങ്ങ് നാണം കിട്ടും. അതിനുശേഷം അടുത്ത ദിവസം ഇവർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും സെൽഫായിട്ട് മോർണിംഗ് സ്റ്റഡി ചെയ്യണം. അങ്ങനെ പിള്ളേരെല്ലാവരും വന്നാലും ക്ലാസ്സിൽ ലീഷു മാത്രം വരത്തില്ല. അതുകൊണ്ട് ലീഡറിന്റെ സ്ഥാനത്ത് ഷൂവിന്റെ കൂട്ടുകാർ ഫോൺ എടുത്ത് അവന് മെസ്സേജ് അയക്കും. എല്ലാവരും 7 മണിക്ക് തന്നെ ക്ലാസ് വന്നപ്പോൾ ഇവ മാത്രം എന്താ വരാത്തേന്ന്. അങ്ങനെ ഇവള് മെസ്സേജ് അയക്കുന്ന കാര്യം അറിഞ്ഞ് പിള്ളേരെല്ലാം ചുറ്റിക്കൂടി എന്തായാലും ലീഷുന് ആരും മൈൻഡ് ചെയ്യാത്തോണ്ട് ഇവളുടെ മെസ്സേജിന് റിപ്ലൈ ഒന്നും ഇടത്തില്ലെന്ന് പറയും. പക്ഷെ അവളാണ് ഇത് മൈൻഡ് ചെയ്യാതെ ഇവൻ ക്ലാസ് വന്നില്ല, പിന്നെ ഇവന്റെ അറ്റൻഡൻസ് പറയുന്നുണ്ട്. ലീഡറായിട്ട് അവൾക്ക് വഴക്കിട്ടെന്ന് പറയും. അപ്പോഴാണ് അവനും അതിന് ഞാൻ എന്തോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ആ ഒറ്റൊരു മെസ്സേജോടെ ഇവളങ്ങ് ബ്ലോക്ക് ചെയ്യും. ഇതോടെ അവളും കട്ട ദേഷ്യത്തി വേറെ ആരുടെയും മൊബൈൽ ഫോൺ തരാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൾ ബാക്കിയെല്ലാവരും ചോദിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഷൂയിനാണ് വെറുതെ അവനോട് പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാരെ സമാനപ്പെടാൻ വേണ്ടി പറയും. അതിനുശേഷം അവിടേക്ക് വരുന്ന ഇവർ സീനിയേഴ്സ് ആണ്. ഇവർ അറ്റൻഡൻസ് എടുത്ത് നോക്കുമ്പോൾ ലീഷും വരാത്ത കാര്യം അറിയും. അങ്ങനെ അതിനുശേഷം ഒരു ലീഡറായിട്ട് എല്ലാവരും ക്ലാസ്സിലേക്ക് വന്നില്ല, ഇവളുടെ മാർക്കായിരിക്കും കുറയാൻ പോകുന്നതെന്ന് അവര് പേടിപ്പിച്ചിട്ട് അങ്ങ് പോകും. അങ്ങനെ അതുകൊണ്ട് ഷൂയിന്റെ കൂട്ടുകാർ എന്താണെന്നറിയാതെ അവളെ വിളിച്ച് സഹായം ചോദിക്കും. ഇന്ന് ക്ലാസ്സിൽ ലീഷിന്റെ കൂടെ തന്നെ ഇവരുടെ റൂംമേറ്റ് റെന്റിയും വന്ന് കാണത്തില്ല. അതുകൊണ്ട് അടുത്ത ദിവസം അവർ വന്നേ പറ്റത്തുള്ളെന്ന് 2 പേപ്പറിനകത്ത് അവരുടെ പേര് എഴുതി ഇവൾ ഏതെല്ലാം ഒരെണ്ണം എടുക്കാൻ പറയും. പക്ഷെ ഷൂയിനാണ് അവൾ ഈ പ്രശ്നത്തില്ലെന്ന് പറയുമ്പോൾ ഇവളുടെ കൂട്ടുകാരത്തിന് പേപ്പർ എടുത്തിട്ട് അവൾക്ക് റെന്റ് കിട്ടിയതുകൊണ്ട് ലീഷുവിനെ വിളിച്ചോണ്ട് വരുന്നത് ഷൂയിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അടുത്ത ദിവസം തൊട്ട് ഇവളും ലീഷുവിനെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് ഇവളാണ് അറിയാൻ വരും അവൻ അവിടെ താമസിക്കുന്നതെന്ന്. അങ്ങനെ ഇവർക്ക് ആർക്കും അറിയാത്ത ആ കോളേജിൽ തന്നെ ഒരു സീക്രട്ട് ആയിട്ടുള്ള പ്ലേസ് ഉണ്ട്. അങ്ങനെ അവൻ ഫുൾ ടൈം ലാപ്ടോപ്പും കൊണ്ട് അവിടെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇവള് ഈ സ്ഥലം കണ്ട് മൊത്തം ഷോക്കായിരിക്കുമ്പോഴാണ് അവനാണ് ഇപ്പൊ ഇവളെന്തിന് ഇങ്ങോട്ടേക്ക് വന്നേം ചോദിക്കും. അതിനുശേഷം അവളും ഈ സ്ഥലം ഇവന്റെ പേരിലൊന്നല്ലല്ലോ എഴുതിട്ടേക്കുന്നെന്ന് പറഞ്ഞ് അവന് നാളെ രാവിലെ തൊട്ട് ഇന്ന് സ്ഥിരമായിട്ട് മോർണിംഗ് ക്ലാസ്സിന് വരാൻ വേണ്ടി പറയും. പക്ഷെ ഇത് കേട്ട് അവനാണ് ഇവള് പറയുന്ന പോലെ അവൻ വരണമെങ്കിൽ ഇവൻ തരുന്ന ഗെയിമിനകത്ത് അവളെ വിൻ ചെയ്യാൻ പറയും. ഇത് കേട്ട് അവളാണ് ഏത് ഗെയിമായാലും അവൾ എളുപ്പത്തിൽ വിജയിക്കും പറഞ്ഞ് അവൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഗെയിം ഇവള് കളിച്ചു നോക്കുമ്പോഴാണ് ഇവളെ കൊണ്ട് ഒരു ടാസ്കിലും ജയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. പക്ഷെ അവസാനം വരെ ഇവൾ ആ മത്സരം തോറ്റുപോയിക്കൊണ്ടിരിക്കും. അപ്പോഴായിരിക്കും അവൾക്ക് മനസ്സിലാവുന്ന ഇവൻ ഈ ഗെയിം ക്രിയേറ്റ് ചെയ്ത സ്ഥിതിക്ക് അവൻ കോഡ് ചെയ്ത് വെച്ചേക്കുന്ന ഈ കളി ആരും വിജയിക്കില്ലെന്ന്. അതുകൊണ്ട് അവളാണ് ഇതറിഞ്ഞ ദേഷ്യത്തിൽ ഒരു ജയിക്കാൻ പറ്റാത്ത ഗെയിം വന്നിട്ട് ഇവൾ എങ്ങനെ ജയിക്കുന്നതെന്ന് അവനോട് വഴക്കുണ്ടാക്കും. അപ്പോഴാണ് അവനും ഇവളെ പോലെ ഫേക്ക് ആയിട്ടുള്ള ക്യാരക്ടർ ഒന്നും അവനൊട്ടും ഇഷ്ടമല്ലെന്ന് ഇവളെ ദേഷ്യത്തിൽ അവിടെ നിന്ന് പറഞ്ഞയക്കും. അങ്ങനെ ഇത് കേട്ട് അവള് കട്ടകലിപ്പി അവനെ പോലെ തന്നെ ഇവൾക്ക് എളുപ്പത്തിൽ ആ ഗെയിം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഇവളുടെ കൂട്ടുകാരായിട്ട് ഭയങ്കര അസൂയിലേക്ക് സംസാരിച്ചിട്ട് അവൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അടുത്ത ദിവസം ഇവരും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവരുടെ പ്രൊഫസറാണ് ഇന്നലെ ഷൂയും പഠിച്ചുകൊണ്ടിരുന്ന ആ ടോപ്പിങ്ങിനെ കുറിച്ചാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സാർ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും മുമ്പ് അറിയാൻ ചോദിക്കുമ്പം എല്ലാം അറിഞ്ഞ ലീഷനും മൊത്തത്തിൽ സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് ഇവളുടെ കൂട്ടുകാരിയാണ് ഇന്നലെ രാത്രി ഫുൾ അതല്ലേ പഠിച്ചെന്ന് പറഞ്ഞ് ഇവളുടെ നോട്ട്സ് കാണിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് സൈഡിൽ നിന്ന് ലീഷനും കണ്ടിട്ട് അവൻ ആ നോട്ട് കണ്ടിട്ട് ചിരി വരും. അതിനുശേഷം സാറ് ഇത് കണ്ട് ഇവൾക്കെല്ലാം അറിയാൻ സ്ഥിതിക്ക് ഇവളെ കൊണ്ട് ആ ടോപ്പിക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അവള് കറക്റ്റ് ആയിട്ട് പറയുമ്പോഴാണ് ഇത് കേട്ട് എല്ലാവരും ഷോക്കായി ഇവളൊരു പഠിപ്പിസ്റ്റാന്ന് പറഞ്ഞ് ക്ലാപ്പ് അടിച്ചോണ്ടിരിക്കും. അതിനുശേഷം സാറും ഇനി തൊട്ട് ഇവളായിരിക്കും അദ്ദേഹത്തിന്റെ സബ്ജക്ട് ലീഡർ എന്ന് പറഞ്ഞ് അവളെ ലീഡറായിട്ട് അപ്പോയിന്റ് ചെയ്യും. പക്ഷെ അവൾക്കാണെങ്കിൽ അത് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഈ ക്ലാസ്സിലും ലീഷും വന്നില്ല, പിന്നെ ഇവൾക്കാ പണി കിട്ടുന്നത്. അതുകൊണ്ട് അവൾ ഈ കാര്യത്തിനെ കുറിച്ച് അവളുടെ കൂട്ടുകാരോട് സംസാരിച്ചിട്ട് അവളുടെ അമ്മയോടും കൂടെ ചെന്ന് പറയും. അപ്പോഴാണ് അമ്മ ഇത് കേട്ട് ഇവളൊരു സബ്ജക്റ്റിന്റെ ലീഡറായ പിന്നെ അവൾക്കത് നല്ല മാർക്ക് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് അതൊരു നല്ല കാര്യമായിട്ട് ഇവളെ തന്നെ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി പറയും. പക്ഷെ ഇവൾക്കാണെങ്കിൽ പഠിക്കാനും സമയം കിട്ടത്തില്ലെന്ന് അവൾ നാളെ തന്നെ പ്രൊഫസറിനോട് ചെന്ന് പറയുമ്പം അദ്ദേഹമാണ് ഇന്നലെ തന്നെ ഇവളുടെ അമ്മ വിളിച്ച് ഇവൾക്ക് ലീഡർ പൊസിഷൻ തന്നെ തരാൻ വേണ്ടി പറഞ്ഞാണ്. അതുകൊണ്ട് ഇനി ഇവൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതിനുശേഷം ഇവർ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ആ ജിയാങ് പ്ലാൻ ചെയ്ത പോലെ ഇവർക്കറിയാവുന്ന കോഡിംഗ് ഒക്കെ പരസ്പരം ഷെയർ ചെയ്യാൻ വേണ്ടി അവനൊരു നോളജ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അതിനുവേണ്ടി ആ മുമ്പേ തന്നെ വിളിച്ച ലീഷനെ വീണ്ടും വിളിച്ചു നോക്കുമ്പം ലീഷനാണ് ഇത് വലിയ താല്പര്യം കാണിക്കാതെ അവൻ വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ജിയാങ് അവന്റെ പുറകെ പോകുന്നുണ്ട്. ഇവിടെ പിള്ളേരെല്ലാരും കൂടെ ചോദിക്കും എന്തിനാ ലീഷനെ ടീമിൽ ചേർക്കാൻ വേണ്ടി ഇവൻ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന്. അങ്ങനെ അവനും എൻട്രൻസ് എക്സാമിൽ ലീഷൻ ഫസ്റ്റ് വാങ്ങിച്ചോണ്ട് ഇവർക്കറിയാത്ത കുറെ കാര്യങ്ങൾ അവൻ അറിയായിരിക്കും എന്ന് പറഞ്ഞാൽ അവനെ വിളിക്കാൻ വേണ്ടി അവൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇരിക്കുന്നത്. പക്ഷെ ഇവരുടെ ഗ്രൂപ്പിൽ ചേരാൻ അവൻ ഒട്ടും തന്നെ താല്പര്യം കാണിക്കത്തില്ല. അങ്ങനെ ഇവരൊക്കെ അവരുടെ പുതിയ ക്ലബിന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷൂയിനാണ് ഇന്ന് സാറ് എന്ന ഹോംവർക്ക് എല്ലാവരും സബ്മിറ്റ് ചെയ്തതിനു ശേഷം ആ ലീഷു മാത്രം തന്നില്ലെന്ന് പറയും. അതുകൊണ്ട് അവൾക്ക് വഴക്കിട്ടായിരിക്കാൻ വേണ്ടി വീണ്ടും അവന്റെ പുറകെ ചെന്ന് നടന്ന് അവന്റെ ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. പക്ഷെ അവനാണ് ഹോംവർക്ക് ചെയ്യുന്നതും ചെയ്യാത്ത അവന്റെ ഇഷ്ടമെന്ന് പറയുമ്പം ഇത് കേട്ട് അവൾ അവനെ കളിയാക്കും. അപ്പൊ ചുമ്മാ ക്ലാസ്സിങ്ങനെ ലാപ്ടോപ്പ് കൊണ്ട് നടക്കുന്നല്ലാതെ ഇവന് കോഡിങ്ങിനെ കുറിച്ച് ഒരു നോളജ് ഇല്ലെന്ന് പറയും. അങ്ങനെ ഈ ഡയലോഗ് അവന് ചെറുതായിട്ട് കൊണ്ടുടനെ അവൻ പെട്ടെന്ന് ലാപ്ടോപ്പ് എടുത്ത് എന്തോ ഹോംവർക്കും ചോദിച്ചു മനസ്സിലാക്കി അവനത് അപ്പം തന്നെ ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം അവന് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി കുറെ സമയം എടുക്കുമ്പോഴാണ്
പറയാണ് ഇത് കാണുന്ന അവളാണ് ഇവന് ഹോംവർക്ക് ചെയ്യാൻ അറിയാത്തോണ്ടല്ലേ എളുപ്പമായിട്ടുള്ള സാധനം ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതെന്ന് അവൾ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അവസാനം കുറെ സമയത്തിന് ശേഷം അവനും കോഡിംഗ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് ഇവൾക്കത് പെൻഡ്രൈവിലാക്കി കൊടുക്കുമ്പോഴാണ് ഇവൾ അതെടുത്തോണ്ടെന്ന് ഇവരോടെല്ലാം പറഞ്ഞ് കളിയാക്കും നമ്മളെല്ലാരും എളുപ്പത്തിൽ ചെയ്തൊരു ഹോംവർക്ക് അവൻ ചെയ്യാൻ കുറെ കഷ്ടപ്പെട്ടെന്ന്. അങ്ങനെ അവനൊരു മണ്ടനാന്ന് ഇപ്പൊ പ്രൂവ് ചെയ്യാന്ന് ഷൂയിൻ അവളുടെ ലാപ്ടോപ്പിനകത്ത് അവൻ തന്ന പെൻഡ്രൈവ് കുത്തി നോക്കുമ്പോഴാണ് ഇവളുടെ ലാപ്ടോപ്പിനകത്ത് ഒരു വൈറസ് കയറും. അങ്ങനെ ഇവൾക്കിട്ട് ഒരു പണി തരാൻ വേണ്ടിയാ അവൻ അത്ര സമയം കോഡിങ് ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ ഇന്നെങ്കിലും എന്നെ വെറുതെ വിട് മണ്ടി എന്ന് പറഞ്ഞാൽ അവൻ ആ വൈറസിനകത്ത് എൻ്റർ ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് അവള് മൊത്തം ചമ്മിപ്പോയി. അവസാനം ശരിയാക്കാൻ വേണ്ടി ഇവര് കുറെ ശ്രമിച്ചു നോക്കും. പക്ഷെ ഇവരെ കൊണ്ടൊന്നും പറ്റുന്നില്ലെന്ന് അറിഞ്ഞ ഉടനെ ഇവരുടെ സീനിയേഴ്സിനോട് ചെന്ന് ഹെൽപ്പ് ചോദിക്കും. പക്ഷെ അവരെ കൊണ്ട് ആർക്കും തന്നെ ഈ വൈറസ് എടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അതുകൊണ്ട് അവളുടെ കൂട്ടുകാരോട് ഈ വൈറസ് പോകത്തോണ്ട് അവളുടെ ലാപ്ടോപ്പ് ഓണാക്കാൻ പറ്റുന്നില്ലെന്ന് അവളുടെ കൂട്ടുകാരോട് വിഷമങ്ങളൊക്കെ പറയുമ്പം അവളാണ് ഇവളെ കളിയാക്കുന്ന രീതിയിൽ എങ്കിൽ പിന്നെ ഈ വൈറസ് എടുക്കാൻ ലീഷുവിന്റെ സഹായം തന്നെ ആവശ്യപ്പെടാൻ പറയും. ഇത് കേട്ട് അവള് പെട്ടെന്ന് ചൂടായി അവനോട് ചോദിക്കുന്ന ഭേദം ഈ ലാപ്ടോപ്പ് കത്തിച്ച് കളയുന്നതെന്ന് പറഞ്ഞിട്ട് അവളുടെ പ്രൊഫസറിനോട് ഞാൻ ചോദിക്കും ഇവളുടെ ലാപ്ടോപ്പ് ഒരു വൈറസ് കയറിയെന്ന്. അങ്ങനെ അദ്ദേഹമാണ് ഇത് ക്ലിയർ ചെയ്യാൻ നോക്കുമ്പോഴാണ് ജീനിയസ് ആയിട്ടുള്ള അദ്ദേഹത്തിന് തന്നെ ഈ വൈറസ് എങ്ങനെ എടുക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് സാറ് മൊത്തത്തിൽ ഇംപ്രസ് ആയി ഈ വൈറസ് ഇവൾക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ലീഷും ചെയ്ത പണിയൊക്കെ സാറിനോട് എടുത്തു പറയും. അങ്ങനെ ഇത് കേട്ട് സാറും അവനെ കാണാൻ വേണ്ടി നേരിട്ട് വിളിക്കുമ്പോഴാണ് ഇവളും സാറ് അവനെ വഴക്ക് പറയാൻ പോകുന്നതായിരിക്കും വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ സാറാണ് ഭയങ്കര എക്സൈറ്റ്മെന്റോടെ ഈ വൈറസ് എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം അവനോട് ചോദിച്ച് മനസ്സിലായിക്കൊണ്ടിരിക്കും. കാരണം സാറിന് പോലും അറിയാത്ത കാര്യങ്ങളാണ് ഇവൻ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ രാത്രി വരെ സാറ് ഇവന്റെ അടുത്ത് നിന്ന് അത് മനസ്സിലാക്കുമ്പോഴാണ് സാറാണ് ഇനി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി നോക്കും. പക്ഷെ അതേസമയം ഷൂയിൻ ഇപ്പോഴും പോകാതിരിക്കുന്നുണ്ട്. സാറിന് അപ്പോഴായിരിക്കും ഓർമ്മ വരുന്നത് ഇവളുടെ വൈറസ് മാറ്റാൻ വേണ്ടി ഇവൾ ഇവിടെ നിൽക്കുന്നതെന്ന്. അങ്ങനെ അതിനുശേഷം സാറും ലീഷുവിന് ആ വൈറസ് എടുക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകും. അങ്ങനെ സാറ് പോയതിനു ശേഷം ഇവളും അവനോട് ഈ വൈറസ് മാറ്റാൻ വേണ്ടി പറയുമ്പം അവനാണ് ഇവളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇത് കണ്ട് അവളും പറയുന്ന വന്ന് സാറ് പറഞ്ഞോളൂ ഈ വൈറസ് ഒന്ന് മാറ്റിത്താന്ന് പറഞ്ഞ് അവനോട് കുറെ കെഞ്ചി നോക്കുമ്പം അവൻ അവസാനം വരെ നിനക്ക് കോഡിങ് പഠിക്കാൻ താല്പര്യമുണ്ട് നീ തന്നെ മാറ്റെന്ന് പറഞ്ഞ് അവളെ ഈ വൈറസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പറയും. അതോടെ അവൾക്ക് ഇവനോട് ദേഷ്യമായി. അപ്പൊ തന്നെ ഇവളും ഈ വൈറസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇവൾ എത്ര ശ്രമിച്ചു നോക്കിയിട്ടും ഇവളെ കൊണ്ട് ആ വൈറസ് എടുക്കാനേ പറ്റത്തില്ല. അപ്പോഴാണ് ഇതിനെ കുറിച്ച് പഠിച്ച ജിയാങ് ആണ് അവൾക്ക് ആ വൈറസിനെ കുറിച്ചുള്ള നോട്ട്സ് ഒക്കെ അയച്ചു വന്നിട്ട് അതേപോലെ ഇവൾ ചെയ്തു നോക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവസാനമായിട്ട് ആ വൈറസ് മൊത്തത്തിൽ പോകുമ്പോഴാണ് ഇവൾക്ക് അപ്പോഴായിരിക്കും ആശ്വാസം വരുന്നത്. അങ്ങനെ വൈറസ് എന്ന അവനാണെങ്കിലും ഇവൻ ചെയ്ത കാര്യം കൊണ്ട് അവൾക്ക് ഇപ്പൊ വൈറസിനെ കുറിച്ച് നല്ലോണം മനസ്സിലായെന്ന് അന്ന് രാത്രി അവന് കഴിക്കാൻ വേണ്ടി ഫുഡുമായിട്ടൊക്കെ പോകും. അതിനുശേഷം അവളും ഇവനെ വലുതായിട്ട് തെറ്റിരിച്ചു എന്ന് പറഞ്ഞ് ഇവനെ കുറിച്ച് പൊക്കി പറയാൻ തുടങ്ങുമ്പോഴാണ് അവന് കാര്യം പിടികിട്ടി. അങ്ങനെ അവസാനം ഇവള് ചുറ്റി കറങ്ങി നാളെ രാവിലെ മോർണിംഗ് ക്ലാസ്സിൽ വരാൻ വേണ്ടിയായിരിക്കും പറയുന്നതെന്ന്. അങ്ങനെ അതേപടി അവളും ജീനിയസ് ആയിട്ടുള്ള ഇവൻ നാളെ രാവിലെ തന്നെ ക്ലാസ് വരാൻ പറയുമ്പം അവനും പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവളെ പുറത്താക്കി അവൻ ഡോർ ലോക്ക് ചെയ്യും. പക്ഷെ അതേസമയം ഇവളുടെ മൊബൈൽ ഫോണാണ് അകത്തിരിക്കുക. അങ്ങനെ അതെടുത്താന്ന് ഇവൾ പോയിക്കോളാം എന്ന് പറയുമ്പം അതേസമയം ഇവൾക്കാണ് വീട്ടിൽ നിന്ന് കോളൊക്കെ വന്നോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളെ വെറുപ്പിക്കാൻ വേണ്ടി അവന് ഫോൺ എടുത്ത് ഷൂയിന് ഇപ്പൊ ബിസിയാന്ന് പറഞ്ഞ് അവ സംസാരിച്ച് പെട്ടെന്ന് ഫോണും കട്ട് ചെയ്യും. അങ്ങനെ ഇതേ കണ്ട് അവളും ദേഷ്യപ്പെട്ട് അവൾ വീട്ടിൽ പോകാതെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ലീഷന് നല്ല വയനായിട്ട് മോർണിംഗ് ക്ലാസ്സിന് വരുമ്പോഴാണ് ഇത് കണ്ട് അവളുടെ കൂട്ടുകാരന് ഷോക്കായി ഷൂയിനെ വിളിച്ച് താങ്ക്സ് ഒക്കെ പറയാൻ വേണ്ടി വരും. പക്ഷെ അവളാണ് ഉറക്കത്തിൽ നിന്ന് ഇപ്പോഴായിരിക്കും എഴുന്നേക്കുന്നത്. കാരണം രാത്രി ഇവൻ ഫോൺ തരാത്തോണ്ട് അവൾ അവിടെ തന്നെ കിടന്ന് ഉറങ്ങി കാണും. അതിനുശേഷം അവൾ അവിടെ നേരിട്ട് ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് ഇന്ന് ലീഷൻ രാവിലെ അവൾ തണുക്കുന്നുണ്ട് അവന്റെ കോട്ട് എടുത്തിട്ട് കാണും. അങ്ങനെ ഇപ്പൊ ഇത് അവൾ ഇട്ടേക്കുന്നുണ്ട് ഇവർ തമ്മിൽ എന്തോന്ന് പറഞ്ഞ് കളിയാക്കും. അതിനുശേഷം അവൾ അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഇവൾ എന്തായാലും പറഞ്ഞ പോലെ അവന് വിളിച്ചോണ്ടെന്നില്ലെന്ന് അവളുടെ കൂട്ടുകാരി അങ്ങ് മിണ്ടാതാക്കും. എന്നിട്ട് അവിടേക്ക് വരുന്ന സാറാണ് ലീഷൻ എന്താ എല്ലാവരോടും പറയണ്ടെന്ന് പറഞ്ഞ് അവനെ സാർ സംസാരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവന് ഇവര് നോളജ് ഗ്രൂപ്പ് തുടങ്ങിയ പോലെ അവനൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അങ്ങനെ അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും രാവിലെയും വൈകുന്നേരവും ക്ലാസ്സിൽ വരേണ്ട ആവശ്യമില്ല. കൂടാതെ ആ ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഇവര് പഠിക്കുന്ന സമയം കൊണ്ട് തന്നെ പുറത്തുനിന്ന് ജോലിയൊക്കെ ഏറ്റെടുത്ത് ഇവർക്ക് അതുവഴി പൈസ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് അവന്റെ ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹമുള്ളവരൊക്കെ അവന്റെ അടുത്ത് പേരെഴുതി ലിസ്റ്റ് തരാൻ വേണ്ടി പറയും. അങ്ങനെ ഇത് കേട്ട് ജിയാങ് ഷൂയിനെല്ലാം ഷോക്കായി. ലീഷൻ ഇവർക്ക് ഗ്രൂപ്പിനെതിരായിട്ട് ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞ് അവരാരും അതിൽ ചെന്ന് പങ്കെടുക്കത്തില്ല. കൂടാതെ ഇവരുടെ ഗ്രൂപ്പിലിരിക്കുന്ന സ്റ്റുഡൻസ് അവിടെയൊക്കെ പോകലെന്ന് ഇവര് കുറച്ച് പ്ലാൻ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഷൂയിന്റെ കൂട്ടുകാരിയാണ് അവള് ലീഡർ ആയതുകൊണ്ട് ആ ഗ്രൂപ്പിലുള്ള കുറെ പേരെ ഇനി വരാമെന്ന വെൽക്കം പാർട്ടിയിൽ ഇവര് പങ്കെടുക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ കുറെ പേര് ഇവളെ കണ്ട് പേടിച്ചു പോയി ഈ ഗ്രൂപ്പ് വേണ്ടെന്ന് പറഞ്ഞ് ലീഷന്റെ ഗ്രൂപ്പിൽ ചെന്ന് ചേരും. അതിനുശേഷം ഈ കാര്യം അറിഞ്ഞ് ഷൂയിനും ചെയ്യാനും കൂടെ ഇവളെന്തിനാ മറ്റുള്ളവർ വെറുതെ ഫോഴ്സ് ചെയ്യാൻ ചോദിക്കുമ്പോൾ അവളും വെൽക്കം പാർട്ടി ആയിട്ട് ഫസ്റ്റ് ഇയറിൽ നിന്ന് ഇവരാരും പോയില്ല പിന്നെ ലീഡറായിട്ട് ഇവൾക്കായിരിക്കും പണി കിട്ടാമോന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ചോദിച്ച് ഇവർ രണ്ടുപേരും തന്നെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് ആ വെൽക്കം പാർട്ടി ഒന്ന് ജോയിൻ ആവാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് ഷൂയിനും ചെയ്യാനും ഇവളോട് ചോദിച്ച് തെറ്റായി പോയെന്ന് പറഞ്ഞ് അവരതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. അപ്പിനാണ് അവിടേക്ക് വരുന്ന ലീഷുനാണ് ഈ ഗ്രൂപ്പ് പഠിക്കാൻ വേണ്ടിയെന്ന് വിചാരിച്ച വെൽക്കം പാർട്ടിക്ക് വേണ്ടി കോമഡിയൊക്കെ പറയുകയാണെന്ന് പറഞ്ഞ് അവൻ വന്ന് ഇവരെ കളിയാക്കും. ഇത് കേട്ട് അവരെല്ലാരും കൂടെ ഇവനെന്ത് ഇവിടുത്തെ ഗാങ്സ്റ്റർ പോലെ എല്ലാരും കളിയാക്കുവാണെന്ന് പറഞ്ഞ് ഇവൻ എല്ലാരും ഫ്രണ്ട്സ് ആയിട്ട് കാണാൻ പറയാം ആദ്യം. പക്ഷെ അവനാണ് അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതെ അവനിപ്പോ ഇവിടേക്ക് വന്നത് ഇന്നെ തൊട്ട്
എന്നിട്ട് ഈ സ്ഥലം അവന്റെ ഗ്രൂപ്പിനുള്ള സ്ഥലം എന്ന് പറയും. അങ്ങനെ ഇവരെല്ലാം അതിനെ എതിർക്കുമ്പോഴാണ് ലീഷന് ഇത് സാറാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതിനുശേഷം ഷൂയിനും പറയുന്ന ദേഷ്യപ്പെട്ട് ഇവനിപ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനായിട്ട് തർക്കിക്കാൻ നോക്കുമ്പോൾ അവനാണ് സ്റ്റാൻഡപ്പ് കോമഡിക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യാണ്. ഇവളാ പാർട്ടിക്ക് ചുമ്മാ തന്നെ നിന്നാ മതി, എല്ലാരും കണ്ട് ചിരിച്ചിട്ടോ എന്നറിയും. ഇത് കേട്ട് അവള് ഭയങ്കര ദേഷ്യത്തി ഇവന് വേണ്ടി തീർച്ചയായും പാർട്ടി പങ്കെടുക്കുമെന്ന് ഇവളുടെ ഷോ വന്ന് അവനെ കാണാൻ വേണ്ടി പറയും. അങ്ങനെ ഇവനോട് അങ്ങനെ പറഞ്ഞാലും അടുത്ത ദിവസം ഇവൾ സ്റ്റേജിൽ കയറുന്ന മുമ്പ് അവളുടെ പെർഫോമൻസിന് വേണ്ടി മൊത്തത്തിൽ പേടിച്ചുമായിരിക്കും. ഇതേ സമയം അവൻ ഈ പാർട്ടിക്കൊന്നും പോവാതെ അവൻ ആ കോളേജിന്റെ ടെറസിൽ വെച്ച് അവൻ കുറെ കോഡിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവന് നോട്ടിഫിക്കേഷൻ വരും ഇപ്പൊ അവളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായെന്ന്. അങ്ങനെ അതുകൊണ്ട് അവൻ ആ വെൽക്കം പാർട്ടി ചെന്ന് പങ്കെടുക്കുമ്പം അവിടെ ഷൂയിന് മുമ്പ് വേറൊരു പെങ്കൊച്ചൊരു പെർഫോമൻസ് ചെയ്തിട്ട് അതേസമയം അവിടേക്ക് ലീഷും വന്ന് നിന്നുടനെ ഈ പാട്ട് അവന് വേണ്ടിയാ പെർഫോം ചെയ്തതെന്ന് പെട്ടെന്ന് അവനെ അങ്ങ് പ്രപ്പോസ് ചെയ്യും. പക്ഷെ ഇത് കേട്ട് അവനാണ് തിരിച്ചൊന്നും പറയാതെ അവളെ സൈലന്റ് ആയിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്യും. അതിനുശേഷം അടുത്ത പെർഫോം ചെയ്യാൻ വരുന്ന ഷൂയിനാണ് ഇവൻ എല്ലാവരുടെ ഫ്രണ്ട് ഷോ കാണിക്കുമെന്ന് അറിഞ്ഞ് ഇവനെ അങ്ങ് നാണം കെടുത്തും. അവളുടെ കഥയിലെ ഒരു പട്ടിക്കുട്ടി കൂട്ടത്തിന്റെ ഇടയിൽ കുറച്ച് മാസമായിട്ട് കാണാൻ വേണ്ടി അതിന്റെ ഹെയർ മാത്രം വെളുത്ത കളർ ഡൈ അടിച്ചോണ്ട് വരുമെന്ന്. അങ്ങനെ ആ പട്ടിയുടെ കൈയിരിപ്പിന് അവസാനം മുടി മൊത്തം നരച്ചു വന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ലീഷനെ കുറിച്ച് അവൾ ഇവനായിട്ട് ഫേസ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് കേട്ട് അവൻ മൊത്തത്തിൽ ഇംപ്രസ് ആയി പെട്ടെന്ന് ഇവളുടെ പെർഫോമൻസ് കഴിഞ്ഞ ഉടനെ അവനെ അടുത്തേക്ക് വന്നിട്ട് ഇവളോട് ചോദിക്കും ഇവൻ അത്രമാത്രം ഇഷ്ടപ്പെട്ടാണ്ടാണോ ഇവനെ കുറിച്ച് ഇത്ര നിരീക്ഷിച്ച് അവളിപ്പോ ഈ പെർഫോമൻസ് ചെയ്തേന്ന്. അങ്ങനെ അവൻ അടുത്തേക്ക് വന്ന് ഇവളോട് സംസാരിക്കുന്നുണ്ട്. പിള്ളേരെല്ലാം മൊത്തം ഷോക്കായി ഇവർ തമ്മിൽ ലവ് ആയെന്ന് പറഞ്ഞ് അവരെല്ലാരും കൂടെ കോളേജ് മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ചെയ്യും. ഇപ്പൊ ഇവരുടെ ഒരു കപ്പിൾസാന്ന് പറഞ്ഞ് ക്യാമ്പസ് മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ആവും. അതുകൊണ്ട് ഷൂയിനാണ് മൊത്തത്തിൽ നാണക്കേടായി അവൾക്ക് പുറത്ത് എങ്ങും തന്നെ ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി അവളുടെ അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ഇടും. സത്യത്തിൽ ഇന്നലെ സ്റ്റേജ് വെച്ച് അവൻ അടുത്തേക്കും സംസാരിച്ചെല്ലാം ജസ്റ്റ് ആ പെർഫോമൻസിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ആ പട്ടിക്കുട്ടിയുടെ റോളിൽ അവൻ വന്ന് സംസാരിച്ചാന്ന് ഇവൾ എല്ലാവർക്കും ക്ലിയർ ആയി കൊടുക്കുമ്പോൾ കുറച്ച് സമയത്തേക്ക് എല്ലാവരും അങ്ങ് സമാധാനമാവും. പക്ഷെ ഇതറിഞ്ഞ് ലീഷനാണ് ഇവൾക്കിട്ട് ഒരു പണിയെടുക്കാൻ വേണ്ടി അവൻ ഇവളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് ഞാൻ ഇപ്പൊ പറഞ്ഞെല്ലാം ചുമ്മാ തമാശക്കാന്ന് അവൻ വീണ്ടും ഇവൾക്കിട്ട് ഒരു 8ന്റെ പണിയെടുക്കും. അതോടെ പിള്ളേരെല്ലാരും കൂടെ അപ്പൊ സത്യത്തിൽ ഇവർ കപ്പിൾസാന്ന് പറഞ്ഞ് അവൻ ഇഷ്ടപ്പെടുന്ന കുറെ ഗേൾസ് ഇവളെ നേരിട്ടുണ്ട് ചോദ്യം ചെയ്തിട്ടൊക്കെ പോകും. അതുകൊണ്ട് ഈ ഒരു ടെൻഷൻ അവൾക്ക് സഹിക്കാൻ പറ്റാതെ അടുത്ത ദിവസം അവരുടെ ക്യാമ്പസിലെ റേഡിയോ സ്റ്റേഷനിൽ ചെന്ന് ഇവളെല്ലാരും കേൾക്കത്തക്ക രീതി അനൗൺസ് ചെയ്യും. ഇവരെല്ലാരും വിചാരിക്കുന്ന പോലെ ഇവൾ ആ ലീഷനെ പ്രണയിക്കുന്നില്ലെന്ന്. അതുകൊണ്ട് ആരും ഇത് വിശ്വസിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവൾ ധൈര്യത്തിൽ ക്ലാസ്സിലേക്ക് ചെന്നിരിക്കും. അങ്ങനെ ഇവളുടെ സംസാരം കേട്ട് ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും അങ്ങ് ഷോക്കായി പോകും. ഇത്രയ്ക്കും കോൺഫിഡന്റ് ആയിട്ട് സാറുമാരും കേൾക്കുന്ന അറിഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞത് അവളുടെ ധൈര്യത്തിന് സപ്പോർട്ട് ചെയ്യാന്ന് ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ക്ലാസ്സിലേക്ക് വരുന്ന ലീഷനാണ് അവന്റെ ഹെയർ കളറൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ ഒരു ഡീസന്റ് ആയിട്ട് പയ്യനായിട്ട് ക്ലാസ്സിലേക്ക് വന്നിരിക്കും. ഇത് കണ്ട് പിള്ളേരെല്ലാം വീണ്ടും ഷോക്കാവും. ഇന്നലെ അവൻ അങ്ങനെ കളിയാക്കിയതുകൊണ്ടാണോ ഇവനിപ്പോ ആ കളർ മാറ്റിയെന്ന്. അങ്ങനെയാണ് അവൻ ഇവൾ ഇഷ്ടമാന്ന് വീണ്ടും എല്ലാവരും ഇവളെ ശല്യപ്പെടുത്താൻ തുടങ്ങും. അങ്ങനെ അവസാനം ഇവനോട് തന്നെ പറഞ്ഞാല് ഈ പ്രശ്നമൊക്കെ സോൾവ് ആകത്തുള്ളെന്ന് ലീഷന്റെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് ഇപ്പൊ തന്നെ എല്ലാവരോടും സത്യം പറയാൻ പറയും. പക്ഷെ അവനാണ് എല്ലാവരുടെ ഫ്രണ്ട് വെച്ച് പറയണമെന്ന് പറഞ്ഞിട്ട് നൈസിന് അവിടെ നിന്ന് പോകുമ്പോൾ ഇവളും ദേഷ്യത്ത് അവന്റെ പുറകെ പോകും. എല്ലാവരും തെറ്റിയിരിക്കുന്ന രീതിയിൽ എന്തിനാ ഇവൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന്. അപ്പോഴാണ് അവനും എന്തായാലും ഇവള് ഗേൾഫ്രണ്ട് അല്ല സ്ഥിതിക്ക് അവ സഹായിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഇവർ പ്രൊഫസറാണ് ഇന്നലെ ഇദ്ദേഹം പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് ഇവന്റെ ഹെയർ കളർ മാറ്റിയെന്ന് അവനെ നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പോഴാണ് ഇവൾക്ക് അറിയാൻ വരുന്ന സാറ് പറഞ്ഞിട്ട് ഇവന്റെ ഹെയർ കളർ മാറ്റിയെന്ന്. അതിനുശേഷം അവൻ അവളോട് ഇവളെ സഹായിക്കാൻ വേണ്ടുന്നില്ല അവൻ ക്ലാസ്സിലേക്ക് വന്നെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അവൻ നേരെ ചെല്ലുന്ന ഇവളുടെ കൂട്ടുകാരി റെൻഡിയെ കാണാൻ വേണ്ടിയാ. കാരണം ഇവർ തമ്മിൽ മുമ്പേ പരിചയമുണ്ട്. അങ്ങനെ അവൾക്ക് പഠിക്കുന്നതിനേക്കാളും അവളുടെ ബാൻഡിനോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇവൻ പൈസ ഉണ്ടാക്കുന്ന സ്ഥിതിക്ക് ആ പൈസയൊക്കെ ഇവളെ സഹായിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറയും. അങ്ങനെയാണ് ഫ്യൂച്ചറിൽ ഇവളുടെ ബാൻഡ് ഫേമസ് ആകുമ്പം ആ പൈസയൊക്കെ ഇവന് പ്രോഫിറ്റോടെ തിരിച്ചരും പറയും. അങ്ങനെയാണ് ഇവരുടെ ബാൻഡിന്റെ മാനേജർ ലീഷുന. അങ്ങനെ ഈ ഐഡിയ അവനും കൊള്ളാന്ന് പറഞ്ഞിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവനും ഒക്കെ പറയും. അതിനുശേഷം അവളും ഇവ പഠിക്കുന്ന സമയത്ത് തന്നെ പൈസ ഉണ്ടാക്കുന്നുണ്ട് പിന്നെന്തിനാ വെറുതെ പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോഴാണ് അവനും കോളേജിൽ പോകുന്ന അവനും വലിയ ബോറടിയില്ലെന്ന് പറഞ്ഞ് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പം റെൻഡി ഇവന്റെ ഹെയർ കളർ മാറിയേക്കുന്നുണ്ട്. ഇത് സാറ് പറഞ്ഞിട്ടാണോ അല്ലെ ഷൂയും പറഞ്ഞിട്ടാണോ മാറ്റിയെന്ന് ചോദിക്കുമ്പം അവനും പ്രൊഫസറിന് വേണ്ടിയാ മാറ്റിയെന്ന് പറഞ്ഞിട്ട് അവൻ ചെറുതായിട്ട് ഇങ്ങനെ സ്മൈൽ ചെയ്യും. അങ്ങനെ അതിനുശേഷം ഇവരോട് പഠിക്കുന്ന എല്ലാ പിള്ളേരും ലീഷന്റെ ഗ്രൂപ്പിലായിരിക്കും പോയി ചേരുന്നത്. കാരണം അവൻ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ജോലി ഒപ്പിച്ചു കൊടുത്ത് അതിനുള്ള തുക അവൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് ആർക്കായാലും അതൊരു നല്ല കാര്യമെന്ന് പറഞ്ഞ് ഇവിടെ റെൻഡി അവളുടെ ഫ്രണ്ട്സായിട്ട് ഈ കാര്യം പറയുമ്പം ഷൂയിൻ ആരെന്ത് പറഞ്ഞാലും അവൾ നോളജ് ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പിൽ മാത്രമേ ചേരത്തുള്ളൂ എന്ന് പറയും. പക്ഷെ ഇതേ സമയം ഇവളുടെ കൂട്ടുകാരിക്കാണ് പെട്ടെന്ന് മനസ്സ് പറയാൻ തുടങ്ങും. പഠിക്കുന്ന സമയത്തും പൈസ കിട്ടുമെന്ന് അവൾ അടുത്ത ദിവസം തന്നെ ലീഷന്റെ ഗ്രൂപ്പിൽ അങ്ങ് ചേരും. ഇത് കണ്ട് ഷൂയും ഷോക്കായാലും അവളും ചെയ്യാൻ ഉറച്ചെന്നെ നിൽക്കും. എന്ത് സംഭവിച്ചാലും ഇവരുടെ ഗ്രൂപ്പ് ഒരിക്കലും അവന് വേണ്ടി വിട്ടുകൊടുക്കില്ലെന്ന്. അങ്ങനെ അതിനുവേണ്ടി ഇവർ രണ്ടുപേരും കൂടെ ലീഷനെതിരായിട്ട് ഇവരുടെ ഗ്രൂപ്പ് ആ ക്ലാസ്സിൽ തന്നെ കാണും. അങ്ങനെ ഇവരുടെ ഗ്രൂപ്പിലുള്ള പിള്ളേരും ലീഷന്റെ പക്ക പോകുന്നേ ഉള്ളു, അല്ലാതെ ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അങ്ങനെ അവസാനം ബാക്കി ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത ജിയാനും പിന്നെ ഷൂയും മാത്രമേ കാണത്തുള്ളൂ. കാരണം എല്ലാവർക്കും ലീഷുവിന്റെ ക്ലാസ് നല്ലതെന്ന് മനസ്സിലാക്കി അവന്റെ
ഒപ്പം തന്നെ ചേരും. കൂടാതെ അതുമാത്രമല്ല, ഇവന്റെ പുറകെ നടക്കുന്ന ഗേൾസും ഇതൊരു അവസരമായിട്ട് ചൂസ് ചെയ്ത് അവനെ കാണാൻ വേണ്ടി ആ ഗ്രൂപ്പിൽ നിന്ന് ചേർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ ഓർത്ത് ജിയാങ് മൊത്തം ടെൻഷനായിരിക്കുമ്പോഴാണ് അതേസമയം ഷൂയിന് കണ്ടിട്ട് അപ്പൊ ഇവന് സ്റ്റാർട്ട് ചെയ്ത ഗ്രൂപ്പ് വെറുതെ വിടാൻ പോകണം ചോദിക്കും. അങ്ങനെ ഇവരുടെ ഗ്രൂപ്പിലേക്ക് ആരും വന്നില്ലെങ്കിലും ഷൂയിന് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ലീഷിനോട് ചാലഞ്ച് ചെയ്യും. ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കും അതേപോലെ എക്സ്ട്രാ മാർക്കിന് നടത്തുന്ന ഡാൻസിനും ആരാണ് നല്ല മാർക്ക് വാങ്ങിക്കുന്നത് അവർക്കാ ഈ മുറി യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവന് സമ്മതിച്ചാലും അവർ രണ്ടുപേരും വിശ്വസിച്ചിരിക്കും ഇവരെ കൊണ്ട് ലീഷിനെ പൊട്ടിക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെ ആ പരീക്ഷയ്ക്ക് വേണ്ടി ഇവർ രണ്ടുപേരും കട്ടക്കിരുന്ന് പഠിക്കുമ്പോഴാണ് ഇതെല്ലാം റിലാക്സ് ആയിട്ട് ലീഷുവിന് വാച്ച് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഷൂവിന് രാത്രി സമയത്ത് ഹോസ്റ്റലിലെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യുന്നുണ്ട്. അവൾ ലൈബ്രറിയിൽ നിന്ന് പഠിച്ചോണ്ടിരിക്കും. അപ്പിനാണ് അവളുടെ കൂട്ടുകാർ അവിടേക്ക് വന്നിട്ട് ഇപ്പൊ ലൈബ്രറി അടയ്ക്കാൻ പോകാന്ന് പറഞ്ഞ് അവളെ തിരിച്ച് റൂമിലേക്ക് വിളിക്കും. പക്ഷെ ഇവൾക്കാണ് ഇനിയും കുറെ പഠിച്ചാലേ ലീഷന് പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ എന്നറിയാം. അതുകൊണ്ട് അവൾ നേരെ ലീഷൻ എങ്ങനെയാണ് ടെറസിൽ നിന്ന് പഠിക്കുന്നത് അതേപോലെ ഇവളും പഠിക്കണം എന്ന് പറഞ്ഞ് അവിടെ ചെല്ലും. അങ്ങനെ അവൻ ഇവള് പോകാൻ പറഞ്ഞാലും അവളാണ് പ്രൊഫസർ ഇവന് അനുവാദം തന്ന പോലെ ഇവിടെ ആർക്ക് വേണമെങ്കിലും പഠിക്കാന്ന് അവന്റെ കൂടെ അവിടെ തന്നെ സ്റ്റേ ചെയ്യും. അങ്ങനെ ആ രാത്രി ഫുള്ളും ഇവൾ അവന്റെ ഒപ്പം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ദിവസം ഇവൾക്കാണ് ഒരു സംശയം വന്നിട്ട് അതെങ്ങനെ ക്ലിയർ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇവനോട് ആ ഡൗട്ട് വയ്ക്കുമ്പം ലീഷനാണ് അവനിതിനെ സഹായിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ നടന്നു പോകാൻ നോക്കുമ്പം അവന് മനസ്സിലാതെ ഇവളെ സഹായിക്കും. ഇതോടെ അവൾ ഭയങ്കര സന്തോഷത്തിൽ ഇവൾ വിചാരിച്ചതിനേക്കാളും ഇവൻ വലിയ ജീനിയസാന്ന് പറഞ്ഞ് അവനെ കുറിച്ച് പൊക്കി പറയും. അതിനുശേഷം അവളും അവിടെ നിന്ന് ഇവരുടെ കോളേജൊക്കെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇവനാണ് ക്ലാസ്സിൽ പോകാൻ മുമ്പ് ഇവിടുത്തെ താക്കോൽ ഇവളുടെ കൊടുത്തിട്ട് പോകും. ഇത് കാണുമ്പോഴാണ് അവൾക്ക് സന്തോഷം വരുന്നത്. അപ്പൊ ഇനി തൊട്ട് ഇവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ഇവ അനുവാദം തന്നേക്ക് വന്ന്. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പഠിച്ച് അവസാനം ഇവരുടെ പരീക്ഷ നടത്തുമ്പോഴാണ് സാറാണ് ഇവർക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തരുന്നത്. എല്ലാരും കോഡിങ് ചെയ്ത് ഒരു ഹാർട്ടിനെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഇത്രയും പഠിച്ച് ഇതിനു വേണ്ടിയാണെന്ന് ഷൂയിനും ജിയാനും കൂടെ എളുപ്പത്തിൽ പ്രോഗ്രാം ചെയ്ത് തീർക്കുമ്പോഴാണ് കുറെ സമയമായിട്ട് ലീഷുൻ അവനെ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇത് കാണുന്ന ഷൂയിനാണ് ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെ ഇത്ര ലേറ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന്. അവൻ പോയതിനു ശേഷം അവന്റെ കോഡിംഗ് ഒക്കെ ഇവളുടെ ബുക്കിനകത്ത് നോട്ട് ചെയ്ത് വെക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനും ചിരി വരുന്നത്. അങ്ങനെ അവൻ ചെയ്ത പ്രോഗ്രാം ഇവൾ അതിനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്ന ഇവർ ചെയ്യുന്ന പോലെ സിമ്പിൾ ആയിട്ടല്ല അവൻ ഹാർട്ട് ക്രിയേറ്റ് ചെയ്ത അത് കുറെ ക്രിയേറ്റിവിറ്റി ആയിട്ടാ അവൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അവൻ ഇത്ര സമയം എടുത്ത്. അങ്ങനെ ഈ കാര്യം ഇവളും ജിയാങ്ങിനെ വിളിച്ച് പറയുമ്പം ഇവർ രണ്ടുപേരും അവസാനം സമ്മതിക്കും ഇവരെക്കാളും ഒരു സ്റ്റെപ്പ് മുമ്പിൽ അവനുള്ളതെന്ന്. പക്ഷെ എന്നിരുന്നാലും ഇനിയും ഡാൻസും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം ആ പരീക്ഷ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഷൂയിന് ലീഷും വരാൻ വേണ്ടി കുറെ സമയം വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. പക്ഷെ അവനാണ് അവസാനം വരെ പങ്കെടുക്കത്തില്ല. അതുകൊണ്ട് ഇവളും ഒരു വശം പേടിച്ചു പോയിക്കാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പം അതേസമയം ലീഷുവിന് താമസിച്ച് വന്നിട്ട് ഇവന്റെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ കൊടുത്ത് അവൻ ഈ ഡാൻസിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ള ഒരു റീസൺ പറയും. അതുകൊണ്ട് ഇവൻ ഈ പരീക്ഷ ചെയ്തെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞേക്കുമ്പം ഷൂയിനാണ് പുറകെ എന്നിട്ട് ഇവൻ ഡാൻസ് കളിക്കാൻ പേടിച്ചിട്ടാണോ എക്സാം അറ്റൻഡ് ചെയ്യാൻ വരാത്തേം ചോദിക്കും. അപ്പോഴാണ് അവനും ഇവളറിയാത്ത കുറെ കാര്യങ്ങൾ അവന്റെ ലൈഫിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവസാനം അവള് സമ്മതിക്കുന്ന ഇവരെക്കാളും കുറച്ച് കോഡിംഗ് നോളേജ് ലീഷനുണ്ടെന്ന്. പക്ഷെ എന്നിരുന്നാലും ഇവരും പരീക്ഷയ്ക്ക് ഫസ്റ്റ് വാങ്ങിച്ചോണ്ട് മത്സരിച്ച് തോറ്റിട്ടില്ലെന്ന് പറയും. പക്ഷെ ഇവര് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം ലീഷന്റെ ഗ്രൂപ്പിലുള്ള ബാക്കിയെല്ലാവരും ഡിസ്റ്റർബൻസ് ആവുന്ന അവരുടെ ഗ്രൂപ്പ് അങ്ങ് പിന്മാറും. അങ്ങനെ അതിനുശേഷം ജിയാനും ഇവന്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവാൻ വരുമ്പോഴാണ് അവനാണ് ഇപ്പോഴും ചേരാൻ പറ്റുമെന്ന് പറഞ്ഞ് ലീഷനോട് ചോദിച്ചു നോക്കും. അങ്ങനെ ഇവൻ എത്ര ഇറങ്ങിയെന്ന് ചോദിച്ചിട്ടും ലീഷൻ തിരിച്ച് മറുപടി ഒന്നും പറയാതെ സൈലന്റ് ആയിട്ടിരിക്കും. അതുകൊണ്ട് ഇത് അവനൊരു അപമാനമായിട്ട് അവൻ വിഷമിച്ച് അവിടെ നിന്ന് പോകുമ്പോഴാണ് പോകുമ്പേ ലീഷനും ഒരു പെൻഡ്രൈവ് എടുത്തിട്ട് ഈ പ്രോജക്റ്റ് ഇവന് വർക്ക് ചെയ്യാൻ വേണ്ടി പറയും. അതോടെ ജിയാനാണ് പക്ക ഹാപ്പിയായി. എങ്കിൽ പിന്നെ ഇവിടെ ഷൂയിനായിട്ട് അവൾ ഈ കാര്യം അറിഞ്ഞിട്ടും അവളുടെ ആറ്റിറ്റ്യൂഡ് വിട്ടിട്ട് അവന്റെ ഗ്രൂപ്പിലേക്ക് ചേരാൻ ഇവൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അടുത്ത ദിവസം ഇവൾ ചുമ്മാ പുറത്ത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവളാണ് പുറത്ത് വെച്ച് അവളുടെ കൂട്ടുകാരി റെൻഡിയെ മീറ്റ് ചെയ്യും. അങ്ങനെ അവളായിട്ട് സംസാരിക്കാൻ പോകുമ്പോഴാണ് അവളാണ് ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വരുന്ന ലീഷുവിനെ കൈ കാണിക്കും. അങ്ങനെ ഇവരെ കണ്ടിട്ട് അവളും ഒരേ ഇവർ കപ്പിൾസ് ആയിരിക്കും എന്ന് പറഞ്ഞ് അവൾ ഇവര് തെറ്റിയിരിക്കും. പക്ഷെ അവൾക്കൊരു വീട് നോക്കാൻ വേണ്ടിയാ ഇവനെ സഹായത്തിന് വിളിച്ചേക്കുന്നത്. ഇവൾക്ക് സത്യത്തിൽ ഒരു നല്ല ജോലിക്ക് പോകാൻ താല്പര്യമുണ്ട്. ലീഷുവിന്റെ സ്റ്റഡി ഗ്രൂപ്പിൽ ചേരുന്നതായിരിക്കും ഇവൾക്ക് നല്ലതെന്ന് പറയും. ഇത് കേട്ട് അവൾ കുറച്ച് അസൂയപ്പെട്ട് അവന്റെ ഗ്രൂപ്പിൽ ചേരാതെ ഇവൾക്ക് ഒറ്റയ്ക്ക് പഠിച്ചൊന്നും ജോലി കിട്ടത്തില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അദ്ദേഹവും അവന്റെ ക്യാരക്ടർ കുറച്ച് റൂഡാണെങ്കിലും അവന്റെ ഗ്രൂപ്പിൽ ചേർന്ന ഇവളുടെ നോളേജ് കൂടത്തേയുള്ളെന്ന് പറയും. അങ്ങനെ സാറ് പറഞ്ഞിട്ട് ഇവളും പുറത്തേക്ക് വരുമ്പോഴാണ് ലീഷുവാണ് ഇതെല്ലാം കേട്ടോണ്ടിരുന്നത്. അതുകൊണ്ട് അവനും സാറ് പറഞ്ഞ പോലെ അവന്റെ ഗ്രൂപ്പിൽ നിന്ന് ചേർന്നോളം ചോദിക്കുമ്പം ഇവളാണ് ഇവനായിട്ടും ചോദിക്കാൻ വേണ്ടി വെയിറ്റ് അതുകൊണ്ട് അവള് ഭയങ്കര സന്തോഷത്തി നീ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഗ്രൂപ്പിൽ വന്ന് അവളുടെ ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്ത് അടുത്ത ദിവസം രാവിലെ തന്നെ ക്ലാസ് റൂമിൽ ചെന്ന് വെയിറ്റ് ചെയ്യും. അങ്ങനെ ലീഷനാണ് ഇവളെ രാവിലെ 7 മണിക്ക് വരാൻ പറഞ്ഞാണ്. പക്ഷെ 7 മണി 8 മണിയായിട്ടും ഇതുവരെ ആരും തന്നെ എത്തി കാണത്തില്ല. അതുകൊണ്ട് അവൾ വീണ് ദേഷ്യത്തിൽ അടുത്തേക്ക് വന്നിട്ട് ഇവൻ വിളിച്ചോണ്ട് മാത്രം അവൾ ഈ ഗ്രൂപ്പിലേക്ക് വന്നേന്ന് പറയും. അതുകൊണ്ട് മര്യാദയ്ക്ക് ജോലി അറിഞ്ഞെന്ന് ഇവളും ഗമയൊക്കെ ഇട്ട് സംസാരിക്കുമ്പം അവനാണ് എല്ലാവരുടെ ഫ്രണ്ടിലേക്ക് വിളിച്ച് ഇവളെ അങ്ങ് നാണം കെടുത്തിടും. ഇപ്പൊ ഇവരുടെ ഗ്രൂപ്പിൽ ഒരു പ്രിൻസസ് ജോയിൻ ആയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് എല്ലാവർക്കും
പ്രിൻസസ് വന്നുകൊണ്ട് ഒരു പാർട്ടി തരാന്ന് ഇവരെയൊക്കെ വൈകിട്ട് ഒരു സ്ഥലത്തേക്ക് വിളിച്ചോണ്ട് വന്ന് അവന്റെ ചില ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതിനുമ്പേ അങ്ങ് ആറ്റിറ്റ്യൂഡ് ഇട്ടോന്ന് പറഞ്ഞ് അവൾക്കൊരു പെൻഡ്രൈവ് എടുത്തിട്ട് ഇതിലുള്ള കോഡിംഗ് ഒക്കെ അവളെ പഠിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇവൾക്കും കാര്യമെല്ലാം പിടിയിടുന്ന സത്യത്തിൽ നിന്ന് രാവിലെ തൊട്ട് അവൻ ഇവൾക്ക് നോട്ട്സ് തരാൻ വേണ്ടിയാ ഒന്നും മിണ്ടായിരുന്ന. അങ്ങനെ രാവിലെ തൊട്ട് അവൻ ലാപ്ടോപ്പ് കുത്തിക്കൊണ്ടിരുന്നത് ഇവൾക്ക് നോട്ട്സ് തരാൻ വേണ്ടിയാ. അതോടെ അവള് ഭയങ്കര സന്തോഷത്തിലാകും. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഇവന് നേരത്തെ വരാൻ പറഞ്ഞോണ്ട് ഈ തവണ കള്ളം പറയാന്ന് പറഞ്ഞ് അവളും കറക്റ്റ് അവിടെ ചെന്ന് നോക്കും. അപ്പോഴാണ് ഇന്നലെ രാത്രി ഫുള്ളും അവൻ അവിടെ തന്നെ വർക്ക് ചെയ്ത് കിടന്നുറയും കാണും. അങ്ങനെ ഇത് കണ്ട് അവൾ അടുത്ത് ചെന്ന് അവൻ പതി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്ത് നിന്ന് കെയറിംഗ് കാണിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവനാണ് പെട്ടെന്നുണരും. അതിനുശേഷം അവനും ഇവൾക്കൊരു പ്രോജക്റ്റ് തരാൻ പോകുന്ന പറയുമ്പം അവള് ഭയങ്കര സന്തോഷത്തി എങ്കിൽ പിന്നെ ആ പ്രോജക്റ്റ് ചെയ്ത പൈസ കിട്ടുകയും ചെയ്യും. ഇത് കേട്ട് അവനാണ് ഷോക്കായിട്ട് അപ്പൊ പൈസക്ക് വേണ്ടിയാണ് ഈ ഗ്രൂപ്പിന് ചേർന്നതെന്ന് അവൻ അവളെ കളിയാക്കാൻ തുടങ്ങും. അപ്പോഴാണ് അവളും മറ്റേ പെമ്പിള്ളേരുമാണ് ഇവനെ കാണാൻ വേണ്ടി ഒന്നാണ്, പക്ഷെ അവള് പൈസക്ക് വേണ്ടി ഒന്നെന്ന് പറഞ്ഞിട്ട് ഇവനായിട്ട് തർക്കിച്ചോണ്ടിരിക്കും. ഇതോടെ അവനും പതി അവളുടെ അടുത്തേക്ക് വന്ന് നീ പറഞ്ഞിപ്പോ ഒന്നും കൂടെ പറഞ്ഞെന്ന് പറഞ്ഞ് അവൻ അവളെ പേടിപ്പിച്ചോണ്ടിരിക്കും. ഇതേ സമയം ബാക്കി എല്ലാവരും കൂടെ അവിടേക്ക് എത്തുമ്പോഴാണ് ഈ ശബ്ദം കേട്ട് അവളാണ് പേടിച്ചിട്ട് എല്ലാരും വരുന്നുണ്ട് ഇവനെ മാറിയിക്കാൻ പറയും. പക്ഷെ അവനാണ് എല്ലാരും വന്ന് കാണട്ടെ എന്ന് അവളെ മനഃപൂർവ്വം വെറുപ്പിച്ചോണ്ടിരിക്കും. അങ്ങനെ വരുന്ന എല്ലാവരും ഇവർ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ മിക്കുള്ളവർ ലവ് ആണെന്നങ്ങ് വിചാരിക്കും. അതുകൊണ്ട് ഷൂവിന്റെ കൂട്ടുകാരിക്കാണ് അവളോട് ഇപ്പൊ ഭയങ്കര ദേഷ്യമായി. അങ്ങനെ അതി കുറച്ച് തീയിടുന്ന പോലെ ഇപ്പൊ എല്ലാവരും ഫ്രണ്ട് വെച്ച് ലീഷുൻ ഒരു ഫേമസ് ആയ പ്രോജക്റ്റ് ജിയാങ്ങിന് ഷൂവിന്റെ കൊടുക്കും. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ ഷൂവിന് ഒരു വലിയ പ്രോജക്റ്റ് കിട്ടിയെന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാരിക്ക് വീണ്ടും നല്ല അസൂയാകും. അതുകൊണ്ട് അടുത്ത ദിവസം തൊട്ട് എന്നും ഷൂവിനെ വിളിച്ചോണ്ട് ക്ലാസ്സിലേക്ക് പോകുന്ന അവള് ഇന്ന് അവളെ വിളിച്ചുണർത്തി പോലും കാണത്തില്ല. അതുകൊണ്ട് ഇവൾക്കത് മനസ്സിലായിട്ട് അവളുടെ കൂട്ടുകാരെ എടുത്തിരിച്ച് സംസാരിക്കാൻ വേണ്ടി ലീഷിന്റെ അടുത്ത് കുറച്ച് ഗ്യാപ്പ് ഇടുമ്പം അവനാണ് ഇവളെന്തിനെ മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞ് വീണ്ടും അവളുടെ അടുത്തേക്ക് വന്ന് തന്നെ ഇവൻ അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് കാണുന്ന അവൾക്കാണ് ഭയങ്കര ജലസാകും. അതുകൊണ്ട് ഇന്ന് രാത്രി ഹോസ്റ്റലിൽ ചെന്നിട്ട് അവളുടെ കൂട്ടുകാരെ സമാനപ്പെടുത്താൻ വിചാരിക്കുമ്പം ലീഷനാണ് അവൾ പോകാൻ സമ്മതിക്കാതെ ഇവിടെ കുറെ പിള്ളേര് ഹോസ്റ്റലിൽ പോയി തന്നെ ദിവസങ്ങളായെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ഫുള്ളും ഇവൾ ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പറയും. അതുകൊണ്ട് അന്നത്തെ ദിവസം ഫുള്ളും അവൾ ഇവിടെ നിന്ന് വർക്ക് ചെയ്തിട്ട് ആ ടേബിളിൽ തന്നെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവളെ ഡിസ്റ്റർബ് ചെയ്യാതെ അവനെ എഴുന്നിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് സ്റ്റുഡൻസ് എല്ലാം അപ്പോഴേക്കും അവിടേക്ക് വന്നെത്തും. അങ്ങനെ ലീഷിന് വായി നോക്കാൻ വേണ്ടി പെമ്പിള്ളേർ ഒരു കൊച്ച് അവന് കുടിക്കാൻ വേണ്ടി കോഫി കൊണ്ടുവരുമ്പം അവൾ അറിയാതെ അവന്റെ ലാപ്ടോപ്പിനകത്ത് അങ്ങ് തട്ടിയിടും. ഇതോടെ അവനാണ് ഭയങ്കര ദേഷ്യത്തി ഇവളോട് ഇപ്പൊ ആരോ കോഫി കഴിച്ചെന്ന് പറഞ്ഞ് അവൻ മൊത്തത്തിൽ അങ്ങ് വെറുപ്പിലാകും. കാരണം ഉള്ള പ്രോജക്റ്റിൽ അവന്റെ ലാപ്ടോപ്പിനകത്തുള്ള. പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അവനെ തൊട്ട് ഇഷ്ടപ്പെട്ടില്ല. അതേസമയം തന്നെ അവളുടെ കൂട്ടുകാരുടെ പ്രോജക്റ്റ് കണ്ടിട്ട് ഇത് ഫുള്ള് മിസ്റ്റേക്കാന്ന് പറഞ്ഞ് അവൾ വീണ്ടും ചെയ്യാൻ പറയും. അങ്ങനെ അതവൻ കുറച്ച് ടെൻഷനിൽ പറയുമ്പം ഇവളാണ് അത് പതിയെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്ന അവനോട് കുറച്ച് വെറുപ്പി പറയും. ഇത് കേട്ട് അവനാണ് ഭയങ്കര ദേഷ്യത്തി നിങ്ങൾ ഞാൻ പറയുന്നതന്നെ ഇങ്ങനെ സഹിക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അവർ പറയുന്നത് എങ്ങനെയൊക്കെ അവരെല്ലാരും വഴക്കുറയും. ഇവരെ കൊണ്ട് ഈ പ്രഷർ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അവരിപ്പം തന്നെ ഇവിടെ നിന്ന് പോവാന്ന്. അതുകൊണ്ട് അവളുടെ കൂട്ടുകാരും ഭയങ്കര ദേഷ്യത്തി അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പം ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് ഷൂവിന് ലീഷിന് വഴക്കുറഞ്ഞിട്ട് അവളുടെ കൂട്ടുകാരോട് പുറകെ ചെല്ലും. അങ്ങനെ അവളെ സമാനപ്പെടുത്താൻ നോക്കുമ്പം അവളുടെ കൂട്ടുകാർ ഭയങ്കര ദേഷ്യത്തി ഇവളന്ന് പ്രോജക്റ്റ് ഹെൽപ്പ് ചെയ്തേക്ക് അപ്പൊ ലീഷിന്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി നടത്തിയ നാടകമാണെന്ന് ചോദിക്കും. അങ്ങനെ ഇവർ തമ്മിൽ പ്രേമിക്കുന്നുണ്ടല്ലേ അവൻ ആദ്യത്തെ ദിവസം തന്നെ അത്രയും വലിയ പ്രോജക്റ്റ് ഇവൾക്ക് കൊടുത്തേന്ന് ഇവൾ അസൂയി കുറെ സംസാരിക്കുമ്പം ഷൂവിനാണ് വിഷം വന്നിട്ട് നീ എന്നെ കുറിച്ച് ഇത്രയും മനസ്സിലാക്കിയുള്ളെന്ന് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങും. അപ്പിനാണ് അവളുടെ കൂട്ടുകാരി പറഞ്ഞിട്ട് ഞാൻ അസൂയിക്കാരൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയതാന്ന് അവൾ കുറ്റം സമ്മതിക്കും. പക്ഷെ ഇത് കേട്ട് ഷൂവിൻ ഒരു കൂട്ടുകാരായിട്ട് എന്നോട് ഇതിന് അസൂയ വന്നേന്ന് അവളോട് തിരിച്ച് ചോദിക്കുമ്പോഴാണ് അവളാണ് പ്രശ്നമെല്ലാം മറന്നിട്ട് ഇനി ആ ലീഷും കാരണം നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകണ്ടെന്ന് വേണേ ലീഷിനെ ഷൂയിൻ തന്നെ സെറ്റാക്കാൻ പറയും. പക്ഷെ ഇത് കേട്ട് അവൾ പൂച്ചിച്ച് ആ പ്രാന്തിന്റെ പുറം ഞാൻ എന്തിനാ പോന്നേന്ന് ഇവരുടെ പഴയതിലങ്ങ് ഫ്രണ്ട്സ് ആവും. അതിനുശേഷം അടുത്ത ദിവസം ലീഷും ഷൂയിനും ചെയ്യാനും കൊടുത്ത പ്രോജക്റ്റ് നാളെ സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം. അങ്ങനെ നാളെ നടക്കാൻ പോകുന്ന സെമിനാറിൽ ഇവർ സെലക്ട് ആകുമോ ഇല്ലെന്ന് ഷൂയിനും ജിയാനും കൂടെ കുറച്ച് ടെൻഷനോടെ ഈ വെബ്സൈറ്റ് തന്നെ മതിയെന്ന് പറഞ്ഞ് ലീഷിനോട് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനത് കണ്ടിട്ട് ഇതൊന്നും തെറ്റില്ലെന്ന് പറഞ്ഞ് അവർക്ക് ഓക്കെ അറിയും. പക്ഷെ ഇത് കേട്ട് അവരുണ്ടെങ്കിൽ ഷോക്കാകും. ഇതുവരെ കുറ്റം കണ്ടുപിടിച്ചോണ്ടിരുന്ന അവൻ ഇത്രയും എളുപ്പത്തിൽ അങ്ങനെ ഓക്കെ പറഞ്ഞെന്ന്. അതിനുശേഷം അടുത്ത ദിവസം ഇവർ ആ സെമിനാറിന് വേണ്ടി പോകുമ്പോഴാണ് കുറെ സമയമായിട്ട് ലീഷിനാണ് വരത്തില്ല. അങ്ങനെ ഇവർ ഫോം വിളിച്ചു നോക്കിയിട്ട് എടുക്കാത്തോണ്ട് ഇനിയിപ്പോൾ അവൻ വരാത്തന്നെ ഇവർ പോവാന്നങ്ങ് ഡിസൈഡ് ചെയ്യും. അതിനുശേഷം ഷൂയിനും ജിയാനും കൂടെ അതിൽ ചെന്ന് പങ്കെടുക്കുമ്പോഴാണ് അവിടെ കുറെ ബിസിനസ്സുകാരൊക്കെ ഇവരെ പോലെ പ്രോജക്റ്റ് ചെയ്ത ആ വെബ്സൈറ്റ് ഒക്കെ എടുത്ത് കാണിക്കും. അങ്ങനെ മെഡിക്കൽ ഫീൽഡിനെ ബേസ് ചെയ്താണ് ഇവർ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാം പ്രൊഫഷണൽ ആയിട്ടിരിക്കുമ്പോഴാണ് ജിയാങ്ങിനും ഷൂയിനും കുറച്ച് ടെൻഷനായിട്ടിരിക്കും. അപ്പോഴായിരിക്കും ഇവർ റെഡിയാക്കി അതേ വെബ്സൈറ്റ് പോലെ വേറൊരു വ്യക്തിയും ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഇവരിത് കാണിച്ചെങ്കിൽ മിക്കവാറും കോപ്പിയാന്ന് പറഞ്ഞ് പുറത്താക്കുമെന്ന് ഇവരാകെ മൊത്തം ടെൻഷനായിരിക്കും. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജിയാങ് ആണ് തൽക്കാലം വല്ല
ഡിസൈനൊക്കെ മാറ്റാന്ന് പറഞ്ഞ് അവൻ ഇടയ്ക്ക് കോഡിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. പക്ഷെ അത് മൊത്തത്തിൽ എററായി അവന്മാരുടെ വെബ്സൈറ്റ് മൊത്തത്തിൽ കൊളാവും. അതിനുശേഷം അവസാനമായിട്ട് ഇവന്റെ വെബ്സൈറ്റ് കാണിക്കാൻ വേണ്ടി വിളിക്കുമ്പം ജിയാന് ടെൻഷനായിട്ട് തൽക്കാലത്തേക്ക് അവ ഹാൻഡിൽ ചെയ്തോളാന്ന് പറഞ്ഞ് ഷൂയിൻ അവിടെ ഇരുത്തിയിട്ട് ആ ഫ്രണ്ടിൽ വെച്ച് ഒറ്റയ്ക്ക് പ്രസന്റ് ചെയ്യും. അങ്ങനെ ആദ്യമായിട്ട് അവൻ സ്പീച്ച് കൊടുക്കുന്നുണ്ട്. അവനും കുറച്ച് ടെൻഷനിലുള്ള. അതേസമയം ഇവരുടെ വെബ്സൈറ്റ് ഇപ്പൊ എറർ ഉള്ളതുകൊണ്ട് അവിടെ വന്നേക്കുന്ന ബിസിനസ്സുകാരൊക്കെ ഇവനെ വഴക്കുറയും. കോളേജിൽ പഠിക്കുന്ന പയ്യനാണെങ്കിലും ഇമാതിരി ക്വാളിറ്റി ഇല്ലാത്ത വെബ്സൈറ്റ് പണിഞ്ഞിട്ടാണോ ഇവിടേക്കൊന്ന് ഇവരൊക്കെ സമയം കളയുന്നതെന്ന് അവൻ അപ്പം തന്നെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ വേണ്ടി നോക്കും. അങ്ങനെ ഇവന് ടെൻഷൻ എന്തോ പറയുന്ന അറിയാതിരിക്കുമ്പം കറക്റ്റ് അതേസമയം ലീഷനാണ് അവിടേക്ക് വന്നിട്ട് ഇവരുടെ പ്രോജക്റ്റ് മാറിപ്പോയെന്ന് പറഞ്ഞ് അവനാണ് വേറൊരു വെബ്സൈറ്റ് എടുത്ത് കാണിക്കും. കാരണം ഇവരെ പറഞ്ഞു വെച്ചിട്ട് അവ ഇന്നലെ രാത്രി തൊട്ട് ഒരു പുതിയ വെബ്സൈറ്റ് പണിഞ്ഞുകൊണ്ടിരുന്ന. അങ്ങനെ അതിപ്പോൾ ഇവരുടെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്യുമ്പം വന്നേക്കുന്ന എല്ലാവരും ഈ വെബ്സൈറ്റ് കണ്ടങ്ങ് ഷോക്കാവും. ഇത് പക്ക പ്രൊഫഷണലാന്ന്. അങ്ങനെ അവസാനം ഇവരുടെ പ്രോജക്റ്റ് സക്സസ് ആയി അവരെ പറഞ്ഞയക്കുമ്പോഴാണ് ഷൂയിനാണ് അവസാന സമയം ലീഷൻ വന്ന് രക്ഷിച്ചെന്ന് പറഞ്ഞ് അവൾ ഹാപ്പി ആയിട്ടിരിക്കും. പക്ഷെ അതേസമയം ജിയാങ് ആണ് കട്ട ദേശെത്തി ഇവൻ വേറെ വെബ്സൈറ്റ് പണിയാണ് എന്തിനാ ഇത്രയും ദിവസം ഇവരോടത് പറയാതെ ഇവരെ വെറുതെ പണി വാങ്ങിച്ചെന്ന് ചോദിക്കും. പക്ഷെ ഇവൻ ചോദിക്കാനുള്ള മറുപടി ഒന്നും ലീഷന്റെ അടുത്ത് കിട്ടത്തില്ല. അങ്ങനെ അവൻ ഇപ്പൊ ഈ ഡിസൈനായിട്ട് വന്നില്ല ഇവര് മൊത്തം നാണം കെട്ട് പോയി കാണുന്ന അറിയുമ്പം ജിയാങ്ങിന് അവനോടുള്ള വെറുപ്പ് കൂടത്തേ ഉള്ളു. അങ്ങനെ ഇവരുടെ പ്രോജക്റ്റ് സക്സസ് ആയ കാര്യം ക്ലാസ്സിലുള്ള എല്ലാവരും അറിഞ്ഞ ഉടനെ അവർ ഭയങ്കര ഹാപ്പിയാകും. കാരണം ഇത് കാരണം അവർക്ക് കുറെ പ്രോഫിറ്റ് കിട്ടും. ഇതേ സമയം തന്നെ അവിടേക്ക് വരുന്ന ജിയാങ്ങും ഈ സന്തോഷമായിട്ടുള്ള കാര്യം മാത്രം പറയാതെ ഇന്നലെ ഇവ എല്ലാവരുടെ ഫ്രണ്ടിച്ച് നാണം കെട്ടിയ കാര്യം കൂടെ പറയാൻ പറയും. അങ്ങനെ ഇവൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാര്യം കണ്ട് ഷൂയിൻ ലീഷനോട് ചെന്ന് പറയും ഇങ്ങനെ പ്രശ്നം വരും അറിഞ്ഞിട്ട് അവസാന നിമിഷം ഇവൻ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് അവൾക്കറിയാന്ന്. അവിടെ ഈ കാര്യം എന്തിനാ ജിയാങ്ങിനോട് പറയാത്തതെന്ന് ഇവളും ചോദിക്കുമ്പോഴാണ് അവനാണ് ജിയാങ്ങിന്റെ മനസ്സ് പെട്ടെന്ന് തന്നെ മാറുന്നറിഞ്ഞിട്ട് അപ്പൊ തന്നെ അവനെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ ഇവർ തമ്മിൽ ഡീൽ ചെയ്യുമ്പോഴാണ് ജിയാനും ഭയങ്കര സന്തോഷത്തോടെ ഇവന്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഇത് കാണുന്ന ഷൂയിനാണ് ഷോക്കായിട്ട് അത്രയും പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ സമാധാനമെന്ന് അവൾ ജിയാങ്ങായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇവരുടെ പ്രശ്നമൊക്കെ ഇവിടെ സോൾവ് ആയാലും ഇവർക്ക് ഒരു 8ന്റെ പണി കിട്ടുന്ന പോലെ ഇവരുടെ കോളേജിൽ പഠിച്ച ഒരു സീനിയറും ഇവർ ചെയ്തു വെച്ചേക്കുന്ന പ്രോജക്റ്റ് ഓസിന് പേരെടുക്കാൻ വേണ്ടി വരും. കാരണം അവർക്ക് ഈ കോളേജിന്റെ പ്രൊഫസറായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ലീഷും സക്സസ് ആക്കി വെച്ചേക്കുന്ന പ്രോജക്റ്റ് എളുപ്പത്തിൽ തന്നെ അവരുടെ പേരിലേക്ക് അങ്ങ് മാറ്റും. എന്നിട്ട് അവരുടെ കീഴില ഇനി ഇവരൊക്കെ വർക്ക് ചെയ്യേണ്ടെന്ന് പറയുമ്പം ലീഷനാണ് ഇത് കേട്ടിട്ട് തിരിച്ചൊന്നും മറുപടി അറിയത്തില്ല. അതേസമയം ഷൂയിനാണ് ഷോക്കായി അവനോടൊന്ന് ദേഷ്യത്തിൽ പറയും ഇവൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത വർക്കൊക്കെ അവർക്ക് ഇങ്ങനെ എളുപ്പത്തിൽ കൊടുക്കാൻ പോവാണെന്ന്. അങ്ങനെ ഇവൻ എന്താ പ്രതികരിക്കാത്തെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പം പ്രതികരിച്ചിട്ടും കാര്യമില്ലെന്ന് അവൻ പറയും. അതിനുശേഷം അവനും ഇപ്പൊ ഇവന് വേണ്ടിയാണ് ഫീൽ ചെയ്ത് സംസാരിക്കുന്നത് അല്ലേ പ്രോജക്റ്റ് കിട്ടാമെന്ന പൈസയെ കുറിച്ചാണെന്ന് അവളോട് തിരിച്ചു ചോദിക്കുമ്പം അവൾ ഈ പ്രോജക്റ്റിന് വേണ്ടി കുറെ എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് അവളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇത് കേട്ട് അവനാണ് ഇവൾക്ക് ഇതുതന്നെ സഹിക്കാൻ വൈകി ഇനി ഇവര് പഠിച്ചറിഞ്ഞ ശേഷം ഇതേപോലെ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്ന പറയും. അങ്ങനെ ഓരോ കാര്യത്തിന് ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ പറ്റത്തില്ലെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് അവളാണ് ഇത് കേട്ട് ഷോക്കായി ഇവൻ വേണം അങ്ങനെ ചിന്തിക്കാൻ പക്ഷെ അവളെ കൊണ്ട് അങ്ങനെ പറ്റത്തില്ലെന്ന് അവൾക്ക് ഈ കാര്യത്തിൽ ഭയങ്കര സങ്കടമായിരിക്കും. അതുകൊണ്ട് അവളും ഭയങ്കര ദേഷ്യത്തി ഇനി തൊട്ട് ആ ലേഡിയുടെ പുറകെ ഒന്നും ഇവൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതിനുശേഷം ഇവൾ ചെയ്യുന്ന ഡിസൈനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ആ ലേഡിയുടെ താഴെ വർക്ക് ചെയ്യുന്ന ഒരു സീനിയർ പയ്യനും വരും. അങ്ങനെ അവനും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാതെ ഇവൾ ചെയ്യുന്ന ഡിസൈനാ ചോദിക്കുന്നത്. ഇതോടെ അവൾ ഭയങ്കര ദേഷ്യത്തി ഇവര് കഷ്ടപ്പെട്ട പ്രോജക്റ്റ് അത്ര എളുപ്പത്തിലൊന്നും അവൾ ഫ്രീ ആയിട്ട് നൽകത്തില്ലെന്ന് പറയും. പക്ഷെ അവനാണ് ഇത് അവനായിട്ട് ചെയ്യല്ല ആ ലേഡി പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയും. കാരണം ഇവർക്കൊക്കെ ഒരു നല്ല ജോലി വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ അവൾ ഈ ജോലിയൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതിനുശേഷം ഷൂയിനും തിരിച്ച് ലീഷിനെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അവനാണ് ഇപ്പൊ ദേഷ്യമെല്ലാം പോയെന്ന് പറഞ്ഞ് ഇവൾ നിർത്തിവെച്ച വെബ് ഡിസൈൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവൾ അറിയുന്ന ഇവൾ അന്ന് നിർത്തിയതോടെ ഇവളുടെ ജോലി വേറെ ആർക്കും കൊടുത്തിട്ടില്ലെന്ന്. അതുകൊണ്ട് ഇവന് വേണ്ടിയെങ്കിലും വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തുടങ്ങും. പക്ഷെ ഇതേ സമയം ഇവളെ വെബ്സൈറ്റൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് മറ്റേ ലേഡി അത് കണ്ടിട്ട് ഇതൊന്നും പോരെന്നറിഞ്ഞ് അവൾ വീണ്ടും പുതിയതായിട്ട് ചെയ്യാൻ പറയും. അതുകൊണ്ട് അവൾ ഫോൺ മ്യൂട്ട് ഇട്ടിട്ട് അവരെ വഴക്കുറഞ്ഞോണ്ടിരിക്കും. വായും കൊണ്ട് ആർക്ക് വേണമെങ്കിലും ചിലക്കാം പക്ഷെ ഒറ്റ സെക്കൻഡ് കൊണ്ട് വീണ്ടും ചെയ്യാൻ ഇവൾക്കെന്താ വട്ടാണെന്ന്. അപ്പിനാണ് ലീഷും പെട്ടെന്ന് ഫോം വാങ്ങിച്ചിട്ട് ഇവർ സബ്മിറ്റ് ചെയ്യേണ്ട ഈ പ്രോജക്റ്റ് നാളെയാന്ന് പറയും. അതുകൊണ്ട് ഇനി വെബ് ഡിസൈൻ മാറ്റാൻ സമയമില്ലെന്ന് പറഞ്ഞ് അവർ ഷൂയിനോട് ഈ ഡിസൈൻ തന്നെ മതിയെന്ന് അവസാനം അവളെ അങ്ങ് വെറുതെ ഇടും. അങ്ങനെ ഷൂയിൻ അവരോട് വർക്ക് ചെയ്താലും ഇവർ കഷ്ടപ്പെടുന്ന പ്രോജക്റ്റിന്റെ പേര് ആ ലേഡിക്ക് പോകുന്നുണ്ട്. അവൾക്ക് കുറച്ച് വിഷമം കാണും. പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ലീഷനും ജിയാനും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവൾക്ക് ചെറിയ സംശയം വരും ഇനി ഇവൾ അറിയാത്തെല്ലാം പ്ലാൻ അവന്മാർ ചെയ്തിട്ടുണ്ടോന്ന്. അങ്ങനെ അവസാനം അടുത്ത ദിവസം ഇവർ ആ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ ലേഡിയുടെ കൂടെ വർക്ക് ചെയ്ത സീനിയറും ഇവരുടെ കൂടെ ഡ്രിങ്ക് ചെയ്ത് വിഷമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അവന് ജോലി കിട്ടാൻ വേണ്ടിയാ അവൾ പറഞ്ഞ പോലെ കേട്ട് ഇവരുടെ പ്രോജക്റ്റിന്റെ പേര് അവളുടെ പേരിലാക്കിയെന്ന്. അങ്ങനെ ഈ വിഷമങ്ങളൊക്കെ ഇവനും പറയുമ്പം ഇത് കേട്ട് ബാക്കി എല്ലാവരും കൂടെ ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഇവിടെ മൊത്തത്തിൽ അപ്സെറ്റ് ആയിരിക്കും. അങ്ങനെ പ്രോജക്റ്റും കൈവിട്ട് പോയതോടെ ഇവെല്ലാം മൊത്തത്തിൽ ഫിറ്റായി പുറത്തേക്ക് പോകുമ്പം ഷൂയിനാണ് അവളിപ്പോൾ എവിടാന്നുള്ള ബോധം പോലും ഇല്ലാതെ അവൾ ഓരോന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പനാണ് ഇത് കണ്ട് അവളുടെ കൂട്ടുകാർ
റെൻഡിയും ഇവളിനി ഹോസ്റ്റലാക്കുന്ന ഡേഞ്ചറാന്ന് പറഞ്ഞ് ലീഷുവിനെ സഹായത്തിന് വിളിച്ചോണ്ട് അവളുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഇവള് താമസിക്കുന്ന പൈസ എല്ലാം കൊടുക്കുന്ന ലീഷുന. അതുകൊണ്ട് അവൻ അവിടെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള റൂമാണ്. അങ്ങനെ കൂട്ടായി റെൻഡിയും ഷൂയിന് റൂമിലാക്കിയിട്ട് അവള് പുറത്തേക്ക് പോകുമ്പോഴാണ് ഇതേ സമയം രാത്രി വാഷ്റൂമിൽ പോയി ഇറങ്ങി അവള് പെട്ടെന്ന് റൂം മാറിപ്പോയി ലീഷുവിന്റെ ബെഡ്റൂമിൽ നിന്ന് കിടക്കും. ഇതേ സമയം അവനാണെ കുളിച്ചിട്ട് ഇപ്പോഴാ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഇവളെ കണ്ട് അവൻ മതീഷൊക്കെയായി ഇവളെന്തിനാ ഇപ്പൊ അവന്റെ റൂമിൽ വന്നെന്ന് പറഞ്ഞ് അവളെ പുറത്താക്കാൻ വേണ്ടി നോക്കും. പക്ഷെ അതേസമയം അവള് പെട്ടെന്ന് ഇവന്റെ ഇത് ഛർദ്ദിക്കാൻ പോകുമ്പോൾ അവൻ അപ്പം തന്നെ അവളും വിളിച്ചോണ്ട് റെസ്റ്റ് റൂമിലേക്ക് അങ്ങ് പോകും. അതിനുശേഷമായിരിക്കും അവൾക്ക് ബോധം വന്നിട്ട് ഇവളിപ്പോ എവിടാന്ന് പറഞ്ഞൊക്കെ ചോദിക്കും. എന്നിട്ട് അവന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇത് റെൻഡിയുടെ വീടാന്ന് പറഞ്ഞ് അവൻ ലാപ്ടോപ്പിൽ നിന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പം ഇത് കണ്ട് അവളാണ് ഈ രാത്രി സമയത്ത് ഇവനെന്തോ ലാപ്ടോപ്പ് കുത്തുന്ന പറഞ്ഞ് അവൾ അടുത്തേക്ക് ചെന്ന് എത്തി നോക്കും. അപ്പോഴായിരിക്കും അവൾക്ക് കാര്യം പിടി കിട്ടുന്ന ഇവർ സബ്മിറ്റ് ചെയ്ത പ്രോജക്റ്റ് ഇവ വീണ്ടും എടുത്ത് ചെയ്തോണ്ടിരിക്കുവാന്ന്. ഇത് കണ്ട് അവൾക്കൊന്നും മനസ്സിലാവാതെ പ്രോജക്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെന്തിനെ വീണ്ടും വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവൾ കണ്ട സ്ഥിതിക്ക് അവന് സത്യം പറയും ഇവരാ ലേഡിക്ക് ഒരു ഒന്നിനും കൊള്ളാത്ത പ്രോജക്റ്റാ കൊടുത്തതെന്ന്. അങ്ങനെ ഇവര് കഷ്ടപ്പെട്ട് ചെയ്യുന്ന അവൾ അങ്ങനെ എളുപ്പത്തിൽ എടുത്തോണ്ടോ എന്ന് തീരുമാനിച്ച ലീഷുൻ അവൻ ചെയ്യുന്ന പ്രോജക്റ്റ് വേറെ ആർക്കെങ്കിലും വിറ്റ് ഇവര് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചാണ്. അങ്ങനെ അതിനു വേണ്ടിയാ അവനും ജിയാങ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ സത്യം ഇവളിപ്പോ അറിയുമ്പം ഈ കാര്യം എന്താ അവളോട് പറയാത്തെന്ന് പറഞ്ഞ് അവള് പെടും ദേഷ്യത്തിലാണ്. ഇത് കണ്ട് അവനും ഇനി ആ ലേഡി എന്തായാലും ഈ സത്യം അറിയുമ്പം പിന്നെ ഇവൾക്കും കൂടെ ആ വഴക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞ അവൻ ഇവളോട് പറയാത്തേന്ന് അറിയും. അങ്ങനെ ഇവന്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ അവളും പെട്ടെന്ന് ഉറങ്ങി അവന്റെ ദേഹത്ത് തന്നെ ചാഞ്ഞു വീഴും. അങ്ങനെ ഇവർ തമ്മിലുള്ള റിലേഷൻ കുറച്ചായിട്ട് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. അതിനുശേഷം അടുത്ത ദിവസം ലീഷുനും ഷൂയിനും ജിയാനും കൂടെ പുറത്തേക്ക് സംസാരിക്കാൻ വേണ്ടി വിളിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരാണ് കഷ്ടപ്പെട്ട് അവിടുത്തെ ഒരു വലിയ മൗണ്ടനെ കയറി അവനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇത് കണ്ട് അവനാണ് കുറച്ച് പൈസ കൊടുത്താൽ കേബിളിൽ തന്നെ വരായിരുന്നു പറഞ്ഞ് ഇവരെ മൊത്തത്തെ അങ്ങ് ഡാമേജ് ചെയ്യും. അതിനുശേഷം ഇവരും എന്തിനാ ഇപ്പൊ ഇന്ന് പുറത്തേക്ക് വിളിച്ചെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോഴാണ് ഇന്നലെ ഷൂയും സത്യം മനസ്സിലാക്കിയതുകൊണ്ട് അവനിപ്പോ ജിയാങ്ങിനോട് ഇവരുടെ പ്ലാനൊക്കെ എടുത്തു പറയാൻ വേണ്ടി പറയും. അതിനുശേഷം ജിയാൻ അവളോട് എല്ലാ കാര്യം എടുത്തു പറയും. ഇവർ ആ ലേഡിക്ക് സപ്പോർട്ട് എന്നല്ല ചുമ്മാ ആക്ട് ചെയ്തിട്ട് ഇവരെ സെപ്പറേറ്റ് ഇവർ ചെയ്തേക്കുന്ന പ്രോജക്റ്റ് പുറത്ത് വിൽക്കാൻ പോവാന്ന്. എന്നാലും ഇവർക്ക് പൈസ കിട്ടത്തുള്ളെന്ന് അവന്മാർ രണ്ടുപേരും പറയുമ്പം ഇത് കേട്ട് അവളും മതീഷൊക്കെ ഈ കാര്യം ഇപ്പം മാത്രം തന്നെ ഇവളോട് പറയാൻ തോന്നിയെന്ന് അവൾ ലീഷുവിനോട് വയ്ക്കും. അപ്പനാണ് അവനും ഇവളോട് പറയാൻ കാരണം കുറച്ച് സഹായം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ അവളെയും കൂടെ ഹെൽപ്പിന് ചേർക്കും. പക്ഷെ അതേസമയം ഇവരിങ്ങനെ ചെയ്യുന്ന കാര്യം അറിഞ്ഞ മറ്റേ ലേഡിയാണ് ലീഷുവിനെ വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യും. ഇവളെ ചുമ്മാ ഹെൽപ്പ് ചെയ്യുന്ന പോലെ പറ്റിച്ചിട്ട് ഇവൻ വേറെ ആർക്ക് വിറ്റ് പൈസ ഉണ്ടാക്കാൻ നോക്കുവാണെന്ന്. അപ്പനാണ് അവൻ അവരോട് ഇത് ഇവർക്ക് തന്നെ വേണമെങ്കിൽ എങ്കിൽ പിന്നെ ഈ പ്രോജക്റ്റ് കിട്ടുന്ന പൈസ അവർക്ക് ഈക്വലായിട്ട് ഷെയർ ചെയ്യാൻ പറയും. കാരണം എല്ലാ പൈസയും കൂടെ ഈ ലേഡി മുക്കെടുക്കാനാണ് നോക്കുന്നത്. പിന്നെ ഇത്ര എഫോർട്ട് ഇട്ട് അവന്മാർക്ക് ഒരു തേങ്ങ പോലും കിട്ടത്തില്ല. അതുകൊണ്ട് അവൻ ആ ഡീൽ വയ്ക്കുമ്പം അവളാനെ പറ്റത്തില്ലെന്ന് പറയും. ഒരേശം ഇനി ഇവൻ ആ പ്രോജക്റ്റ് ഇവൾക്ക് തന്നില്ല. ഇവ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ കോളേജ് മൊത്തത്തിൽ പാട്ടാക്കെന്ന് പറയും. അങ്ങനെയാണ് ഇപ്പൊ ഇവനെ ടോപ്പറിന് വിളിച്ചുകൊണ്ട് നടക്കുന്നവന്മാരൊക്കെ അവസാനം ഇവനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന പറയുമ്പം ഇത് കേട്ട് അവനും അവ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഇവളോട് ദേഷ്യം സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവ രണ്ടിങ്ങനെ സംസാരിക്കുന്നതൊക്കെ അവിടുന്ന് ഷൂയിന് ഒളിഞ്ഞേക്കുന്നത്. അതിനുശേഷം അവളും ഇത് കാരണം ലീഷിന് ഒരു പ്രശ്നം വരില്ലെന്ന് പറഞ്ഞിട്ട് അവൾ റെന്റ് ഓടിച്ച് നീ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യും. ഇവൾക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല. പക്ഷെ ലീഷിന് ഒരിക്കലും ആരുടെ ഫ്രണ്ടിലും തോറ്റുപോലെന്ന്. കാരണം ഇവൾക്ക് ഇപ്പൊ അവനോട് ക്രഷ് ഉണ്ട്. അതുകൊണ്ട് ഇന്നലെ തന്നെ അവന്റെ ഒരു ഫോട്ടോ എടുത്ത് ഇവളുടെ പെർസിനകത്ത് സൂക്ഷിച്ച് വെച്ചേക്കുക. അങ്ങനെ ഇവളോട് സംസാരിച്ച് ഷൂയിനാണ് നേരെ മറ്റേവളെ കാണാൻ പോയിട്ട് ഇവളിനി ലീഷിനെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി അവളൊരു പ്ലാൻ ചെയ്യും. ലീഷുൻ ഇവരറിയാതെ സീക്രട്ട് ആയിട്ട് ചെയ്ത പ്രോജക്റ്റ് ഇവളും കൂടെ ചേർന്ന് ചെയ്തേന്ന്. അതുകൊണ്ട് അവനെ വെറുതെ വിടുവാണ്. ഇവളെ വെബ് ഡിസൈനൊക്കെ ഇവർക്കെല്ലാം പറഞ്ഞുതരാന്ന് പറയും. അതോടെ അവരാ ഡീലിനെ സമ്മതിച്ച് ഈ കാര്യം ചെന്ന് ലീഷുവിനെ പറഞ്ഞ് വെറുപ്പിക്കും. ഇവൻ ആ പ്രോജക്റ്റ് എല്ലാം സമ്മതിച്ചില്ലെങ്കിലും ഇവന്റെ കൂട്ടുകാർ ഷൂയിൻ ഇപ്പൊ അവരുടെ വർക്ക് ചെയ്യാന്ന്. അതായത് ഇവൻ ചെയ്യുന്ന പ്രോജക്റ്റ് എല്ലാം ഷൂയിനെ കൊണ്ട് ഇവളിപ്പോ റെഡിയാക്കും. അങ്ങനെ അതും പറഞ്ഞ് അവളും പോയതോടെ ലീഷുനാണ് ഭയങ്കര ദേഷ്യത്തി ഇവളെന്തിന് ഇപ്പൊ അവളുടെ കൂടെ ചെന്ന് വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞ് അവൾ ഇപ്പൊ തന്നെ എല്ലാം നിർത്താൻ പറയും. പക്ഷെ ഷൂയിനാണ് ലീഷുവിനെ രക്ഷിക്കാൻ വേണ്ടി അവൾ ചുമ്മാ ഹെൽപ്പ് ചെയ്യുന്ന നാടകം കളിക്കുക. അതുകൊണ്ട് അവളും ചിരിച്ചോണ്ട് അതൊന്നും പറ്റത്തില്ലെന്ന് ഇവനോട് പറയുമ്പം ഇവനാണ് കാര്യമൊന്നും അറിയാത്തോണ്ട് ഇവളോട് പെട്ടെന്ന് ദേഷ്യപ്പെടും. ഇവന്റെ പ്രോജക്റ്റ് ഒക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതൊരു ചീറ്റിംഗ് ആണ്. പക്ഷെ അവളാണ് ഇവന്റെ പ്രോജക്റ്റ് അവൾ സഹായം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ചിരിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ലീഷുനും ഭയങ്കര വിഷമത്തി അവന്റെ കൂട്ടുകാർ റെന്റിയെ കാണാൻ വേണ്ടി വരും. പക്ഷെ ആദ്യമായിട്ട് അവന്റെ കയ്യിൽ ലാപ്ടോപ്പ് ഒന്നും ഇല്ലാത്തോണ്ട് ഇവളാണ് മൊത്തം ഷോക്കായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിക്കും. അങ്ങനെ അവന് ഷൂയിന് ഇപ്പൊ ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്തു പറയുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്ന ഒരേശ് ഇവനെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. കാരണം ഇന്നലെ രാത്രി ഇവനെ പോലെ അവൾ വിഷമിച്ചെന്ന് അവൾക്ക് എന്ത് സംഭവിച്ചാലും ലീഷനൊന്നും സംഭവിക്കില്ലെന്ന് അവൾ പറഞ്ഞ കാര്യമൊക്കെ പറയും. അങ്ങനെ ഇതോടെ ലീഷനാണ് സത്യത്തിൽ അവൾ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവൻ അടുത്ത ദിവസം ഷൂയിനെ വിളിച്ചു ചോദിക്കും ഇവൾ എന്ത് പ്ലാൻ ചെയ്താലും അവൾ അവസാനം കണ്ടുപിടിച്ച് പിന്നെ ഇവൾക്ക് പ്രശ്നമാകത്തേ ഉള്ളതെന്ന്. അതുകൊണ്ട് എന്തോ പ്ലാൻ എന്ന് പറഞ്ഞ് അവൻ ചോദിക്കുമ്പം ഇവളും പ്ലാനൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഈ വിഷയത്തിൽ നിന്ന് ഒഴിവാക്കും. പക്ഷെ മറ്റേ സീനിയർ പയ്യനാണ് ഇവള് ചെയ്യുന്ന കാര്യമെല്ലാം മനസ്സിലാക്കി മറ്റുള്ളവരോട് ചെന്ന് പാരവയ്ക്കും. ഷൂയും ചുമ്മാ സഹായിക്കുന്ന ആക്ട് ചെയ്തോണ്ടിരിക്കുവന്ന്. അതോടെ അവളാണ് ഭയങ്കര ദേഷ്യത്തി നീ എന്നെ പറ്റിക്കാനായെന്ന് പറഞ്ഞ് വെള്ളം എടുത്ത് അവളുടെ മുഖത്തിനകത്തം കഴിക്കും. അങ്ങനെ അവൾ നാണം കെടുത്തത് മാത്രമല്ലാതെ അവൾക്ക് അവിടുത്തെ പ്രിൻസിപ്പളായിട്ട് നല്ല
കണക്ഷൻ ഉള്ളതുകൊണ്ട് ഷൂയും കാരണം ഇവൾക്കുണ്ടായ നഷ്ടത്തിന് അവളെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവരൊക്കെ ഷൂയിന് വഴക്കുറയുമ്പോഴാണ് ഇതേ സമയം ഈ കാര്യം അറിഞ്ഞ് ലീഷനാണ് മറ്റേ സീനിയർ പയ്യനോട് ചെന്ന് ദേഷ്യപ്പെടും. ഇവൻ പാല വെച്ചോണ്ടല്ല അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന്. അങ്ങനെ കൂടെ കൂട്ടാനെ പോലെ സംസാരിച്ചിട്ട് അവസാനം ചതിക്കുന്നുവെന്ന് ലീഷനായ കലിപ്പാകും. അതിനുശേഷം ഷൂയിനെ പ്രശ്നത്തിന് രക്ഷിക്കാൻ വേണ്ടി ഇവൻ ചെയ്തു വെച്ച പ്രോജക്റ്റ് എല്ലാം ഒരു പെൻഡ്രൈവിലാക്കി മറ്റൊൾക്കും കൊടുക്കും. അതിനുശേഷം അവള് വെറുതെ ഇടാൻ പറയുമ്പോഴാണ് അവൾ ഇവൻ ചെയ്യുന്നതിനെ കണ്ടിട്ട് രണ്ടുപേരും പരസ്പരം കാണിക്കുന്ന സ്നേഹമൊക്കെ ഇതോട് മതിയാക്കുമെന്ന് അവൾ ഇവനെ വാൺ ചെയ്ത് ഷൂയിനെ വെറുതെ വിടും. അതിനുശേഷം ഇവൻ ആ പ്രോജക്റ്റ് കൊടുത്തോണ്ട് ഷൂയിനാണ് വിഷമിച്ച് എന്തായാലും ഇവൾ ഇതോടെ നിർത്താൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് അവൾ അവസാനമായിട്ട് ഒരു പ്ലാൻ ഇറക്കും. അങ്ങനെ ഈ തവണ ഇവൾ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് ലീഷനും കുറച്ച് ഷോക്കായിരിക്കുമ്പോഴാണ് അവളാണ് അപ്പം തന്നെ ഇവരുടെ പ്രോജക്റ്റ് കടിച്ചു മാറ്റിക്കൊണ്ടുപോയ അവളെ കുറിച്ചുള്ള സത്യം എല്ലാം അവളുടെ അമ്മയോട് വിളിച്ചു പറയും. അങ്ങനെ ഇവളുടെ അമ്മയാണ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ ഡയറക്ടർ. അങ്ങനെ സ്റ്റുഡൻസിന് നടക്കുന്ന അനീതി തന്നെ സഹിക്കാൻ പറ്റാത്തവര് സ്വന്തം മോളുടെ ഫേസിൽ വെള്ളം ഒഴിച്ച് നിറഞ്ഞുടനെ അപ്പം തന്നെ ഒരു മീറ്റിംഗ് ഫോം ചെയ്ത് അവിടുത്തെ പ്രിൻസിപ്പളിനും മറ്റവളും വിളിച്ചെല്ലാം വഴക്കുറയും. ഇപ്പം തന്നെ ആ പ്രോജക്റ്റ് സ്റ്റുഡൻസിന് തിരിച്ചു കൊടുത്തിട്ട് ഷൂയിനോട് സോറി വഹിക്കണമെന്ന്. അതോടെ അവളാണ് മൊത്തത്തിൽ പേടിച്ചുപോയി. ഇനി ഇത് കാരണം അവളുടെ ജോലി നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ട് അവൾ ഷൂയിന് സോറി വഹിക്കുന്ന രീതിയിൽ വെള്ളം എടുത്ത് അവൾ തന്നെ അവളുടെ തലയ്ക്കകത്തം കഴിക്കും. അങ്ങനെ അവസാനം ഈ പ്രശ്നം സോൾവ് ആകുമ്പോഴാണ് ലീഷനാണ് അവൾ ചെയ്തേ കണ്ടിട്ട് സത്യത്തിൽ ഇവളൊരു പ്രിൻസസ് ആണെന്ന് പറഞ്ഞ് അവളെ കളിയാക്കും. അതിനുശേഷം അവനും ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ട് അത് ഇവളായിട്ട് സോൾവ് ചെയ്യാതെ അവൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി പറയും. ഇത് കേട്ട് അവളും അതേപോലെ ഇവനും പ്രശ്നമുണ്ട് അത് തന്നെ സോൾവ് ചെയ്യാതെ ഇവളുടെ കൂടെ ഷെയർ ചെയ്യണമെന്ന് ഇവർ തമ്മിൽ പരസ്പരം സ്നേഹത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഈ നടന്ന സംഭവം എല്ലാം അറിഞ്ഞ് ജിയാങ് ആണ് മൊത്തത്തിൽ അപ്സെറ്റ് ആകും. കാരണം അവൻ ഈ പ്രോജക്റ്റ് എഫോർട്ട് ഇട്ടിട്ടും ലീഷൻ അവനോട് ചോദിക്കാതെ ആ പെൻഡ്രൈവ് കൊടുത്തതും പിന്നെ പ്രോജക്റ്റ് തിരിച്ചു വാങ്ങിച്ച കാര്യം അവരാരും ഇവനോട് പറയാത്തോണ്ട് അവന് നല്ല വിഷമാകും. അതിനുശേഷം അവൻ ഇവരോടൊക്കെ മിണ്ടായിരിക്കുമ്പോഴാണ് ഷൂയിന്റെ കൂട്ടുകാരിയാണ് ജിയാന്റെ ഭാഗത്തും ഒരു പോയിന്റ് ഉണ്ടെന്ന് പറയും. കാരണം അവൻ ഈ പ്രോജക്റ്റിന് വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് അവനോട് ഡിസ്കസ് ചെയ്യാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആർക്കായാലും ഹേർട്ടാവുമെന്ന് അവൾ ഷൂയിനെ പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷെ ഷൂയിനാണ് ഇവരൊക്കെ വിചാരിക്കുന്ന ലീഷൻ അത്ര മോശമായിട്ടുള്ള ക്യാരക്ടറല്ലെന്ന് അവളുടെ കൂട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പം അവളാണ് സത്യം പറയും യഥാർത്ഥത്തിൽ ഇവളോട് മാത്രമേ അവൻ അങ്ങനെയൊക്കെ സംസാരിക്കത്തുള്ളൂ, ബാക്കി എല്ലാവരോടും കുറച്ച് റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെന്ന്. അങ്ങനെ ജിയാങ് അന്ന് ഇവളുടെ വൈറസ് മാറ്റി കൊടുക്കാനുള്ള കാരണം തന്നെ ലീഷൻ ഇൻഡയറക്റ്റ് ആയിട്ട് ആ കോഡിങ് അവന് പറഞ്ഞു കൊടുത്തോണ്ട. അതുകൊണ്ട് ലീഷൻ ഇവളെ സ്പെഷ്യലായിട്ട് കാണുവാന്ന് അവളുടെ കൂട്ടുകാരും പറഞ്ഞിട്ട് പോകുമ്പം ഇവൾ ഇത് ആലോചിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ലീഷനാണ് അവിടേക്ക് വന്നിട്ട് പ്രിൻസസ് ഒക്കെ ഇങ്ങനെ നടന്നോന്ന് പറഞ്ഞ് അവന്റെ സൈക്കിളായിട്ട് അവിടെ നിൽക്കും. അപ്പോഴാണ് അതേസമയം മറ്റേ സീനിയർ പയ്യൻ അവിടേക്ക് വന്നിട്ട് ഇവൻ ചെയ്ത തെറ്റിനെല്ലാം ഷൂവിനോട് സോറി പറയും. അങ്ങനെ മറ്റവളെ പേടിച്ചിട്ട ഇവൾക്കന്ന് അവൻ പാര വെച്ച. കാരണം അവളെ സഹായിക്കുവാണ് അവളെ നല്ല ജോലി നേടിത്തരുമെന്ന് ഇവൻ വിശ്വസിച്ചായിരുന്നു. പക്ഷെ ഇനി അതും വിശ്വസിച്ച് ഇവന്റെ ക്യാരക്ടർ ഇവൻ തന്നെ മാറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ച് അവന്റെ നാട്ടിലേക്ക് പോവുക. അതിനുശേഷം ഷൂയിനാണ് ഇതെല്ലാം കേട്ട് ഇപ്പോഴാ സീനിയർ നല്ല വ്യക്തിയായെന്ന് പറഞ്ഞ് അവനോർത്ത് സന്തോഷപ്പെടും. അതിനുശേഷം പ്രോജക്റ്റ് ഇപ്പൊ വീണ്ടും ഇവർക്ക് തന്നെ കിട്ടിയതോടെ ഇവർ വീണ്ടും അത് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഷൂയിനാണ് അവൾ മിക്കുള്ള സമയത്ത് അവിടെ തന്നെ ഉള്ളതുകൊണ്ട് അവൾ കഥ ബുക്കൊക്കെ വായിച്ചോണ്ടിരിക്കും. ഇത് കണ്ട് അവനും വർക്ക് ചെയ്യാതെ കഥ പുസ്തകം വായിക്കുന്നെന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വരുമ്പം ഇവളാണ് എല്ലാവർക്കും ഫ്രീ സമയം കിട്ടുമ്പം ഇവൾക്ക് മാത്രമല്ല പോകാൻ പറ്റാതെ ഇവള് ബോറടിച്ചിരിക്കുന്നതെന്ന് പറയും. ഇത് കേട്ട് അവനും അങ്ങനെയാണ് എല്ലാവരെ പോലെ തന്നെ ഇവളെയും കാണണം ചോദിക്കുമ്പം അവൾ ഇവിടെ ഷോക്കായി അങ്ങനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഇവരുണ്ട് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവന് ക്യാൻറ്റീനിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പം ഇവരുണ്ട് ഒരുമിച്ചാണെന്ന് അവളുടെ അമ്മയാണ് ഷോക്കാവും. അതിനുശേഷം ഇതിനെ കുറിച്ച് തിരക്കാൻ വേണ്ടി അവളുടെ ടീച്ചറിനായിട്ടൊക്കെ ചെന്ന് സംസാരിക്കും. ഇതേ സമയം അവൻ അവൾക്ക് സ്നാക്സ് വാങ്ങിച്ചിട്ട് അത് അവളുടെ ഫേസിനകത്ത് എടുത്ത് എറിയുമ്പോഴാണ് ഇവളാണ് കുറച്ച് അവനോട് ദേഷ്യത്തിരിക്കും. അതേസമയം അവന് കുടിക്കാൻ വേണ്ടി വെള്ളം ചോദിക്കുമ്പം ഇവൾ മനഃപൂർവ്വം പണിയെടുക്കാൻ വേണ്ടി അവൾ തിളപ്പിച്ച് വെള്ളമായിരിക്കും എടുത്തോണ്ടിരുന്നത്. അതുകൊണ്ട് അതവൻ കുടിച്ചോടെ അവൻ മൊത്തം ഞെട്ടിപ്പോയി നീ എനിക്കിട്ട് പണി തരുന്നെന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്ന് ഇവരുടെയും കുറച്ച് ക്ലോസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഷൂവിന്റെ അമ്മ അവിടേക്ക് വന്ന ഉടനെ ഇവളാണ് മൊത്തത്തിൽ പേടിച്ചുപോയി പെട്ടെന്ന് അവളുടെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ ഇവരെ കണ്ടതോടെ ലീഷനാണ് മുമ്പേ പരിചയമുള്ള പോലെ അവൻ അങ്ങോട്ടങ്ങ് തിരിഞ്ഞിരിക്കും. അതിനുശേഷം ഇവളുടെ അമ്മ അവളും വിളിച്ചോണ്ട് പുറത്തേക്ക് സംസാരിക്കുമ്പോഴാണ് അവിടെ വെച്ച കണ്ട പയ്യൻ ആരാന്ന് ഇവളോട് ചോദിക്കും. അപ്പോഴാണ് അവളും ആ ഗ്രൂപ്പ് നടത്തുന്ന അവനാന്ന് പറഞ്ഞിട്ട് അവന് നല്ല പയ്യനെന്നൊക്കെ പറയും. ഇത് കേട്ട് അവളുടെ അമ്മയാണ് അവനെ കുറിച്ച് ഇവളറിയാത്ത കുറെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്ക് ഇവളോട് എടുത്തു പറയും. ഇവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഷൂയിന്റെ ബർത്ത്ഡേ ഫാമിലിയായിട്ട് ആഘോഷിച്ചോണ്ടിരുന്ന. അപ്പോഴാണ് പുറത്ത് നല്ല മഴ പെയ്യുന്ന സമയം നോക്കി ഇവരുടെ വീട്ടിലേക്ക് ഒരു പയ്യൻ ഓടി എത്തും. അങ്ങനെ അത് വേറെ ആരല്ല ലീഷനാണ്. അങ്ങനെ അവന് പരീക്ഷ കോപ്പി അടിച്ചെന്ന് പറഞ്ഞ് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പം ഇത് കേട്ട് അവളുടെ അമ്മയും ഇവൻ കോപ്പി അടിച്ചറിഞ്ഞിട്ട് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പറഞ്ഞെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവന് മൊത്തം സൈലന്റ് ആകും. അങ്ങനെ അവനിപ്പോൾ വലിയ ടോപ്പർ ആണെങ്കിലും അതും മിക്കവാറും എല്ലാം ചീറ്റിങ് ചെയ്തായിരിക്കും അവൻ വിജയിച്ചെന്ന് അവളുടെ അമ്മയാണ് അവനെ കുറിച്ചുള്ള കാര്യമല്ല ഇവളോട് പറയും. ഇത് കേട്ട് അവളൊന്നും വിശ്വസിക്കാതെ ലീഷൻ അങ്ങനെ കോപ്പി അടിക്കുവാണ് അവൻ എന്തേലും ഒരു പ്രധാനപ്പെട്ട റീസൺ അതിൽ കാണുമെന്ന് അവൾ അവനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും. പക്ഷെ ഇത് കേൾക്കുന്ന അവളുടെ അമ്മ ഭയങ്കര ദേഷ്യത്തി ഇവൾ ഇനി ആ ഗ്രൂപ്പിൽ ചേർന്ന് പഠിക്കുവാണെങ്കിലും ആ ലീഷന്റെ അടുത്ത് മാത്രം മിണ്ടാൻ പോവല്ലെന്ന്. അങ്ങനെ ഈ ചോദ്യത്തിന് അവൾ എന്തോ ഉത്തരം പറഞ്ഞെന്നറിയത്തില്ല. പക്ഷെ ഇവൾ തിരിച്ച് ക്ലാസ്സിലേക്ക് വരുമ്പം ലീഷൻ എല്ലാം മനസ്സിലായി ഇപ്പൊ ഇവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവളുടെ അമ്മ എല്ലാം പറഞ്ഞാണെന്ന്. അതുകൊണ്ട് അവൻ
ഇവളെ വലുതായിട്ട് മൈൻഡ് ചെയ്തിരിക്കുമ്പം ഇവളാണ് അടുത്തേക്ക് വന്നിട്ട് ഇവൻ സ്കൂളിൽ പഠിച്ചപ്പോ എന്തിനാ കോപ്പി അടിച്ചെന്ന് പറഞ്ഞ് അതിന്റെ റീസൺ ഇവനോട് ചോദിക്കും. പക്ഷെ അവനാണ് അതിന്റെ റീസൺ പറയാതെ ഇപ്പൊ എന്തു പറഞ്ഞാലും നടന്ന സംഭവം ഇവളെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ലെന്ന് അവൾ അവോയ്ഡ് ചെയ്യുന്നതിൽ സംസാരിക്കും. അതിനേശം അവനും ഇവന്റെ ലോകം അവളുടെ ലോകം വേറെ വേറെ എന്ന് പറയുമ്പം ഇത് കേട്ട് അവൾ ദേഷ്യത്തി ഇവനിപ്പോ എന്തോ അതുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് അവനോട് തന്നെ തിരിച്ചു ചോദിക്കും. അപ്പിലാണ് ലീഷനും എക്സാമ്പിളിന് ഇപ്പൊ ഇവരുടെ പ്രോജക്റ്റ് എടുക്കാൻ വേണ്ടി ആ സീനിയർ ഇവിടേക്ക് വന്നപ്പോ ഇവരെ കൊണ്ട് ആരാ തടയാൻ പറ്റില്ല. പക്ഷെ ഇവള് ജസ്റ്റ് അവളുടെ അമ്മയ്ക്ക് ഫോൺ വിളിച്ചോടെ മറ്റേ സീനിയറിന് 8ന്റെ പണി കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് ഇവളുടെ സ്ഥാനം എവിടാന്നും അവന്റെ സ്ഥാനം എവിടാന്നും അവന് മനസ്സിലായെന്ന് പറയും. അങ്ങനെ ഇതേ കേട്ട് അവൾ തിരിച്ചൊന്നും പറയാതിരിക്കുമ്പോഴാണ് ഇവനാണ് അവളെ കണ്ടിട്ട് എന്തായാലും ഇവളുടെ അമ്മ ഇപ്പൊ ഇവനോട് ഇനി സംസാരിക്കേണ്ടെന്ന് പറഞ്ഞാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മ പറയുന്ന പോലെ ഇവനെ ഇനി മൈൻഡ് ചെയ്യാതിരിക്കാൻ പറയും. അങ്ങനെ ഷൂയും പറയുന്നൊന്നും കേൾക്കാൻ വരാതെ ഇവനാണ് സ്വയം അവനെ തന്നെ ഹേർട്ട് ചെയ്ത് അവളോട് മിണ്ടാതിരിക്കും. അതിനുശേഷം അന്ന് രാത്രി അവൻ ഒറ്റയ്ക്ക് ഇവളെ കുറിച്ച് ഓർത്ത് വിഷമിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവനാണ് എന്തുകൊണ്ടാ അവള് പ്രിൻസസ് എന്ന് പറയുന്ന ആലോചിച്ച് നോക്കും. അന്ന് ഇവളുടെ വീട്ടിലേക്കാ വന്നപ്പോ ഇവനാണ് മഴയത്ത് കൊടയൊന്നും ഇല്ലാതെ വന്ന്. അതേസമയം ഇവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് ഇതുകൊണ്ട് ഷൂയിനാണ് പുറകെ വന്നിട്ട് എന്തായാലും നനഞ്ഞോണ്ട് പോകണ്ടെന്ന് പറഞ്ഞ് ഇവനൊരു കൊടയായിട്ട് വരും. പക്ഷെ അവൾ ഇവന്റെ ഫേസ് കാണത്തില്ല. അതേസമയം ഇവൻ അവളെ കണ്ടു കാണും. പക്ഷെ അവന്റെ ഫേസ് കാണിക്കാതെ അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അന്ന് തൊട്ട് ഇവളുടെ ക്യാരക്ടർ അവന് ഒത്തിരി ഇഷ്ടപ്പെട്ട് അവള് പ്രിൻസസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൻ അവളെ പ്രിൻസസ് എന്നൊക്കെ വിളിക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ലീഷൻ അവളെ മൈൻഡ് ചെയ്തിരിക്കുമ്പോഴാണ് ഇവളാണ് ദേഷ്യത്തെ അവനോട് ചെന്ന് സംസാരിക്കും. ഇവൻ തന്നെ ഓരോന്നാലോചിച്ച് മിണ്ടായിരിക്കുന്ന ഭേദം സത്യത്തിൽ എന്തോ നടന്നെന്ന് ഇവൻ അറിയാൻ വേണ്ടി പറയും. അവളുടെ അമ്മ ഇവളോട് ഇനി തൊട്ട് ലീഷനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ ഇവളാണ് അവളുടെ അമ്മയോട് പറ്റത്തില്ലെന്ന് പറഞ്ഞാണ്. അങ്ങനെ ആ കാര്യം അവനെ ഇപ്പൊ ബോധിപ്പിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴാണ് അതേസമയം ഷൂയിനും ലീഷനാണ് ഇതുവരെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യാത്തോണ്ട് ഇവളാണ് അവന്റെ പേര് അതിനകത്തങ്ങ് പതിയും. അതേസമയം അവൾക്കൊരു സംശയമുണ്ട് ഇവന്റെ പേര് ഇട്ടേക്കുന്നുണ്ട് അവൻ ഇവിടെ കളിക്കാൻ വരണമെന്നില്ല. അങ്ങനെ അത് ആലോചിച്ചുകൊണ്ട് അവൾ ഇരിക്കുമ്പോഴാണ് ഇവൾക്ക് വേണ്ടി അവനും ബാസ്കറ്റ് ബോളിൽ ഒന്ന് ചേരും. അങ്ങനെ അവള് ഭയങ്കര സന്തോഷത്തിരിക്കുമ്പം അതേസമയം ഇവിടെ സ്റ്റേറ്റ് പ്ലെയർ ആയ ഒരു പയ്യനാണ് ഷൂയിനെ വളച്ചിടാൻ വേണ്ടി നോക്കും. അങ്ങനെ അവനും ബാസ്കറ്റ് ബോൾ ഇവൾ കളിക്കാൻ അറിയത്തില്ലെങ്കിൽ അവൻ എളുപ്പത്തിൽ പഠിപ്പിച്ചരാന്ന് അവൻ കുറെ പഞ്ചാര അടിച്ചോണ്ടിരിക്കുമ്പം ഇത് കാണുന്ന ലീഷനാണ് ഒട്ടും സഹിക്കത്തില്ല. അങ്ങനെ അവൻ അസൂയയുടെ അങ്ങറ്റത്തായിരിക്കും. അങ്ങനെ ട്രെയിനിങ്ങിന്റെ ഇടെ ഷൂയിന്റെ കൈ ചെറുതായിട്ട് മുറിയുമ്പോഴാണ് ഇവിടെ മറ്റവനാണ് ഭയങ്കര സീരിയസ് ആയിട്ട് ഇപ്പൊ തന്നെ ആശുപത്രിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടെയുള്ള ക്ലിനിക്കിലേക്ക് വിളിച്ചോണ്ടുപോയി വീണ്ടും അവളോട് ഒറ്റയ്ക്ക് പഞ്ചാര അടിച്ചോണ്ടിരിക്കും. അതേസമയം അവിടേക്ക് വരുന്ന ലീഷനാണ് ഇവൾക്ക് അവന്റെ കൂടെ മാത്രമേ മിണ്ടാൻ സമയമുള്ളെന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. ഇത് കാണുന്ന ഷൂയിനാണ് മിക്കവാറും അവൻ ദേഷ്യപ്പെട്ട് ഇങ്ങനെ പോയതായിരിക്കും പറഞ്ഞ് അവൾ പുറത്തേക്ക് വന്ന് ലീഷന് നോക്കും. പക്ഷെ മറ്റവനാണ് ഇവളെ പോകാൻ സമ്മതിക്കാതെ മരുന്ന് അപ്ലൈ സമയത്ത് എവിടെ പോയെന്ന് പറഞ്ഞ് അവൻ ഇവളുടെ ഫോൺ നമ്പർ വാങ്ങിക്കാൻ നോക്കും. ഇനി ഒരു രക്ഷ ഇവൾക്ക് വരാൻ പറ്റില്ല, ഇവനോട് വിളിച്ചു പറഞ്ഞ കോച്ചിനോട് സംസാരിച്ചോളെന്നൊക്കെ പറയും. അപ്പോഴാണ് അവിടേക്ക് വന്ന് ലീഷുൻ പെട്ടെന്ന് ഇവന്റെ മൊബൈൽ ഫോൺ തട്ടിയിട്ടിട്ട് അറിയാതെ ചെയ്തു പോയതാ സോറി എന്ന് പറഞ്ഞ് അവനെ കളിയായിക്കൊണ്ടിരിക്കും. ഇത് കാണുന്ന ഷൂയിനാണ് മനസ്സിലായി അവൻ ജലസായി ഓരോന്നൊക്കെ ഇങ്ങനെ കാണിക്കുവന്ന്. അതുകൊണ്ട് അവൾക്ക് ഇത് കണ്ട് ചിരി വരും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം വീണ്ടും ഇവര് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടെ കോച്ച് എല്ലാവരും രണ്ടുപേരായിട്ട് ഫോം ചെയ്ത് അവർ തമ്മിൽ ആദ്യം മത്സരിക്കാൻ പറയും. അങ്ങനെ എല്ലാവരും രണ്ട് ടീമായിട്ട് ഫോം ചെയ്യുമ്പം ഷൂയിനാണ് ലീഷിന്റെ കൂടെ ടീം ചേരാൻ വേണ്ടി അവൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. പക്ഷെ ഇതേ സമയം മറ്റവൻ ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇവൾ വേറെ ആരുടെ ടീമാണ് അവൾ മിക്കവാറും തോറ്റോ എന്ന് പറഞ്ഞ് അവൻ ഇവളുടെ കൂടെ ടീമാകാന്ന് പറയും. ഇതേ സമയം അവൾക്കാണ് ലീഷിന്റെ കൂടെ ടീമാകാൻ ആഗ്രഹം. അപ്പോഴാണ് ഇത് കാണുന്ന ലീഷിനാണ് അവിടേക്ക് വന്നിട്ട് പെട്ടെന്ന് സ്റ്റേറ്റ് പോയിന്റ് കൂടെ ടീം ചേരണമെന്ന് അവൻ എല്ലാവരും ഫ്രണ്ട് വെച്ച് വിളിച്ചു പറയും. ഇതോടെ അവനും മതി ഷോക്കായി നിനക്ക് എന്റെ കൂടെ ചേരണമെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ മത്സരിക്കുമ്പോഴാണ് ഇവനാണ് ഭയങ്കര വലിയ പ്ലെയർ ആയതുകൊണ്ട് ലീഷിനെ തോൽപ്പിച്ചോണ്ടിരിക്കും. അങ്ങനെ അവന് മൊത്തം നാണക്കേടാകുമ്പോഴാണ് ഷൂയനാണ് ഇത് കണ്ടിട്ട് ലീഷിന് 6 ഫ്രണ്ട് തോറ്റോലെന്ന് പറഞ്ഞ് അവൾ പെടുന്ന അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും. പക്ഷെ ഇത് കാണുന്ന അവനാണ് വെറുതെ ഇവളും കൂടെ അടി വാങ്ങിച്ചു വിടണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിന് ശിവനും കുറച്ച് ദേഷ്യത്തിരിക്കുന്നുണ്ട് ഇവൾ അടുത്തേക്കൊന്ന് അവനെ സമാനപ്പെടുത്തും. എന്തായാലും അവനൊരു സ്റ്റേറ്റ് പ്ലെയറെ സ്ഥിതിക്ക് അവൻ്റെ കൂടെ മത്സരിച്ച തോറ്റേ ഉള്ളത്. അതുകൊണ്ട് ഇത്രയും ദിവസം ട്രെയിനിങ് ചെയ്യാത്തവൻ അവനോട് തോറ്റോണ്ട് വിഷമിക്കണം എന്ന് പറയുമ്പം ഇവനാണ് എന്റെ ഫ്രണ്ട് വെച്ച് തന്നെ മറ്റവനെ പൊക്കി പറയുന്നു അവൻ തമാശയ്ക്ക് അവളെ കളിയായിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇവരുടെ പ്രോജക്ട് വർക്ക് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഷൂയിനാണ് ഇനി ഇവള് കാരണം മറ്റേ പയ്യനായിട്ട് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഇവളൊരു ഫോം എടുത്ത് ഇവന്റെ കൊടുക്കും. ഇനി തൊട്ട് ഇവൻ ബാസ്കറ്റ് ബോൾ കളിക്കാൻ വരേണ്ട ആവശ്യമില്ലെന്ന്, അല്ലാതെ തന്നെ ഇവന് മാർക്ക് കിട്ടുമെന്ന് പറയുമ്പം ഇത് കേട്ട് അവനാണ് ഇവളിങ്ങനെ ഇപ്പൊ പറയുമ്പോ അവനെ തന്നെ അവനൊരു തോൽവിയായിട്ട് ഫീൽ ചെയ്യാന്ന് പറഞ്ഞ് അവൻ അന്ന് രാത്രി തൊട്ട് കട്ടയ്ക്കിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇത് കാണുന്ന ഷൂയിനാണ് വെറുതെ ചുമ്മാ കുത്തിയിരുന്ന ഇവനെ ഇവളാ ഫോഴ്സ് ചെയ്ത ടീമിൽ ചേർത്തെന്ന് പറഞ്ഞ് അവള് കുറച്ച് അപ്സെറ്റ് ആയിരിക്കും. പക്ഷെ ഇവനാണ് അവളെ പറഞ്ഞ് മനസ്സിലാക്കും അവനിപ്പോ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ മറ്റേ പയ്യനായിട്ടുള്ള അസൂയ കാരണമൊന്നല്ല. ഇവള് പറഞ്ഞ പോലെ അവൻ ചുമ്മാ ലാപ്ടോപ്പ് കുത്തിരിക്കുന്നുണ്ട് അവൾക്ക് വേണ്ടി മാത്രം ഇപ്പൊ ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് അവനെ കട്ടയ്ക്ക് ട്രെയിനിങ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവസാനം കോച്ച് ഇവർക്ക് അതിന്റെ ഫൈനൽ എക്സാം വയ്ക്കുമ്പോഴാണ് ഓരോരുത്തർക്കും അതിനായിട്ടുള്ള മാർക്ക് കിട്ടോണ്ടിരിക്കും. ഇതേ സമയം ഷൂയിന് മറ്റേ പയ്യനാണ് കുറച്ച് ക്രഷ് ഉള്ളതുകൊണ്ട് ആ പതിയെ അവൾക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കത്തേ ഉള്ളു. അതുകൊണ്ട് ഷൂയിന് നല്ല മാർക്ക് കിട്ടും. അങ്ങനെ അവള് സന്തോഷിച്ചിരിക്കുന്നുണ്ട് ഇവനാണെ കളിയാക്കും ഇവളിപ്പോ ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നതെന്ന്. അപ്പോഴാണ് അവളും ഭയങ്കര സന്തോഷം അല്ലെങ്കിലും ചെറുതായിട്ട് സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞ് അടുത്ത ലീഷും കളിക്കുന്ന കാണാൻ വേണ്ടി അവൾ
എക്സൈറ്റ്മെന്റ് ഇരിക്കും. അങ്ങനെ ലീഷനാണ് മറ്റവൻ ഷൂയിന് ഇട്ട് കൊടുത്ത പോലെ പതിയല്ല ഇട്ട് കൊടുക്കുന്നത്, ഭയങ്കര ഫോഴ്സിലായിരിക്കും ഇട്ട് കൊടുക്കുന്നത്. കാരണം മൊബൈൽ തട്ടിവിട്ടോട്ട് ഇവന് മനസ്സിലായി ലീഷൻ ഷൂയിന്റെ പുറം നടക്കുവാന്ന്. അതുകൊണ്ട് അവൻ ആ ദേഷ്യമൊക്കെ ഇപ്പൊ ഇവിടെ തീർക്കുമ്പം എന്തായാലും പ്രാക്ടീസ് ചെയ്ത് വെറുതെ ആവത്തുണ്ട് ലീഷനെ കൊണ്ട് കുറച്ച് ബോളൊക്കെ തിരിച്ച് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ലീഷന് അവസാനം നല്ല സ്കോർ എടുക്കുമ്പോഴാണ് ഇവളാണ് പുറത്തേക്ക് വന്നിട്ട് ഇവന്റെ ട്രെയിനിങ് ഇവനെ കൈവിട്ടില്ലെന്ന് പറഞ്ഞ് അവൾ അവനെ കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ മത്സരം കഴിഞ്ഞ് അപ്പം തന്നെ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങിയ ലീഷനാണ് പെട്ടെന്ന് അവിടെ തന്നെ ബോധം കെട്ടങ്ങ് വീഴും. ഇത് കണ്ട് അവൾ മൊത്തം ഷോക്കായി പോകുമ്പോഴാണ് അതിനേശം ഇവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് അവളൊരു സത്യം അറിയാൻ വരുന്ന ലീഷൻ ഇതിന് മുമ്പേ തന്നെ നട്ടലൊടിഞ്ഞിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അവന്ന് ഡാൻസ് പോലും പങ്കെടുക്കാതെ അവന്റെ മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ടുവന്ന് കാണിച്ച് അങ്ങനെ ഡോക്ടറും ഇതെപ്പോഴേ സർജറി ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞ് അവന്റെ കണ്ടീഷനൊക്കെ ഇവളോട് എടുത്തു പറയും. ഇതൊക്കെ കേട്ട് അവൾ മൊത്തത്തിൽ പേടിച്ചുപോയി. അപ്പൊ സർജറി ചെയ്താലേ ഇവൻ ഗുണമാത്തോളം ചോദിക്കുമ്പോൾ അവരും പെട്ടെന്ന് തന്നെ സർജറിക്ക് വേണ്ടി അവന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവിടേക്കാണ് ലീഷന്റെ ചേച്ചി വരും. അങ്ങനെ ഇവരും കാര്യമെല്ലാം അറിഞ്ഞ് അവനെ കണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇവർ തമ്മിൽ എന്തോ ചെറിയ പ്രശ്നമൊക്കെ നടന്നുകൊണ്ട് അവന്റെ ചേച്ചി അവന് ബോധം വന്ന് ഇവരെ കാണുമെന്ന് പറഞ്ഞ് കുറച്ച് ടെൻഷനൊക്കെ കാണും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന ഷൂയിനാണ് അവന്റെ ചേച്ചിയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് സംസാരിക്കും. അങ്ങനെ ഇവള് കഴിക്കാനൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് അവൻ ഇങ്ങനെ ഒരു ചേച്ചിയുള്ള കാര്യം അവൾ ഇതുവരെ അറിയാത്തതുകൊണ്ട് കുറച്ച് ഷോക്കായിരിക്കും. അതിനുശേഷം ചേച്ചിയും ഇവള് ലീഷിന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് മനസ്സിലാക്കിയിട്ട് അവളോട് സംസാരിക്കുമ്പോഴാണ് ഷൂയിനും അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. സത്യത്തിൽ അവന് ഞെട്ടൽ എങ്ങനെ പോയെന്ന്. അപ്പോഴാണ് ചേച്ചി ആ ഫ്ലാഷ് ബാക്ക് പറയുന്നത് അവര് കാരണം അവൻ ഇതൊക്കെ സംഭവിച്ചതെന്ന്. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലീഷനാണ് അവൻ എല്ലാവരും പോലെയും നോർമലായിട്ടുള്ള ഒരു ജീവിതത്തിൽ അവന് കിട്ടിയ. ഇവരുടെ അമ്മ അപ്പോൾ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയതുകൊണ്ട് ഇവന് പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്ത് അവന്റെ അമ്മയുടെ ട്രീറ്റ്മെന്റിന് പൈസയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവന് ഹാക്കിങ് കോഡിങ് എന്ന് പറഞ്ഞ് കുറെ പ്രോഗ്രാമിങ് ഇവൻ അറിയാം. അങ്ങനെ അതുവഴി അവൻ കുറച്ച് പൈസയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ ഒരു കൂട്ടുകാരനാണ് പരീക്ഷയ്ക്ക് തോറ്റവും. പക്ഷെ പരീക്ഷയ്ക്ക് ജയിച്ചാല് അവന്റെ പാരന്റ്സ് അവൻ ആഗ്രഹിച്ച പോലെ ഡാൻസിങ് ചേരാനൊക്കെ അനുവദിക്കത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ട് ഇവൻ തോറ്റ സബ്ജക്റ്റ് എല്ലാം പാസ്സായതുപോലെ ഇവൻ ഇവരുടെ സ്കൂളിന്റെ വെബ്സൈറ്റിൽ ചെന്ന് ഹാക്ക് ചെയ്യാൻ വേണ്ടി പറയും. പക്ഷെ ഇത് കേട്ട് അവനാണ് പൈസയ്ക്ക് വേണ്ടി അവൻ ഹാക്കിംഗ് ഒക്കെ ചെയ്താലും അവൻ ഇമ്മാതിരി തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലെന്ന് പറയും. പക്ഷെ ഈ ഒരു സമയത്തായിരിക്കും അവനൊരു കാര്യം അറിയാൻ വരുന്നത്. സതീതി ഇവന്റെ ചേച്ചിയായിരുന്നു അമ്മയുടെ സർജറിയുടെ പൈസയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് കണ്ട് സഹിക്കാൻ പറ്റാതെ അവരുടെ ഭർത്താവാണ് ഉള്ള പൈസ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി വെള്ളം അടിക്കാൻ വേണ്ടിയൊക്കെ പോകും. അതിനുശേഷം ഇനി ആ പെണ്ണുമ്പിള്ളിക്ക് വേണ്ടി പൈസ ചെലവാക്കണ്ടെന്ന് അവന്റെ ചേച്ചി വഴക്കുറഞ്ഞിട്ട് പോകുന്നതൊക്കെ ഇവൻ ഇവിടെ നിന്ന് കാണും. അതോടെ അവന് മനസ്സിലായി ഇനി ചേച്ചിയെ കൊണ്ടൊന്നും അവരുടെ അമ്മയെ രക്ഷിക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ സർജറി ചെയ്താല് ഇവന്റെ അമ്മയുടെ അസുഖം മാറത്തുള്ളൂ. അല്ലെങ്കിൽ അവന്റെ അമ്മ മരിച്ചോ എന്ന് പേടിച്ചിട്ട് ഇവനാണ് പൈസയുടെ അത്യാവശ്യമായതുകൊണ്ട് അവന്റെ കൂട്ടുകാരനെ സഹായിക്കാൻ പറഞ്ഞ് തീരുമാനം എടുക്കും. കാരണം അവന്റെ ഫാമിലി റിച്ച് ആയതുകൊണ്ട് ഇവൻ ഈ മാർക്കൊക്കെ മാറ്റി തന്ന അവൻ കുറെ പൈസ തരാന്ന് പറഞ്ഞാണ്. അങ്ങനെ അവന് ഇഷ്ടമില്ലാതെ ആ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ട് ഇവന് ഇഷ്ടമുള്ള മാർക്ക് ഒരു സബ്ജക്റ്റിന് ഇട്ടാന്ന് പറഞ്ഞ് അവന്റെ എല്ലാം കൊടുക്കും. പക്ഷെ അവനാണ് ഉള്ള എല്ലാ സബ്ജക്റ്റിലും മാർക്ക് കൂട്ടിയിട്ട് അവസാനം സ്റ്റുഡന്റ് കമ്മിറ്റിയിലെ ഡയറക്ടർ ഈ കാര്യം അറിയും. അതായത് ഇവരിങ്ങനെ ഹാക്ക് ചെയ്ത് മാർക്ക് മാറ്റിയ കാര്യം ഷൂയിന്റെ അമ്മയാണ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് അവർ ഈ കാര്യം ഇവരുടെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അന്ന് രാത്രി ആയിരിക്കും ലീഷും പേടിച്ച് അവ സത്യമെല്ലാം പറയാൻ വേണ്ടി അവളുടെ അമ്മയെ കാണാമെന്ന് കാണും. പക്ഷെ അവരാണ് ഇവൻ പറയുന്നൊന്നും കേൾക്കാതെ അടുത്ത ദിവസം തന്നെ ഇവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഒരു നോട്ടീസും കൊടുക്കും. അങ്ങനെ ഇവരെ സ്കൂളിൽ നിന്ന് പുറത്തായതോടെ ആ ഒരു നിമിഷമായിരിക്കും ഇവന് സർജറിക്കും പൈസ ഇട്ടാത്തതുകൊണ്ട് അവന്റെ അമ്മ മരിച്ചു വന്ന്. അങ്ങനെ മൊത്തത്തിൽ തകർന്നു വന്ന അവനാണ് ആശുപത്രിയിൽ നിന്ന് വിഷമിച്ച് അവന്റെ അമ്മയെ കണ്ടിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് ഇതേ സമയം ഇവന്റെ ചേച്ചിയുടെ ഭർത്താവാണ് ഇത് കണ്ടിട്ട് ഇപ്പോഴെങ്കിലും ആ പെണ്ണുമ്പോൾ മരിച്ചോയില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് കളിയാക്കി സംസാരിച്ചോണ്ടിരിക്കും. ഇത് കണ്ട് ലീഷിന് ഭയങ്കര ദേഷ്യം വന്ന് അവനായിട്ട് അടിക്കാൻ പോകുമ്പോഴാണ് അതേസമയം അയാളൊന്ന് ഫോഴ്സ് ചെയ്ത് തള്ളി ഉടനെ ഇവന്റെ നടു അവിടുത്തെ ഷാർപ്പായിട്ടുള്ള ഒരു സാധനത്തിൽ ചെന്ന് ഇടിക്കും. അങ്ങനെ അതോടെ അവന് ഞെട്ടെല്ലാം ഒടിഞ്ഞു പോകുമ്പോഴാണ് ഡോക്ടറാണ് ഇവൻ ഇപ്പൊ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് അവന്റെ ചേച്ചിയോട് പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ ഇത് കേൾക്കുന്ന അവന് ഇനി ഇവൻ കാരണം ആരും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് അവന്റെ ചേച്ചിക്ക് ഇവിടെ പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ അന്നാണ് അവസാനമായിട്ട് അവന്റെ ചേച്ചിയെ കണ്ടത്. അതിനുശേഷം ഇപ്പോഴായിരിക്കും ഇവര് മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ കാര്യമൊക്കെ ഇവരും പറഞ്ഞുടനെ ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം നോക്കി ലീഷനാണ് അവിടെ നിന്ന് പോയി കാണും. അങ്ങനെ അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇവളും സർജറി ചെയ്തോളെന്ന് പറഞ്ഞ് ലീഷനോടും സംസാരിക്കുമ്പോഴാണ് അവന്റെ ജീവിതം അവൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഇവള് പറയുന്നൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ അതിനുശേഷം ഇവര് സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഇവന് പുറത്തേക്ക് പോകുന്ന മുമ്പ് ഒരു 2 മ്യൂസിക് ഷോയുടെ ടിക്കറ്റ് ഷൂവിന്റെ ടേബിളിൽ വെച്ചിട്ട് പോകും. അതിനുശേഷം അവളത് എടുത്തു നോക്കുമ്പോഴാണ് ഇവന്റെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് ഷോ ആയതുകൊണ്ട് അത് കാണാൻ വേണ്ടി ഇവളെയും വിളിച്ചുകൊണ്ട് അവിടേക്ക് പോകാൻ പറയും. പക്ഷെ അതേസമയം ഈ ടിക്കറ്റ് ഇവള് വാങ്ങിച്ചായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവളോട് പറഞ്ഞാണ്. അങ്ങനെ അതുകൊണ്ട് ഷൂയിൻ അവന്റെ ചേച്ചിയായിട്ട് ആ മ്യൂസിക് ഷോ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് അവരാണ് ഭയങ്കര സന്തോഷത്തിൽ കൊച്ചുനാൾ തൊട്ട് ഈ ഷോയ്ക്ക് പോകണമെന്ന് അത് അവരുടെ ആഗ്രഹം എന്ന് പറയും. പക്ഷെ ഇപ്പൊ ഈ സഹായിച്ചതിന് ഷൂയിനോട് താങ്ക്സ് പറഞ്ഞിട്ട് ഈ ടിക്കറ്റ് ലീഷനെ തന്നേന്ന് അവർക്കറിയാന്ന് പറയും. അങ്ങനെ ലീഷനെ കാണാൻ പുറത്ത് കുറച്ച് റൂഡാണെങ്കിലും അവന്റെ സ്നേഹം ഇൻഡയറക്റ്റ് ആയിട്ട് കാണിക്കുന്നതിന് ഇവിടെ ഷൂയിനോട് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ചേച്ചിയും പോകുന്നതിന് മുമ്പേ ഇവിടെ ലീഷനെ കൂടെ തന്നെ നിന്ന് നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് പോകുമ്പോഴാണ് അതേസമയം ലീഷൻ അവന്റെ ചേച്ചി പോകുന്ന അവിടെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇവന്റെ സ്നേഹം ഇൻഡയറക്റ്റ് ആയിട്ടാണല്ലോ കാണിക്കുന്നതെന്ന് പറഞ്ഞ്
അവന്റെ പുറകിനെ വന്നോണ്ടിരിക്കും. അപ്പോഴാണ് അവൻ അവളോട് പറയുന്നത് ഇന്നലെ അവളോട് അങ്ങനെ സംസാരിച്ചാലും അവൻ ഇവൾ പറഞ്ഞോണ്ട് ഇപ്പൊ സർജറി ചെയ്യാൻ തീരുമാനിച്ചെന്ന്. ഇത് കേട്ട് അവളാണ് ഭയങ്കര സന്തോഷത്തിൽ ഇനിയിപ്പോ നീ വാക്ക് മാറില്ലെന്ന് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ലീഷുവിന് ട്രീറ്റ്മെന്റ് സമ്മതിച്ചാണ്. അങ്ങനെ അതിനുശേഷം ഇവന്റെ സർജറിയും പെട്ടെന്ന് തന്നെ നടന്നു കഴിയുമ്പോഴാണ് അതേസമയം ആശുപത്രി വെച്ച് ഇവന്റെ എപ്പോഴിരിക്കുന്ന ലൈറ്റർ അങ്ങ് മിസ്സായി പോകും. അങ്ങനെ അതുകൊണ്ട് അവൻ ടെൻഷനായിട്ട് അന്വേഷിക്കുമ്പം ഇവനെ സഹായിക്കാൻ വേണ്ടി ഷൂയിനും ആ ഹോസ്പിറ്റൽ മൊത്തം തിരക്കി നോക്കും. പക്ഷെ ഇവർക്കാണ് തപ്പിയിട്ട് അവിടെ ലൈറ്റർ കിട്ടത്തില്ല. അതുകൊണ്ട് ഷൂയിനാണ് അവിടുത്തെ സ്റ്റാഫിനോടൊക്കെ ചെന്ന് ആ ലൈറ്റർ അവൾക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ട് അത് കിട്ടുവാണ് ഇവളുടെ നമ്പറിലേക്ക് വിളിക്കാൻ പറയും. അങ്ങനെ ഇവർ ഇവിടുന്ന് പോകുന്ന മുമ്പേ തന്നെ അവർക്ക് ആ ലൈറ്റർ തിരിച്ചിട്ടുമ്പോഴാണ് അതിന്റെ അവസ്ഥയാണ് ഇപ്പൊ ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അത് പൊട്ടി മൊത്തത്തിൽ ഓരോ പാർട്സ് ആയി. അങ്ങനെ അത് കണ്ട് അവന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഷൂയിനാണ് ഇവ സ്മോക്ക് ചെയ്യുന്നതും കണ്ടിട്ടില്ല, പിന്നെ തന്നെ ഈ ലൈറ്റർ ഇത്രയും സുരക്ഷയായിട്ട് കീപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പനാണ് അവൻ ആ ഫ്ലാഷ് ബാക്ക് പറയുന്നത് ഇവൻ ഈ ലൈറ്റർ അവന്റെ അച്ഛന്റെ ഓർമ്മയായിട്ട് കൈവച്ചോണ്ടിരിക്കുക. അദ്ദേഹമാണ് ഒരു ദിവസം കാർ ആക്സിഡന്റിന് മരിച്ചുപോയി കാണും. അതിനുശേഷം ഇവന്റെ കുടുംബത്തിന് അച്ഛന്റെ സ്ഥാനത്തിരുന്ന് അവൻ നോക്കാനാ തീരുമാനിച്ചത്. പക്ഷെ ഇവനെ കൊണ്ടൊന്നും സഹായിച്ചില്ലായിരുന്നു. അവന്റെ ചേച്ചിക്കും അങ്ങനത്തെ ഒരു മോശമായ ഭർത്താവ് കിട്ടി. ഇവൻ ഇതിനു മുമ്പ് അച്ഛന് കൊടുത്ത വാക്കൊന്നും കീപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയും. അങ്ങനെ അദ്ദേഹത്തിന്റെ ഓർമ്മയായിട്ടാണ് ഇവൻ ഈ ലൈറ്റർ ഇപ്പൊ കൈവച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ സർജറി കഴിഞ്ഞ് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഇവർ വീണ്ടും ആ പ്രോജക്റ്റ് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവനാണ് എപ്പോഴിപ്പോ ഇവിടെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ജിയാങ്ങിന്റെ വർക്കും കൂടെ അവൻ പറയാ ചെയ്ത് കാണും. അതുകൊണ്ട് ജിയാനാണ് ഷോക്കായിട്ട് ഇവന്റെ വർക്ക് എന്തിനാ പറയാതെ ഇവൻ തന്നെ ചെയ്തേന്ന് അവൻ കുറച്ച് ചൂടാകും. കാരണം ഇവന് മുമ്പേ തൊട്ട് അത് ഇഷ്ടമല്ല ഇവനോട് പറയാതെ ഓരോ കാര്യങ്ങളും ലീഷും ചെയ്യുന്നത്. അതുകൊണ്ട് ഇവൻ ഇപ്പൊ ചെയ്തോണ്ടിരുന്ന വർക്കും ലീഷും ചെയ്ത് തുറന്ന് അവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അതേസമയം ഷൂയിനാണ് ഇത് മനസ്സിലാക്കി എന്തായാലും ലീഷിന് കുറച്ച് സമയം പുറത്തേക്ക് വിളിച്ചോണ്ടോന്ന് അറിഞ്ഞിട്ട് അവനെ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കും. അങ്ങനെ ഇവർ ഒരുമിച്ച് ഫുഡ് അടിക്കുമ്പോഴാണ് ഇപ്പൊ കോളേജ് വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും അവർ വീട്ടിലേക്ക് പോവുക. പക്ഷെ ഷൂയിനാണ് ലീഷിനെ ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ തോന്നില്ല. അതുകൊണ്ട് അവളും ഒരു 2 ദിവസം ഇവന്റെ കൂടെ പ്രോജക്റ്റ് വർക്ക് ചെയ്തിട്ട് അതിനുശേഷം വീട്ടിൽ പോയാൽ പോരെയെന്ന് അവനോട് റീസൺ പറയുമ്പം ഇത് കേട്ട് അവനാണ് സന്തോഷപ്പെടും. അങ്ങനെ ഇവർ തമ്മിൽ പരസ്പര സ്നേഹമുള്ള കാര്യം അവർ തമ്മിൽ മനസ്സിലാക്കി. അതിനുശേഷം അവളും അവന്റെ പൊട്ടിപ്പോയ ലൈറ്റർ വാങ്ങിച്ചിട്ട് അത് ശരിയാക്കാൻ തീരുമാനം എടുക്കും. ഇതേസമയം ജിയാൻ വെക്കേഷന് വീട്ടിൽ പോകുന്നതിന് മുമ്പേ അവനിപ്പോ ലീഷിന്റെ ഗ്രൂപ്പിൽ നിന്ന് പുറത്തുപോകാൻ തീരുമാനം എടുത്ത്. ഇതിനുമ്പ് അവൻ വഴക്കൂടി പുറത്തോണെന്ന് പറഞ്ഞാണ്. പക്ഷെ ഈ തവണ അവൻ തീർച്ചയായിട്ടും തിരിച്ചു വരത്തില്ലെന്ന് ഷൂയിനോട് പറയും. ഇത് കേട്ട് അവളാണ് അവളുടെ ഭാഗത്തും കുറച്ച് തെറ്റുണ്ടെന്ന് പറഞ്ഞ് അവനോട് സോറി പറയുമ്പം അവൻ ഇവളുടെ ഭാഗത്തും തെറ്റില്ലെന്ന് പറഞ്ഞ് അവളെ സമാനപ്പെടുത്തും. അതിനുശേഷം അവനും ലീഷിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യാണ്. ഇവന്റെ എഫോർട്ട് ആരും കാണത്തില്ലെന്ന് പറഞ്ഞ് ഇനി തൊട്ട് ഇവ ലീഷിനെ പോലെ തന്നെ സ്വന്തമായിട്ട് പ്രോജക്റ്റ് ഒക്കെ എടുത്ത് ചെയ്യുന്ന പറയും. എന്നാലേ ജിയാങ് എന്ന പേരിന് ഒരു വില കിട്ടത്തുള്ളെന്ന് അവൻ ഫുൾ കോൺഫിഡൻസ് ആയിട്ടിരിക്കും. അതിനുശേഷം ഈ കാര്യം ലീഷിന് അറിയുമ്പം എന്തായാലും അവനെ ഇന്നെ ഫോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവരിന് ജിയാങ് അവന്റെ പാതയിലേക്ക് പോട്ടെന്ന് പറഞ്ഞ് അവനെ ഫ്രീ ആയിട്ട് വിടും. അതിനുശേഷം ഇവർ വർക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലാകുന്നത് ഇവരുടെ പ്രോജക്റ്റിനുള്ള ലോഗോ പോലും ഇവർ ഇതുവരെ റെഡിയാക്കില്ല. പക്ഷെ ഇനി ഒരാഴ്ചക്കുള്ളിൽ ഇവരിപ്പോ കോഡിങ് ചെയ്തോണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ റെഡിയാക്കണം. എന്നാൽ ഇതുവരെ ആപ്പിന്റെ ലോഗോ പോലും ഇല്ലാത്തതുകൊണ്ട് ഇവനും കുറച്ച് കൺഫ്യൂസ് ആകുമ്പോൾ അവളാണ് അവൾക്കറിയാവുന്ന ഒരു ഫ്രണ്ട് ഒരു ആർട്ട് എക്സിബിഷൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവൻ അവിടേക്ക് ക്ഷണിക്കും. അങ്ങനെയാണ് അവിടെ വെച്ച് നമുക്ക് എന്തെങ്കിലും ഈ ആപ്ലിക്കേഷനുള്ള ലോഗോ ഒപ്പിക്കാന്ന് ഇവള് ലീഷിനെ വിളിക്കുമ്പം അവനാണ് ആദ്യം വരുന്നില്ലെന്ന് പറയും. പക്ഷെ അടുത്ത ദിവസമാണ് ഇവളുടെ കൂടെ ഫസ്റ്റ് ഡേറ്റ് എന്ന പോലെ ആ ഫുള്ള് ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ചെയ്ത് വരും. ഇത് കണ്ട് അവളാണ് ഷോക്കായി. ഇവൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഡ്രസ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇവളുടെ ഫ്രണ്ടിന്റെ എക്സിബിഷൻ അല്ലെന്ന് പറഞ്ഞ് അവന്റെ ഫ്രണ്ട് കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി ഇങ്ങനെ വന്നേന്ന് കള്ളം പറയും. പക്ഷെ അവൾക്ക് മനസ്സിലായി ഇവനൊരു ഡേറ്റ് ആയിട്ട് ഇത് കണക്ക് കൂട്ടിയെന്ന്. അതുകൊണ്ട് അവളും പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇതൊരു ലുക്കായിട്ട് വന്നേനെന്ന് അവള് പതിയെ പറയുമ്പം ഇവനത് കേട്ടിട്ട് നീ ഇപ്പൊ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവരുടെ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഇതെല്ലാം ഷൂയിന്റെ ഫ്രണ്ടും കാണും. അങ്ങനെ ഇവന്റെ എക്സിബിഷനാണ് അവൾ വന്നേക്കുന്നത്. ഇവനെ നമ്മൾ ഡ്രാമയുടെ തുടക്കത്തിലും കണ്ടു കാണും. അങ്ങനെ അവന് ഷൂയും ലീഷനായിട്ട് വരുന്നിട്ട് അവളെ കണ്ട് സംസാരിക്കാതെ ദൂരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവർ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് അതേസമയം പുറത്ത് നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് ലീഷനാണ് ഇവൻ ടാക്സി വിളിക്കുന്നവരെ അവൾ അകത്തേക്ക് ചെന്ന് വെയിറ്റ് ചെയ്യാൻ പറയും. പക്ഷെ അവൾക്കാണ് ഇവനിങ്ങനെ ഒറ്റയ്ക്ക് തണുപ്പ് അനുഭവിക്കുന്ന അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൾ അപ്പൊ തന്നെ ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവളും കൂടെ ചേർന്ന് വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ രണ്ടുപേരും പരസ്പരം കെയർ കാണിച്ചോണ്ട് തിരിച്ച് കോളേജിലേക്ക് വരുമ്പോ തന്നെ ഇവിടെ ലീഷനാണ് പനി പിടിക്കും. അതുകൊണ്ട് അവളും തൽക്കാലം ഗുളികയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവൾ അന്ന് രാത്രി അവളുടെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അവൾക്കൊരു സ്പെഷ്യൽ ക്ലാസ് ഉള്ളതുകൊണ്ട് വെക്കേഷന്റെ ആദ്യത്തെ 2 ദിവസം ഇവൾക്ക് വീട്ടിലേക്ക് വരാൻ പറ്റത്തില്ലെന്ന്. കാരണം ലീഷിന്റെ കൂടെ അവിടെ പഠിക്കുമെന്ന് പറഞ്ഞ അവളുടെ അമ്മ ഒട്ടും തന്നെ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഇവൾ കുറച്ച് ടെൻഷനോടെ ആദ്യമായിട്ട് അവളുടെ അമ്മയുടെ അടുത്ത് കള്ളം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പം ഇവളും ഭയങ്കര സന്തോഷത്തിൽ എന്റെ അമ്മയുടെ അടുത്ത് ഞാൻ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാരായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. പക്ഷെ ഇത് കേട്ട് അവൾക്കൊന്നും മനസ്സിലാവാതെ അതിന് ലീഷിന്റെ കൂടെ അവിടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ ഇവളുടെ അമ്മ സമ്മതിക്കത്തില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അവളുടെ അമ്മയ്ക്ക് ലീഷിന് ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ഇവൾ അതിനെ കുറിച്ച് വിവരിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം ഇവളെക്കാളും ബുദ്ധിജീവിയാണ് അവളുടെ അമ്മ. അതുകൊണ്ട് അവരാണ് ലീഷും കള്ളം പറയാന്ന് മനസ്സിലാക്കിയിട്ട് അവളുടെ അച്ഛനോട്
നാളെ തന്നെ ഷൂയിനെ കോളേജിൽ നിന്ന് വിളിച്ചോണ്ട് വരാൻ പറയും. അങ്ങനെ എന്തേലും വർക്കിന്റെ വിഷയം പോയതെന്ന് കള്ളം പറഞ്ഞ് അവളെ നൈസിന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ ഇവരുടെ പ്ലാൻ. അങ്ങനെ അച്ഛൻ അതിന് സമ്മതിക്കുമ്പം ഇതേ സമയം ലീഷുവിന്റെ പനിയാണ് ഇവിടെ കൂടത്തേ ഉള്ളു. അതുകൊണ്ട് അവൾ വീണ്ടും ഇവന് ഗുളിക വാങ്ങിക്കാൻ വേണ്ടി മെഡിക്കലിൽ ചെല്ലുമ്പം അതേസമയം അവളുടെ അമ്മ ഫോൺ വിളിച്ച് ഇന്ന് ഇവളുടെ അച്ഛൻ വർക്ക് വിഷയമായിട്ട് അങ്ങോട്ടേക്ക് വന്നോണ്ട് ഇവളെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി വിളിച്ചോണ്ട് വരാൻ പറയും. അങ്ങനെ ഇത് കേട്ട് ഇവൾക്കാണ് ഇനി കള്ളം പറയാൻ തോന്നത്തില്ല. കാരണം ഇനിയും ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അവളുടെ അച്ഛൻ കണ്ടെത്തും. അതേസമയം ഇവളിങ്ങനെ പുറത്തേക്ക് വന്ന സമയം നോക്കി ഷൂയിന്റെ അച്ഛന് ലീഷുവിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പം അവൻ അവിടെ ഒറ്റയ്ക്ക് നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവളുടെ അച്ഛനും ഇവൻ വെക്കേഷന് വീട്ടിൽ ഒന്നും പോയില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അടുത്ത ആഴ്ച പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ അതിനുവേണ്ടി വർക്ക് ചെയ്യാന്ന് പറയും. അതിനുശേഷം അവിടേക്ക് വന്ന ഷൂയിനാണ് ഇവന് മരുന്ന് കൊടുത്തിട്ട് അവളുടെ അച്ഛനായിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇവൾക്കാണ് ലീഷുവിന് ഒറ്റയ്ക്കായിട്ട് പോകാനും മനസ്സിലാകത്തില്ല. ഇവൾ വീട്ടിൽ ശേഷം മെസ്സേജ് ഇടണമെന്ന് പറഞ്ഞ ഉടനെ അവളാണ് ഭയങ്കര സന്തോഷത്തിലാകും. അതിനുശേഷം ഇവൾ ഷൂവിന് അപ്സെറ്റ് ആയിട്ട് വരുമ്പോഴാണ് ഇത് കാണുന്ന അച്ഛനാണ് മനസ്സിലായി അവനെ ഒറ്റയ്ക്കായിട്ട് വരാൻ ഇവൾക്ക് വലിയ താല്പര്യമില്ലെന്ന്. അതുകൊണ്ട് വീണ്ടും കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് അച്ഛൻ അവളെ കളിയാക്കുമ്പം ഇത് കേട്ട് അവളാണ് ലീഷു മാത്രം ഇനി ഒറ്റയ്ക്ക് ആ വർക്കൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് അവൾ അവനെ ഓർത്ത് വിഷമിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളുടെ അച്ഛനും അവനെ കണ്ടിട്ട് നല്ല സ്മാർട്ടായിട്ട് തോന്നിയെന്ന് പറഞ്ഞ് ഇവളുടെ അച്ഛൻ അവനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ പറയും. ഇത് കേട്ട് അവൾ ഷോക്കായി ഇതേപോലെ അമ്മ വിചാരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവളിപ്പോ അവനോട് ഒരുമിച്ച് ഇന്ന് പഠിച്ച കാര്യമൊന്നും വീട്ടിൽ ചെന്ന് അമ്മയോട് പറയില്ലെന്ന് പറയും. ഇത് കേട്ട് അച്ഛനും ഇവള് പറഞ്ഞല്ലോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞോളാന്ന് അവളും വിളിച്ചോണ്ട് വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ ഇവളുടെ മറ്റേ കൂട്ടുകാരനും ആ വിദേശത്ത് നിന്ന് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ ഉള്ളു. അതുകൊണ്ട് അവനൊരു പാർട്ടി എടുക്കുന്ന പോലെ അവന്റെ ഫാമിലി ആയിട്ട് ഇവര് ഒരുമിച്ച് നിന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അങ്ങനെ ഫാമിലി ആയിട്ട് ഇവര് ഫുഡ് കഴിച്ചാലും ഷൂയിനാണ് ലീഷിനെ കുറിച്ചുള്ള ഓർമ്മയെ കാണത്തുള്ളു. പനിയായിട്ട് അവൻ ഗുളിക കഴിച്ചോ അല്ല അവൻ ചുമ്മാ റെസ്റ്റ് എടുക്കണോ എന്നിന് ഇവള് കുറെ ആലോചിച്ചോണ്ട് അവന് മെസ്സേജ് അയക്കുമ്പോൾ അവന്റെ ഭാഗത്ത് നിന്ന് റിപ്ലൈ ഒന്നും കിട്ടത്തില്ല. ഇതേസമയം ഇവള് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവളുടെ അമ്മയും ഇവൾ എന്തോ അങ്ങനെ നോക്കുന്നെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ ടെൻഷനായി അവള് പെട്ടെന്ന് ഇവളുടെ പരീക്ഷയുടെ റിസൾട്ട് എന്ന് പറഞ്ഞ് അവള് നൈസിനങ്ങ് എസ്കേപ്പ് ആകും. അങ്ങനെ അതേപോലെ തന്നെ ഇവർ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോഴാണ് ഇവൾക്ക് നല്ല മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ലീഷുവിന്റെ അത് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് അവനത് കണ്ടിട്ട് ഈ തവണ ഇവനേക്കാൾ നല്ല മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അവ സന്തോഷത്തിൽ അവൾക്ക് റിപ്ലൈ ചെയ്യും. അതിനുശേഷം ഇവളും അവനെ ഫോൺ വിളിച്ചു നോക്കുമ്പോഴാണ് അവനാണ് ഇവൾ വാങ്ങിച്ചെന്ന മരുന്ന് വേറെ ഏതാണ്ടെന്ന് പറഞ്ഞ് അവന്റെ പനി കൂടിയ കാര്യം പറയും. അതിനുശേഷം ഇപ്പം വേറൊരാളെ ഗുളിക വാങ്ങിക്കാൻ വേണ്ടി സഹായത്തിന് ആവശ്യപ്പെട്ടേ ഉള്ളു. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ന്യൂ ഇയർ വരാൻ പോകുന്നതുകൊണ്ട് ഷൂയിന് അവളുടെ ഫ്രണ്ടായിട്ട് പുറത്ത് കറങ്ങാൻ വേണ്ടി പോകും. രാത്രി അവളുടെ ഫാമിലി ആയിട്ട് ന്യൂ ഇയർ ആഘോഷിക്കുമ്പോഴാണ് ഇവൾക്കാണ് പുറത്ത് ലീഷു നിൽക്കുന്ന പോലെ തോന്നിക്കൊണ്ടിരിക്കും. ഒരേ ഇവളറിയെ തന്നെ വന്നോന്നറിഞ്ഞ് അവനെ ചുമ്മാ ഫോൺ വിളിച്ചു നോക്കുമ്പം അവനാണ് സത്യത്തിൽ ഇവളുടെ വീടിന്റെ പുറത്ത് തന്നെ ഉള്ള. അങ്ങനെ അവൻ കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് പോകുന്ന പറയുമ്പം ഇവളെ സന്തോഷത്തിൽ അവനെ കാണാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ നോക്കും. പക്ഷെ അവളുടെ അമ്മയാണ് ന്യൂ ഇയർ ആയിട്ട് ഇവൾ എവിടെയൊക്കെ പോകുന്നതെന്ന് പറഞ്ഞ് അവളിരുത്തി കുറെ ഗെയിം കളിച്ചോണ്ടിരിക്കും. പക്ഷെ ഇവളുടെ ചിന്ത വീണ്ടും ലീഷുന്റെ അടുത്ത. അതുകൊണ്ട് ഇവരെല്ലാം ഉറങ്ങിയതിനു ശേഷം നൈസിന് അവനെ കാണാൻ വേണ്ടി ഇവളും പുറത്തേക്ക് ചെല്ലും. പക്ഷെ അതേസമയം ലീഷനാണ് അവിടെ കാണത്തില്ല. അതുകൊണ്ട് ഇവൾ അവനെ ഫോൺ വിളിച്ചു നോക്കുമ്പോഴാണ് അവനാണ് അടുത്തുള്ളൊരു ഹോട്ടലിൽ റൂം എടുത്തേക്കെന്ന് പറയും. അങ്ങനെ അവിടേക്ക് ഇപ്പൊ ഇവളെ വിളിക്കുമ്പോഴാണ് ഇവളാണ് കുറച്ച് നെർവസ് ആയി ഞാനിപ്പോ എന്തിനാ അവന്റെ റൂമിലേക്ക് വന്നേന്ന് ഇവൾ ആദ്യം പോകുന്നില്ലെന്നൊക്കെ ചുമ്മാ വാചകം അടിക്കും. പക്ഷെ അടുത്ത സെക്കൻഡ് തന്നെ വീട്ടുകാരും അറിയാതെ തന്നെ നൈസിന് അവനെ കാണാൻ വേണ്ടി അടുത്തുള്ള ഹോട്ടലിലേക്ക് ചെല്ലും. അങ്ങനെ അവൻ അവിടുത്തെ ആൾക്കാരായിട്ട് ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവളെ കണ്ടതോടെ അവിടെ ഉള്ള എല്ലാരും കൂടെ ലീഷും പറഞ്ഞ പോലെ തന്നെ അവൾ ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞ് അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. കാരണം ഇവള് മുമ്പേ തന്നെ വരുന്ന അവൻ ഉറപ്പുണ്ട്. അതിനുശേഷം അവനും അവളെ വിളിച്ചോണ്ട് റൂമിലേക്ക് പോകുമ്പോൾ ഇവളാണ് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് പുറത്ത് തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അതിനുശേഷം അവനും എങ്കിൽ പിന്നെ വരണോ വേണ്ടെന്ന് ആലോചിച്ചിട്ട് പിന്നെ വന്നാൽ മതിയെന്ന് അവൻ പെടുന്ന ഡോർ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷെ അവളാണ് പെടുന്ന ഡോർ ഓപ്പൺ ചെയ്തിട്ട് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവൾ അകത്തേക്ക് കയറി വരും. എന്നിട്ട് അവന് ന്യൂ ഇയർ ആയിട്ട് ഇവൾക്ക് ചിലവന് കുറെ പൈസ കൊടുക്കുമ്പോഴാണ് അവളാണ് സന്തോഷത്തിൽ ഇവനിപ്പോ ATM കാർഡ് തന്നത് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ടാണെന്ന് ചോദിക്കും. പക്ഷെ അവനാണ് ഇത് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ടല്ല ഇവൾ ഇതുവരെ വർക്ക് ചെയ്തതിന്റെ സാലറി ആണെന്ന് പറയും. അതല്ലാതെ ഇവൾക്ക് വേറെ ന്യൂ ഇയർ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവൾക്ക് വേണ്ടി അവൻ വാങ്ങിച്ച ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് എടുത്ത് കാണിക്കും. അങ്ങനെ ഇത് കണ്ട് അവളാണ് മൊത്തത്തിൽ ഇംപ്രസ് ആയി ഇവനെ കാണിക്കാൻ വേണ്ടി അവൾ അവിടുത്തെ റെസ്റ്റ് റൂമിൽ ചെന്ന് ചേഞ്ച് ചെയ്തിട്ട് വരും. അങ്ങനെ ഇവളെ കണ്ട് അവന് മൊത്തം സ്റ്റണ്ണായി പോകുമ്പോഴാണ് ഇവനിപ്പോ എങ്ങനെയാണ് ഗിഫ്റ്റ് ചെയ്ത് അതേപോലെ ഇവൾ അവനെ സർപ്രൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവന്റെ ലൈറ്റർ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇവള് പ്ലാൻ ചെയ്യും. അങ്ങനെ അതിനുവേണ്ടി ഇവളും നമുക്കാദ്യം ഫയർ വർക്ക്സ് കത്തിക്കാന്ന് പറഞ്ഞ് ഇവനെ പുറത്തേക്ക് വിളിക്കുമ്പം ഇവനാണ് പടക്കം പൊട്ടിക്കാൻ ലൈറ്റർ ഒന്നില്ലെന്ന് പറയും. അതുകൊണ്ട് അത് അവൻ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് ഇറങ്ങാൻ നോക്കുമ്പം ഇവള് പെടുന്ന മുകളിൽ ഇരുന്ന് ലൈറ്റർ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരാന്ന് ഇവന്റെ അച്ഛന്റെ പ്രീഷ്യസ് ആയിട്ടുള്ള സാധനം എടുത്തു കൊടുക്കും. അങ്ങനെ അതിപ്പോ ഇവള് ശരിയാക്കിയത് കണ്ട ഉടനെ അവന് മൊത്തത്തിൽ ഇമോഷണലായി ടച്ചായി പോകും. അങ്ങനെ ഇവർ സന്തോഷിച്ച് ഇവിടെ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോഴാണ് അവസാന ഷൂയിനും അവൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് പോകുന്ന മുമ്പ് ഉറങ്ങുന്ന ലീഷിനെ കണ്ട് അവൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോകും. അതിനുശേഷം അവൾ രാവിലെ എഴുന്നേക്കുന്ന തന്നെ ലീഷിന്റെ മെസ്സേജ് ആണ്. അങ്ങനെ അവൻ ഇനി കോളേജ് വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇവൾക്ക് മെസ്സേജ് ഇട്ടേക്കും. അതിനുശേഷം ഇവളെ സന്തോഷത്തിൽ അവൻ വാങ്ങിച്ചെന്ന ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ട് ഇനിയിപ്പോ പെട്ടെന്ന് തന്നെ കോളേജ് ചെന്ന് ലീഷിനെ കാണാൻ അവൾക്ക് ആഗ്രഹം. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസമാണ് പ്രൊഫസർ ഷൂയിനെ കാണാന്ന് പറഞ്ഞ് കോളേജിലേക്ക് വിളിക്കുമ്പം അതേസമയം ഇവൾക്ക് മുമ്പ് പ്രൊഫസർ ലീഷിനായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. കാരണം വരാൻ പോകുന്ന കോമ്പറ്റീഷന് അദ്ദേഹം ലീഷിന് പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞേക്കുക. അങ്ങനെ അവിടെ കുറെ കോളേജിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ആരെയും ആ മത്സരത്തിൽ പങ്കെടുപ്പിക്കത്തില്ല. എന്നാൽ ലീഷിന്റെ ടാലന്റ് കാരണം അദ്ദേഹം എങ്ങനെയൊക്കെ ഈ ചാൻസ് ഒപ്പിച്ച്. പക്ഷെ അവനാണ് ഇവന് വരെ വേണം ഷൂയിന് വിളിച്ചു
വിളിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവും. അതിനുശേഷം സാറ് ഷൂയിനോട് ഒറ്റയ്ക്ക് എങ്ങനെയൊക്കെ അവന്റെ മനസ്സാറ്റാൻ പറഞ്ഞ് ഈ ഒരു നല്ല ചാൻസിനെ കുറിച്ച് ആളോട് എടുത്തു പറയും. അങ്ങനെ ഷൂയും പറയുമ്പോഴാണ് അവസാനം അവനും ചുമ്മാ പേരിന് മാത്രം അവൻ ആ കോമ്പറ്റീഷന് വരാൻ തീരുമാനം എടുക്കും. കാരണം അവന് ഇത് ഒട്ടും തന്നെ താല്പര്യമില്ല. അങ്ങനെ ജിയാനും ഇവർ രണ്ടുപേരും കൂടെ ആ കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പോകുമ്പോഴാണ് അതിന് മുമ്പേ തന്നെ ലീഷുൻ അവൻ അകത്തേക്കൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവും. ഇത് കണ്ട് ഷൂയിനും പുറകെ ചെല്ലുമ്പോഴാണ് ജിയാനാണ് എങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് തന്നെ ഞാൻ പങ്കെടുത്തോളം എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി പോകും. അങ്ങനെ അവിടെ വെച്ചാണ് അവൻ ലീന എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചിനെ മീറ്റ് ചെയ്യുന്നത്. അവൾക്കാണ് ഇവന്റെ പേര് കേട്ടിട്ട് ഇവനും ലീഷനും വേറൊരു കൊച്ചും കൂടെ അല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് സക്സസ് ആയി എന്ന് പറഞ്ഞ് ഇവരെ കുറിച്ച് പൊക്കി പറയും. അതുകൊണ്ട് ഇവനും കുറച്ച് അവളോട് ക്രഷ് ഉള്ളതുകൊണ്ട് നൈസിന് അവളെ വീഴ്ത്താൻ വേണ്ടിയൊക്കെ നോക്കും. അങ്ങനെ അവൾ അതൊരു ചാൻസ് ആയിട്ട് യൂസ് ചെയ്ത് അവന്റെ കൂടെ കുറെ ടൈം സ്പെൻഡ് ചെയ്ത് ഇവർ ചെയ്ത ആ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ മനസ്സിലായിക്കൊണ്ടിരിക്കും. അങ്ങനെ അവന് സീക്രട്ട് ഒന്നും കീപ്പ് ചെയ്യാതെ ഇവർ ആ പ്രോജക്റ്റ് എന്തൊക്കെയാണ് ചെയ്തത് അതെല്ലാം ഒന്നും വിടാതെ ഇവനങ്ങ് തുറന്നു പറയും. അങ്ങനെ അടുത്ത ദിവസം ഇവൾ അതിനെ കുറിച്ച് അവനോട് തിരക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ റൂമിൽ വെച്ച് ലീഷുവിനെ കണ്ടുടനെ അവൾ പെട്ടെന്ന് ഇവനെ ഒറ്റയ്ക്കാക്കിയിട്ട് ആ പ്രോജക്റ്റിനെ കുറിച്ച് ലീഷുവിനോട് തിരക്കാൻ തുടങ്ങും. പക്ഷെ ഇത് കാണുമ്പോൾ അവനങ്ങ് ജലസാകും. ഇത്ര ദിവസം ഇവന്റെ പുറകെ നടന്ന അവള് ലീഷുവിനെ കണ്ടുടനെ ഇവന് മൈൻഡ് ചെയ്യാത്തുണ്ട്. ചുമ്മാതെ അവൻ ലീഷൻ ചെയ്യുന്നതിനെ കണ്ട് അവൻ ഇഷ്ടപ്പെടത്തില്ല. ഇതും കൂടെ ആയപ്പോ അവനോടുള്ള ദേഷ്യം കൂടത്തേ ഉള്ളു. അതിനുശേഷം ഇവരുടെ കോമ്പറ്റീഷൻ നടക്കുമ്പോഴാണ് അവിടെ ഫാങ് എന്ന് പറഞ്ഞ ഒരുത്തനാണ് ഇതിനുമ്പ് കുറെ കോമ്പറ്റീഷന് പങ്കെടുത്ത് അവൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ തവണ അവനാരും കിട്ടുന്നതെന്ന മിക്കുള്ളവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ കേട്ടതോടെ ജിയാങ്ങിന്റെ കിളി മൊത്തത്തിൽ അങ്ങ് പോയി. അതിനുശേഷം അന്ന് രാത്രി ഇവരുടെ ഫൈനൽ കോമ്പറ്റീഷൻ വരെ ഇന്ന് 10 ദിവസം ഉള്ളതുകൊണ്ട് വന്നവർക്കെല്ലാം അന്ന് രാത്രി ഡിന്നർ അറേഞ്ച് ചെയ്യും. അങ്ങനെ ഇവരൊക്കെ ഒരുമിച്ച് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് മറ്റു ലീനയാണ് ഇപ്പൊ ഷൂയിനെ കണ്ട് സംസാരിച്ചിട്ട് ഇവരുടെ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ ജിയാൻ കുറെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയും. ഇത് കേട്ട് ലീഷുവിനും ഷൂയിനും കൂടെ മൊത്തത്തിൽ അവൻ ഇപ്പൊ എല്ലാം തുറന്നു പറഞ്ഞു വന്ന് ഇവരുടെ അവനെ തുറച്ചു പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ആ ഫാങ്ങും വന്നിട്ട് ഇവരെല്ലാം പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ അവനാണ് ഷൂയിനെ കണ്ടിട്ട് ഇപ്പൊ എത്ര മാസങ്ങളായെന്ന് പറഞ്ഞ് അവളെ കണ്ട് സംസാരിക്കാൻ തുടങ്ങും. പക്ഷെ ഇവൾക്കാണ് അവനെ കണ്ടിട്ട് ദേഷ്യം മാത്രമേ വരുത്തുള്ളൂ. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തോ സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനെ അവൻ ഇവരായിട്ട് സംസാരിച്ചു പോകുമ്പോഴാണ് ഷൂയിനാണെ പുറകെ ചെന്നിട്ട് ഇവളുടെ കൂട്ടുകാരി ഇപ്പോഴും ഓർമ്മ ഉണ്ടോ ചോദിക്കും. അപ്പോഴാണ് അവനും ഇവളുടെ കൂട്ടുകാരി മറക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ ഇവളോട് ചുമ്മാ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും. കാരണം ഷൂയിന്റെ കൂട്ടുകാരി മരിക്കാനുള്ള കാരണം ഇവനാണ്. പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതെ ഇവനാണ് ഇവർ കോമ്പറ്റീഷന് പങ്കെടുത്താലും വിജയിക്കാൻ പോകുന്ന അവനാന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ അവളോട് പറയും ഇവൻ ഈ കോമ്പറ്റീഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അവൻ വിജയിക്കുന്ന പോലെയാന്ന്. അതിനുശേഷം അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇത് കാണുന്ന അവൾക്കാണ് നല്ല ദേഷ്യം വരും. അതിനുശേഷം അവിടേക്ക് വരുന്ന ലീഷനാണ് ഇവൾക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് തിരക്കുമ്പം അവളൊന്നും പറയാതെ വിഷമിച്ച് അവനിങ്ങനെ ഹഗ് ചെയ്തിരിക്കും. അങ്ങനെ അതോടെ അവന് മനസ്സിലായി ഇവൾക്ക് എന്തോ പറയാൻ പറ്റാത്തൊരു വിഷമമുണ്ടെന്ന്. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഷൂവിനൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ അവൾ ഒരുത്തിന് പ്രണയിക്കാന്ന് പറഞ്ഞ് ഇവളോട് മാത്രം സീക്രട്ട് ആയിട്ട് പറയും. അങ്ങനെ അത് വേറെ ആരുമില്ല, അത് ഈ ഫാങ് ആണ്. അങ്ങനെ അവൻ ഇവരുടെ ലവ് റിലേഷൻ ഭയങ്കര സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്ത. പക്ഷെ ആരോ ഒരാള് ഇവർ രണ്ടൊരു കപ്പിൾസ് എന്നുള്ള കാര്യം കണ്ടുപിടിച്ച് അത് അവരുടെ സ്കൂൾ ഗ്രൂപ്പ് മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ചെയ്യും. ഇതേ സമയം ഈ ഫാങ് ആണ് ഈ സ്കൂളിലെ ടോപ്പറ. അങ്ങനെ ഇവൻ ഇവിടുത്തെ കുറെ അവാർഡൊക്കെ വാങ്ങിച്ച് ഒരു സെറ്റിൽ ആയിട്ടുള്ള കോളേജ് ചേരാൻ തീരുമാനം എടുത്ത. പക്ഷെ ഇവൻ ഇങ്ങനെ ഒരു ചീത്തപ്പേര് ഇട്ടതുകൊണ്ട് ഇനി ഇവൻ ഈ സ്കൂളിൽ നിന്ന് അവാർഡ് കിട്ടുമെന്ന് പേടിച്ചു പോയി. അവനാണ് പെട്ടെന്ന് ഇവളായിട്ട് ചാറ്റ് ചെയ്ത് ഹിസ്റ്ററി എല്ലാം അവൻ എഡിറ്റ് ചെയ്ത് അവളെ ഇവന്റെ പുറയുന്ന ശല്യപ്പെടുത്തുന്ന പോലെ അവ സ്കൂൾ മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ചെയ്യും. ഇതോടെ അവളുടെ കൂട്ടുകാരൻ മൊത്തത്തിൽ തകർന്നു പോകുമ്പോൾ ഇത് കാണുന്ന ഷൂയിനാണ് ദേഷ്യത്തി ഇവനിപ്പോ എന്തോ കാണിച്ചെന്നറിഞ്ഞ് അവനോട് ചെയ്യാൻ ചൂടാൻ തുടങ്ങും. പക്ഷെ അവനാണ് ഇവളുടെ കൂട്ടുകാരിക്ക് ഇവനോട് ട്രൂ ലവ് ആണെങ്കിൽ ഇനി മേലെ അവന്റെ പറയുന്ന ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന് പറയും. അതുകൊണ്ട് സ്കൂളിൽ മൊത്തം ഇവൾക്ക് ചീത്ത പേരാകുമ്പം ഇത് കാരണം തന്നെ ഷൂവിന്റെ കൂട്ടുകാരി സൂസൈഡ് ചെയ്ത് മരിച്ചു പോകും. അങ്ങനെ ഇവൻ കാരണം മരിച്ചുപോയിട്ടും അവനാണ് അപ്പോഴും ഒരു ഒളിപ്പില്ലാതെ അവൾ ചെയ്തിട്ട് ഇവൻ എന്തോ ചെയ്യാൻ പറ്റുമെന്ന് ഷൂവിനോട് കളിയാക്കി സംസാരിച്ചാണ്. അങ്ങനെ അന്നോട്ട് ഇവൾക്ക് ആ ഫാങ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവളും ഇപ്പൊ വരാൻ വന്ന ഫൈനൽ കോമ്പറ്റീഷന് ആ ഫാങ്ങിനെ പൊട്ടിക്കണം എന്നറിഞ്ഞ് ഇവിടെ ലീഷിനോട് അവൻ ഈ കോമ്പറ്റീഷനിൽ ചേരാൻ പറയും. പക്ഷെ അവനാണ് ഇപ്പോഴും ഇതിലൊന്നും വലിയ താല്പര്യമില്ലാതിരിക്കുന്നത്. കാരണം ഇവളുടെ ഫ്ലാഷ് ബാക്ക് ഒന്നും അവനും അറിയത്തില്ല. അതുകൊണ്ട് ഇവളാണ് പെട്ടെന്ന് ഇവൻ ഇതിനു മുമ്പ് തന്ന സാലറി എല്ലാം തിരിച്ചു കൊടുത്തിട്ട് ഇനി തൊട്ട് ഇവൾ ചെയ്യുന്ന പണിക്ക് പൈസ ഒന്നും വേണ്ടെന്ന് ഒരു പേപ്പർ എഴുതി ഒപ്പിട്ട് അവനും കൊടുക്കും. ഇത് വാങ്ങിച്ചിട്ട് അവനാണ് ഇവൾക്ക് വേണ്ടി മാത്രം അവൻ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ തീരുമാനം എടുക്കും. അതുകൊണ്ട് നേരെ ജിയാങ്ങിനെ കണ്ടിട്ട് ഇവനും കൂടെ പ്രോജക്റ്റ് ചേർക്കാൻ പറയുമ്പം അതേസമയം ജിയാങ് ആണ് അവൻ ഒറ്റയ്ക്ക് ഈ പ്രോജക്റ്റ് തീർത്തേ ഉള്ളു. അതുകൊണ്ട് അവസാന സമയത്ത് ഇവനെ ഒന്ന് കയറ്റാൻ പറ്റത്തില്ലെന്ന് പറയുമ്പം പെട്ടെന്ന് ലീഷൻ അവന്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് ജിയാൻ ചെയ്യുന്ന പ്രോജക്റ്റ് അങ്ങ് ഹാക്ക് ചെയ്യും. അതിനുശേഷം അവനും ഇത്ര സേഫ്റ്റി ഇല്ലാത്ത ഒരു പ്രോജക്റ്റ് ആണോ നീ കോമ്പറ്റീഷനിൽ ചെന്ന് പങ്കെടുക്കാൻ പോകുന്നതെന്ന് എല്ലാവരുടെ ഫ്രണ്ടി അവനങ്ങ് നാണം കെടുത്തി വിടും. അങ്ങനെ അതോടെ ചുമ്മാതെ ഇവനോട് കലിപ്പായിരുന്ന ഇവൻ ഇപ്പൊ മൊത്തത്തിൽ കലിപ്പായിട്ട് ഈ കാര്യം പ്രൊഫസറിനോട് ചെന്ന് പറയും. പക്ഷെ അദ്ദേഹമാണ് ലീഷൻ ഇങ്ങനത്തെ ക്യാരക്ടർ ആണെങ്കിലും അവൻ പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ടെന്ന് ലീഷുവിനെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളു. അതുകൊണ്ട് ഉള്ള ദേഷ്യം എല്ലാം കൺട്രോൾ ചെയ്ത് അവനും താല്പര്യമില്ലാതെ അവൻ ചെയ്തു വെച്ച പ്രോജക്റ്റ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. അതിനുശേഷം ലീഷിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി അവന് മനസ്സിലാതെ കൂടെ ചേർന്നിരിക്കും. അതിനുശേഷം ഷൂയിനാണ് ഇവൻ കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇവരോട് എന്തെങ്കിലും ദേഷ്യമാണെന്ന് ചോദിക്കുമ്പോൾ അവനതൊന്നും ദേഷ്യമില്ലെന്ന് പറഞ്ഞ് പുറത്ത് ചുമ്മാ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അകത്ത് അവൻ ആള് കത്തിക്കൊണ്ടിരിക്കുക. ഇതിനുശേഷം ആ കോമ്പറ്റീഷന് വേണ്ടി ലീഷൻ ഒറ്റയ്ക്ക് രാത്രി ഫുള്ളൊന്ന് വർക്ക്
ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഷൂയിനാണ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവനടുത്ത് കസേരയിൽ അറേഞ്ച് ചെയ്ത് അവൾക്കൊരു ബെഡ് റെഡിയായി കൊടുക്കും. അങ്ങനെ അവളും കുറച്ച് സമയം റെസ്റ്റ് എടുക്കുമ്പോഴാണ് ലീഷിൻ ഈ കോമ്പറ്റീഷന് വിജയിക്കുവാണ് അവൻ പറയുന്നത് എന്ത് വേണമെങ്കിൽ ചെയ്യാന്ന് ഇവൾ അവന് വാക്ക് കൊടുക്കും. ഇത് കേട്ട് അവനും ചുമ്മാ ഇങ്ങനെ വാക്ക് പറഞ്ഞാൽ പോലെന്ന് പറഞ്ഞ് ഇവൾ ഇതിനും എഴുതി തന്ന പോലെ ഒരു പേപ്പർ എഴുതി തരാൻ പറയും. അങ്ങനെ അവള് സീരിയസ് ആയിട്ട് ഇവൻ പറയുന്നത് എന്ത് വേണമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞ് ഒരു പേപ്പർ എഴുതി കൊടുക്കുമ്പം ഇവനത് വാങ്ങിച്ചിട്ട് ഇവൾ ഇതിനു മുമ്പ് തന്ന ATM കാർഡ് അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കും. അപ്പോഴാണ് അവളും ഇവനപ്പ പൈസ ഒന്നും വേണ്ടെന്ന് ചോദിക്കുമ്പം അവന് പൈസയ്ക്ക് ഉണ്ടെന്നല്ലേ ഈ കോമ്പറ്റീഷന് പങ്കെടുത്ത ഇവൾ ഇപ്പൊ തന്ന ഈ പേപ്പറിന് വേണ്ടിയാ പങ്കെടുത്തതെന്ന് ഇവർ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവരുടെ ഫൈനൽ കോമ്പറ്റീഷന് പങ്കെടുക്കാൻ വേണ്ടി ഇവെല്ലാം തിരിച്ച് ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടാണ് സ്റ്റുഡൻസിനെല്ലാം സ്പ്രെഡായി കാണും. ആ ഫാങ് ഇവിടുത്തെ സ്പോൺസറായിട്ടൊക്കെ സംസാരിച്ച് അവന് മുമ്പേ തന്നെ അവാർഡ് കിട്ടുന്ന സെറ്റ് ചെയ്ത് വെച്ചെന്ന്. പക്ഷെ ഇവരെ കൊണ്ടൊന്നും അത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഫാങ് ആ സ്പോൺസറായിട്ട് കണ്ട് സംസാരിച്ചൊക്കെ ലീനയും കുറച്ച് ആക്കിയ രീതി അവനെ കണ്ട് സംസാരിക്കുമ്പം ഈ ഫാങ് ആണ് കണ്ട് ദേഷ്യത്തി വേറെ വല്ല പണിയുണ്ടേ പോയി നോക്കുന്ന പറഞ്ഞിട്ട് അവൻ ഇവരെയൊക്കെ മൈൻഡ് ചെയ്യാതെ പോകും. അപ്പോഴാണ് അവിടേക്കൊന്ന് ഷൂയിനും അപ്പൊ സത്യത്തിൽ ഇവനാണോ ആ കോമ്പറ്റീഷന് അവാർഡ് വാങ്ങിക്കാൻ പോകുന്ന ചോദിക്കും. അപ്പോഴാണ് അവനും അന്ന് ഇവളോട് പറഞ്ഞതൊക്കെ ചുമ്മാ തമാശയല്ല, സത്യത്തിൽ ഇവന് തന്നെ അത് കിട്ടാൻ പോകുന്ന പറഞ്ഞിട്ട് ഇവളെ വെറുപ്പിച്ചിട്ട് അങ്ങ് പോകും. അങ്ങനെ അതോടെ ഇവൾക്ക് കോമ്പറ്റീഷന് പങ്കെടുക്കുന്ന മൂഡ് അങ്ങ് പോയി. കാരണം അവളുടെ കൂട്ടുകാരിയുടെ മരണത്തിന് ഇങ്ങനെയെങ്കിലും റിവെഞ്ച് എടുക്കാന്ന് അവൾ വിചാരിച്ച. പക്ഷെ ഇപ്പൊ മത്സരിച്ച് പങ്കെടുത്തിട്ടും ഇവൻ അവാർഡ് കിട്ടാമോ എന്ന് അറിഞ്ഞ ഉടനെ ഇവള് മൊത്തത്തിൽ അങ്ങ് അപ്സെറ്റ് ആകും. ഇതേ സമയം അവസാന കോമ്പറ്റീഷന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ സമയം നോക്കി ലീഷിനാണ് കാണത്തില്ല. അങ്ങനെ ഇവൻ അവിടെ പോയിന്ന് ഷൂയും ഭയങ്കര കൺഫ്യൂസ് ആയിരിക്കുമ്പം അതേസമയം ജിയാങ് ആണ് ഭയങ്കര സന്തോഷത്തി അവനില്ലാത്തോണ്ട് ഇപ്പൊ ഈ പ്രോജക്റ്റ് കിട്ടുന്ന അവാർഡ് ഇവൻ വാങ്ങിക്കാന്ന് ഭയങ്കര സന്തോഷത്തിരിക്കും. അങ്ങനെ അതേപോലെ ഇവന് സ്റ്റേജിൽ ചെന്ന് അത് വാങ്ങിച്ചോണ്ട് വരുമ്പോഴാണ് ഇവന് ശേഷം ഒരു സ്പെഷ്യൽ അവാർഡായിട്ട് ആ ഫാങ് പറഞ്ഞ പോലെ തന്നെ അവൻ അവാർഡ് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് കറക്റ്റ് അതേസമയം ലീഷിൻ അവിടേക്ക് വന്നിട്ട് ഈ ഫാങ് ചെയ്യുന്ന പ്രോജക്റ്റ് എല്ലാം ഒന്നിനും കൊള്ളാത്ത പ്രോജക്റ്റാന്ന് പറയും. ഫാങ് ആണ് കുറച്ച് ദേഷ്യത്തി പറ്റുമെങ്കിൽ അവൻ ഇപ്പൊ തന്നെ അവന്റെ പ്രോജക്റ്റ് ഹാക്ക് ചെയ്യാൻ പറയും. പക്ഷെ ലീഷിനെ കുറിച്ച് അവന് മനസ്സിലാകത്തോണ്ട് അടുത്ത 1 മിനിറ്റിൽ തന്നെ അവൻ ആ ഫാങ്ങിന്റെ പ്രോജക്റ്റ് ഹാക്ക് ചെയ്യും. ഇതോടെ എല്ലാവരും മൊത്തം ഷോക്കായി പോകുമ്പോഴാണ് അടുത്ത സെക്കൻഡ് തന്നെ ലീഷിനും ഇവൻ ഈ അവാർഡിന് വേണ്ടി ഇവിടുത്തെ സ്പോൺസറായിട്ട് സംസാരിച്ച കാര്യമൊക്കെ ആ വീഡിയോ ആയിട്ട് ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കും. അങ്ങനെ ഈ CCTV ഫുട്ടേജ് ഉണ്ട് ഇവൻ എല്ലാവരുടെ ഫ്രണ്ട് നാണം കെടുമ്പോഴാണ് ആ ഫാങ് ഭയങ്കര ദേഷ്യത്തി ഇതിന് പ്രതികാരമായിട്ട് അവൻ തീർച്ചയായിട്ടും ഒരു പണി തരുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവ ഫാങ് ചെയ്തിട്ട് എല്ലാവർക്കും പ്രൂവ് ചെയ്ത് കാണിച്ചാലും ഇവൻ ഇപ്പൊ ഈ കാണിച്ചത് ഈ കോമ്പറ്റീഷന് എതിരാന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഇവൻ ഇത് മാർക്ക് കുറയെന്ന് പറയും. പക്ഷെ അവനാണ് അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ചെയ്തത് അവ സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി മാത്രമെന്ന് പറയും. ഇത് കേട്ടതോടെ ഷൂയിനാണ് ഭയങ്കര സന്തോഷത്തിലാകും. പക്ഷെ അതേസമയം ലീനാണ് തെറ്റിരിച്ചിട്ട് ലീഷുൻ ഇവൾക്ക് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞ് അവള് ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് വിളിച്ചു കൂയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ കാണുന്ന ജിയാങ്ങനാണ് മൊത്തത്തിൽ കട്ടക്കരിപ്പായി. അതിനുശേഷം ലീഷിനും ഷൂയിനും കൂടെ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പം പെട്ടെന്ന് അവിടേക്ക് ലീന ഓടി എത്തി ലീഷിനെ കിസ് ചെയ്യും. അതിനുശേഷം അവളും നാളെ ലേക്കിന്റെ അടുത്ത് വെച്ച് ഇവനെ കാണണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുമ്പം ഷൂയിനാണ് ഇതൊക്കെ കണ്ടിട്ട് അവളിപ്പോ കിസ്സേ വന്നപ്പോ ഇവനെന്തോ ഒന്നും ചെയ്യാൻ നിന്നേന്ന് ചോദിക്കും. പക്ഷെ അവനാണ് എല്ലാം മൊത്തത്തിൽ പെട്ടെന്നായി പോയി. അതിനുശേഷം ഷൂയും ഭയങ്കര ജലസി അവൾ പ്രപ്പോസ് ചെയ്യുന്ന മുമ്പ് ഇവള് പ്രപ്പോസ് ചെയ്യണമെന്ന് അവളുടെ കൂട്ടുകാരി റെൻഡി വിളിച്ചൊക്കെ ഫോൺ ചെയ്യും. അങ്ങനെ അവളും ധൈര്യത്തി ഇതായിരിക്കും കറക്റ്റ് ചാൻസ് എന്ന് പറഞ്ഞ് ഇവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുവേണ്ടി ഷൂയിനാണ് അവളുടെ കൂട്ടുകാർ ഇവിടേക്ക് വിളിച്ചെടുത്തിട്ട് ലീഷ് ഇതിനു മുമ്പ് ഇവൾക്ക് ഗിഫ്റ്റ് ചെയ്ത ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവനെ കാണാൻ വേണ്ടി പോകും. അങ്ങനെ ലീന പറഞ്ഞ സ്ഥലത്തേക്ക് ഇവള് ചെന്ന് നോക്കുമ്പോഴാണ് അവിടാണ് ആരും തന്നെ കാണത്തില്ല. അതുകൊണ്ട് അവളും ഒരു ലീന ലീഷിന് സെറ്റാക്കിയിട്ട് അവൾ പോയി കാണുന്ന കുറെ ആലോചിച്ച് നോക്കുമ്പം പെട്ടെന്ന് അവിടേക്ക് ലീഷൻ വന്ന് ഇവളെയും കിസ് ചെയ്യും. അതോടെ അവൾക്ക് ഉറപ്പായി ഇവളെ പോലെ തന്നെ അവനും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഇവ സെറ്റായതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കും നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം. സോ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. Fire
ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞ് ഇവരുടെ കോളേജിന്റെ ഫൈനൽ ഇയർ ആണ് കാണിക്കുന്നത്. അങ്ങനെ ലീഷനും ഷൂയിനും കൂടെ ഒരു കപ്പിൾസ് ആയിട്ട് അവർ ഒരുമിച്ച് പുറത്ത് വീടെടുത്തായിരിക്കും താമസിക്കുന്നത്. അങ്ങനെ ഇവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും ഷൂയിന്റെ പാരന്റ്സിനൊന്നും അറിയത്തില്ല. പക്ഷെ ഷൂയിന്റെ അമ്മ അവൾക്ക് ഈ ഡിഗ്രി കിട്ടിയതിനു ശേഷം വിദേശത്ത് PG പഠിക്കാൻ പറഞ്ഞുകൊണ്ട് അവൾ അമ്മയ്ക്ക് വേണ്ടി മാത്രം ആ എക്സാം ഒക്കെ ചെന്ന് അറ്റൻഡ് ചെയ്യും. അതേസമയം ഇവളുടെ കൂടെ പഠിക്കാൻ വേണ്ടി ലീഷനും വിളിച്ചാണ്. പക്ഷെ അവനാണ് പരീക്ഷ എഴുതാൻ വരത്തില്ല. അതിനുശേഷം ഇവള് എന്താന്ന് തിരക്കാൻ വേണ്ടി പരീക്ഷ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാർ റെൻഡിയാണ് ഫോൺ വിളിച്ചറിയും ലീഷും പറഞ്ഞ പോലെ ഓഫീസിന് വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിച്ചേക്കുവന്ന്. അങ്ങനെ ഇത് കേട്ട് അവളാണ് ഷോക്കായിട്ട് ഇവനോട് ഓഫീസ് തുടങ്ങുന്ന കാര്യം എന്തിനാ അവളോട് പറയാത്തും ചെയ്യിക്കും. പക്ഷെ അവനാണ് ഇത് ഇവൾക്കൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ഇതിനെ കുറിച്ച് പറയാത്ത. അതിനുശേഷം അവനും ഇവൾക്ക് ഇനി ഇവിടെ നിന്ന് വിദേശത്ത് പോകണോ അല്ലെ ഇവിടെ തന്നെ ജോലി ചെയ്യണോ എന്ന തീരുമാനം ഇവൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ഇവൾക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കും. അങ്ങനെ അവളുടെ ആഗ്രഹമാണ് ലീഷന്റെ കൂടെ ഇവിടെ തന്നെ വർക്ക് ചെയ്യാന്. അതുകൊണ്ട് അവള് പിന്നീട് അവളുടെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാന്ന് ഇവന്റെ കൂടെ സന്തോഷിച്ച് ജീവിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവരുടെ കോളേജിന്റെ ഫെയർവെൽ ആയിട്ട് ഇവെല്ലാം ചുമ്മാ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അതേസമയം എല്ലാവരും അവരടുത്ത് ഓരോ വഴിക്ക് പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതേസമയം ജിയാനാണ് അവൻ ആഗ്രഹിച്ച പോലെ ലണ്ടനിൽ ചെന്ന് ഒരു കോളേജ് പഠിക്കാൻ പോകുന്നറിയും. അങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടുന്നതായിരുന്നു അവൻ ആദ്യം തൊട്ടേ ഡ്രീം ചെയ്തിരുന്നത്. അങ്ങനെ അതാലോചിച്ച് അവന് സന്തോഷിച്ചിരിക്കുമ്പം ഇത് കാണുന്ന ലീഷനാണ് ഇവരുടെ കൂടെ തന്നെ കമ്പനി ഒന്ന് വർക്ക് ചെയ്യാനൊക്കെ വിളിക്കും. പക്ഷെ അവന്റെ ആഗ്രഹം അതായതുകൊണ്ട് ഇവൻ പഠിച്ചു കഴിഞ്ഞിട്ട് എപ്പോഴാണെങ്കിലും ഈ കമ്പനിയിലേക്ക് ഒന്ന് ജോയിൻ ആവാന്ന് പറയും. അങ്ങനെ ഇവരൊക്കെ ഒരു പാർട്ട്നേഴ്സാന്ന് പറഞ്ഞ് അവരൊക്കെ ഇവിടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്യും. അതിനുശേഷം അടുത്ത ദിവസം ഇവരുടെ കോളേജിലാണ് വീണ്ടും ഇതിനു മുമ്പ് നടന്ന പോലെ മറ്റേ കോമ്പറ്റീഷൻ നടക്കും. അങ്ങനെ ഈ തവണ കോമ്പറ്റീഷൻ നടക്കുന്ന ഇവരുടെ കോളേജ് വെച്ച് തന്നെ. അതുകൊണ്ട് ജിയാനാണ് പേടിച്ച് ലീഷനോട് ചെന്ന് പറഞ്ഞു വയ്ക്കും ഇവൻ ആ ഫാങ്ങായിട്ട് മുമ്പേ പ്രശ്നമുള്ളതുകൊണ്ട് ഇവർ തമ്മിൽ ചെറിയ അടി കാരണം പിന്നെ അവന്റെ അഡ്മിഷൻ ഒന്നും കൊള്ളവല്ലെന്ന്. കാരണം ഇവ ലണ്ടനിൽ അപ്ലൈ ചെയ്യുന്ന തന്നെ ഇവർക്ക് ഇതിനു മുമ്പ് കോമ്പറ്റീഷന് കിട്ടിയ അവാർഡ് യൂസ് ചെയ്തോണ്ടാ. അതില്ലെങ്കിൽ അവൻ അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഇവൻ കാരണം ജിയാങ്ങിന്റെ അഡ്മിഷൻ പോലും പറഞ്ഞ് അവൻ ആ ഫാങ്ങിന്റെ അടുത്ത് നിന്നൊക്കെ മാറി നിൽക്കാൻ നോക്കും. പക്ഷെ അവനാണ് ഇവൻ ചെയ്ത ഒന്നും തന്നെ മറന്നിട്ടില്ല. അതുകൊണ്ട് സമയം നോക്കി ലീഷന് ഒരു പണി കൊടുക്കാൻ വേണ്ടി അവന് പുറത്തേക്ക് ലീഷിനെ വിളിച്ചിട്ട് പറയും ഒരു പക്ഷേ ഇവൻ ആ പഴയ സംഭവമൊക്കെ മറക്കണേ ഇപ്പൊ എല്ലാവരുടെ ഫ്രണ്ട് വെച്ച് ലീഷ് ഇവനോട് സോറി പറയണമെന്ന്. ഇത് കേട്ട് ലീഷിനാണ് ജിയാങ്ങിന് വേണ്ടി അവനും എല്ലാവരുടെ ഫ്രണ്ട് വെച്ച് സോറി വയ്ക്കാൻ പറയും. പക്ഷെ അത് ഇവന്റെ അടുത്തല്ല, അന്ന് അവിടേക്കൊന്ന സ്റ്റുഡൻസിനോടും പിന്നെ അവിടെ കൊണ്ടായിരുന്ന ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാരോട് മാത്രം ഇവ സോറി വയ്ക്കുന്ന പറയും. ഇത് കേട്ട് ഫാങ്ങാണ് കട്ട ദേശത്തി സോറി ഇവനോടാ ചോദിക്കേണ്ടെന്ന് പറയും. എന്നാൽ ലീഷിനാണ് ജിയാങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവന് സ്റ്റേജിൽ ചെന്ന് എല്ലാവരോടും അങ്ങ് സോറി വയ്ക്കും. അവന്ന് ചെയ്തൊരു ശരിയായ കാര്യമാണെങ്കിലും അത് കാണിച്ച രീതി തെറ്റാണെന്ന്. അതുകൊണ്ട് വന്നേക്കുന്ന സ്റ്റുഡൻസിനും ഒഫീഷ്യൽ ആൾക്കാർക്കെല്ലാം സോറി പറയുമ്പം ഇതേ സമയം ഫാങ് ആണ് ഇവൻ 8ന്റെ പണി കൊടുത്തു വെച്ചിരുന്ന. അങ്ങനെ ലീഷൻ ഇങ്ങനെ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഉടനെ ഫാങ് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരാളാണ് സ്റ്റേജിൽ കയറി എന്ന് പറയും. ലീഷൻ തന്നെ ആ തെറ്റ് സമ്മതിച്ച രീതിക്ക് അവൻ ഇതിനു മുമ്പ് കിട്ടിയ അവാർഡെല്ലാം ക്യാൻസൽ ചെയ്യാൻ പോവാന്ന്. അതായത് ജിയാങ്ങിന് ഇനി ആ സർട്ടിഫിക്കറ്റും കൊണ്ട് ഒരു യൂസ് ഇല്ല. അതോടെ അവനാണ് കട്ടക്കലിപ്പി ഇവൻ അങ്ങനെ പോയി സോറി ചോദിച്ചോണ്ടല്ലേ ഇവന്റെ അഡ്മിഷൻ ഇപ്പൊ കൊള്ളായെന്ന് പറഞ്ഞ് അവന് ലീഷനോട് ഭയങ്കര ദേഷ്യമാവും. പക്ഷെ ഇവനാണ് ജിയാങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവൻ ഭയങ്കര അപ്സെറ്റ് ആയിട്ടിരിക്കും. അതിനുശേഷം അവനും ജിയാങ്ങിന്റെ കാര്യത്തിൽ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ ഷൂവിനായിട്ട് ഫീൽ ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴായിരിക്കും ഇവർ ഓഫീസ് തുടങ്ങിയ കാര്യം അറിയിക്കാൻ വേണ്ടി ലീഷൻ ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്താണ്. പക്ഷെ ആ വീഡിയോക്കകത്ത് കുറെ ഷൂയിട്ടിരിക്കുന്നുണ്ട്. ഇവളാണ് മൊത്തത്തിൽ പേടിച്ചതും ഒരു പക്ഷേ ഇവളുടെ അച്ഛനമ്മ ഇത് കണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇവ രണ്ട് ലവേഴ്സ് എന്നുള്ള കാര്യം അവർ തന്നെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് അതിന് മുമ്പേ തന്നെ ഇവളെ ചെന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ലീഷന് ബായ് പറയാനൊക്കെ അവൾ നിൽക്കും. പക്ഷെ ഇതേ സമയമായിരിക്കും ലീഷന്റെ ചേച്ചി ഒരു ഓപ്പറേഷൻ വേണ്ടി ഇവിടേക്ക് വരുന്നത്. കാരണം അവരുടെ ഒരു കണ്ണിന് ഒരു പ്രശ്നമുണ്ട്. ഇവനാണെ പുറത്തേക്ക് ഒരു വലിയ ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ടുപോയി അവന്റെ ചേച്ചി ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരാണ് ബില്ലുണ്ടങ്ങ് പേടിച്ചു പോകും. പക്ഷെ ലീഷനാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവർ അവിടെ തന്നെ ഇരുത്തും. ഇതേ സമയം അവൻ അപ്പോഴായിരിക്കും നോട്ട് ചെയ്യുന്ന ഇവന്റെ ചേച്ചിയുടെ ഭർത്താവ് ഇപ്പോഴും കുടിച്ചിട്ട് അവരെ ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ ആ പാടൊക്കെ കണ്ടിട്ട് അവനും അവന്റെ ചേച്ചിയുടെ അവസ്ഥ മനസ്സിലാക്കി ഇനി തൊട്ട് അവന്റെ ചേച്ചി അവരുടെ കൊച്ചിനും അവൻ തന്നെ നോക്കിക്കോളാൻ പറയും. അതുകൊണ്ട് അയാൾക്ക് ഡിവോഴ്സ് കൊടുത്തിട്ട് ഇവനും വരാൻ പറയുമ്പം അവര് ലീഷൻ കാണിക്കുന്ന സ്നേഹം കണ്ട് മൊത്തത്തിൽ ഇമോഷണലാവും. ഇതേ സമയം തന്നെ ഷൂയിൻ അവൾ സ്നേഹിക്കുന്ന കാര്യം വീട്ടിൽ വന്ന് പറയുമ്പോൾ അവളുടെ അച്ഛനമ്മയാണ് അതിനെ സമ്മതിക്കത്തില്ല. കാരണം പണ്ട് തൊട്ട് അവന്റെ ക്യാരക്ടർ ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് അന്ന് കോപ്പി അടിച്ചവൻ ഇതേപോലെ ഇനി ഭാവി കുറെ തെറ്റിയെന്ന് അറിഞ്ഞ് അവളുടെ അമ്മ അതിനൊന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവൾ എന്ത് പറഞ്ഞിട്ടും അവൾക്ക് ലീഷനുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ ഇവളുടെ അച്ഛനമ്മയും കൂടെ ഇവളെ ലോക്ക് ചെയ്ത് മുറിയിലാക്കും. അതുകൊണ്ട് ഇവൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കത്തില്ല. അതേസമയം തന്നെ ഇവിടെ മറ്റേ ഫാങ് ആവട്ടെ ലീഷന് കുറെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി അവൻ കുറെ പ്ലാൻ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിനു വേണ്ടി ഇപ്പോ അവൻ നേരെ ജിയാനെ കാണാൻ വന്ന് ഇവന്റെ അഡ്മിഷൻ മുടങ്ങാൻ കാരണം ലീഷനല്ലേ എന്ന് പറഞ്ഞ് അവനെ ഇവന്റെ ബക്കിലേക്ക് ചേർക്കാൻ വേണ്ടി നോക്കും. പക്ഷെ ഇത് മനസ്സിലായ ജിയാങ് ആണ് ലീഷൻ അവന്റെ ചേച്ചിയോട് ചുമ്മാ കറങ്ങുന്നുണ്ട്, ഇവൻ അവനെതിരായിട്ട് ചെയ്യുന്നതെന്നും അവൻ കണ്ടിട്ട് നോക്കി നിൽക്കത്തില്ലെന്ന് പറയും. അങ്ങനെ ഇവൻ അറിയാതെ പറഞ്ഞ ഒരു കാര്യം ആ ഫാങ്ങിന് ഒരു ഐഡിയ ആയിട്ട് കിട്ടി. അതായത് ലീഷിന്റെ ചേച്ചി ഉണ്ടെന്ന് അറിഞ്ഞുടനെ ഇവനാണ്
ഇവനാണ് അത് വെച്ച് അവനൊരു പണി കൊടുക്കാൻ തീരുമാനം എടുക്കും. അങ്ങനെ ഇവൻ അവരെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് ലീഷനാണ് അവന്റെ ചേച്ചിയെ വിളിച്ചുകൊണ്ട് ഒരു വലിയ ഹോട്ടലിലേക്ക് വന്നേക്കും. അതേസമയം അവന് കമ്പനിക്കാരായിട്ട് പുറത്ത് കുറച്ച് ആൾക്കാരെ കാണാൻ പോകണം. അതുകൊണ്ട് ഇവന്റെ ചേച്ചി ഇവിടെ ആക്കിയിട്ട് അവൻ അവിടെ നിന്ന് പോകുമ്പോൾ ഇവന്റെ ചേച്ചിക്കാണ് ഇവർക്ക് വേണ്ടി അവൻ ഇത്രയും പൈസ മുടക്കുന്ന അവർക്കാണ് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് അവർ വേറെ ഹോട്ടലിലേക്ക് പോകണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ പോയ സമയം നോക്കി ഫാങ്ങാണ് അടുത്തേക്ക് വന്നിട്ട് അവൻ ലീഷിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. അതിനുശേഷം അവനും ഈ ഹോട്ടലിൽ പൈസ കൂടുതലാന്ന് പറഞ്ഞിട്ട് അവൻ വേറെ ഹോട്ടലിൽ താമസിക്കാമെന്ന കാര്യം പറയും. ഇത് കേട്ട് ലീഷിന്റെ ചേച്ചിയും അടുത്ത് വില കുറഞ്ഞ പോലെ ഹോട്ടലിനോടും ചോദിക്കുമ്പോൾ ഇവൻ നൈസൻ അവരും വിളിച്ചോണ്ട് ദൂരേക്കുള്ള ഒരു ഹോട്ടലിലേക്ക് വിളിച്ചോണ്ട് പോകും. പക്ഷെ ഇവർക്ക് അതൊന്നും മനസ്സിലാവാതെ ഇവൻ എന്തിനാ ലോങ് ഡിസ്റ്റൻസിൽ പോകുന്ന ചോദിക്കുമ്പോൾ അവന് സിറ്റിയുടെ പുറത്ത് കുറെ നല്ല നല്ല വില കുറഞ്ഞ ഹോട്ടലുള്ളതെന്ന് പറഞ്ഞ് അവരൊരു ഹോട്ടലിലാക്കിയിട്ട് അങ്ങ് പോകും. പക്ഷെ ഇവിടാണ് ഒരു റേഞ്ച് വാങ്ങാത്തൊരു ഇല്ല. ഇതറിഞ്ഞിട്ട് തന്നെ അവൻ ലീഷിന് അവന്റെ ചേച്ചിയെ കണ്ടെത്താൻ പാടുപെടട്ടെ എന്ന് അവൻ ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് പോയ. അതേസമയം ലീഷിനും അവൻ കമ്പനിക്കാരായിട്ട് പുറത്ത് സംസാരിക്കാൻ പോയതുകൊണ്ട് ഇവന്റെ ചേച്ചി പോകുന്നവർക്ക് ഫോൺ വിളിച്ച കാര്യമൊന്നും ഇവൻ കേട്ട് കാണത്തില്ല. അതുകൊണ്ട് ചേച്ചി എന്തിനായിരിക്കും വിളിച്ചതെന്ന് പറഞ്ഞ് ഇവൻ അവരെ തിരിച്ച് വിളിച്ചു നോക്കുമ്പോൾ അവരുടെ ഫോൺ ഇപ്പൊ റേഞ്ച് കാണാത്തോണ്ട് ഇവന് കോളും പോത്തില്ല. അതുകൊണ്ട് അവനും മതി ടെൻഷനായി ഇവൻ കൊണ്ടാക്കി ഹോട്ടലിൽ നോക്കുമ്പോൾ അവരിവിടുന്ന് റൂം എടുക്കാതെ മാറിപ്പോയ കാര്യം പറയും. അതിനുശേഷം അവനും ഭയങ്കര ടെൻഷനോടെ ഇവന്റെ ചേച്ചി അവിടെ പോയി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാഗ്യവശാൽ അവന്റെ ചേച്ചി പുറത്ത് അവരുടെ കൊച്ചിന് വേണ്ടി കളിപ്പാട്ട് വാങ്ങിക്കുന്ന സമയം നോക്കി കുറച്ച് റേഞ്ച് കിട്ടി കാണും. അതുകൊണ്ട് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഇവർ ഹോട്ടൽ മാറുമെന്ന കാര്യം ഇവനോട് പറയുമ്പോൾ ഇവൻ അവന്റെ ചേച്ചി എവിടാന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. പക്ഷെ അവർ ഒരു കണ്ണ് സർജറി ചെയ്തേക്കുന്നുണ്ട്. ഇവർക്ക് അവിടുത്തെ ബോർഡൊന്നും ക്ലിയർ അല്ല. അങ്ങനെ ഇവർ ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് ആ റോഡ് ക്രോസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു വണ്ടി വന്ന് ഇവന്റെ ചേച്ചി അങ്ങ് ഇടിച്ചിടും. അതോടെ അവര് നിലവിളിക്കുന്ന സൗണ്ട് കേട്ട് ഇവ മൊത്തത്തിൽ അങ്ങ് പേടിച്ചു പോകും. അങ്ങനെ സ്പോട്ടിൽ തന്നെ അവന്റെ ചേച്ചിയും മരിക്കുമ്പോഴാണ് ഈ കാര്യം ജിയാനും അറിഞ്ഞ് അവൻ ഷൂയിനോട് വിളിച്ചു പറയും. അതോടെ അവൾ അപ്പം തന്നെ ഇവളുടെ വീട്ടുകാർ പറയുന്നൊന്നും കേൾക്കാതെ ലീഷിനെ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് ചെല്ലും. അങ്ങനെ അമ്മയും ചേച്ചിയും പോയതോടെ ഇവൻ ഇനി ഫാമിലി ആയിട്ട് ആരും ഇല്ല. അങ്ങനെ അതോർത്ത് അവനും ഭയങ്കര വിഷമത്തിരിക്കുമ്പം ഷൂയിനാണ് അവളുണ്ടെന്ന് അറിഞ്ഞ് അവന് കൂട്ടുകൊടുക്കും. അങ്ങനെ ഇവന്റെ ചേച്ചിയുടെ മരണത്തിന് കാരണം ഇപ്പൊ ആ ഫാങ് എന്ന് അറിഞ്ഞ ഉടനെ അവന് നല്ല കട്ടക്കലിപ്പാകും. എങ്ങനെയൊക്കെ ഇവന്റെ ചേച്ചിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ആ ഫാങ്ങിനെ കൊന്നാലും കുഴപ്പമില്ലെന്ന്. അതുകൊണ്ട് ആ ദേഷ്യത്തിൽ ഇവൻ മനസ്സിൽ വെച്ചോണ്ട് ഇവനാണ് ഒരു ദിവസം ഷൂയിന്റെ അടുത്ത് അവൻ കമ്പനിയുടെ ഇവളുടെ ഷെയറും അവൻ തന്നെ തിരിച്ചു വാങ്ങിക്കാൻ പോകുന്ന പറയും. അങ്ങനെ ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ ഇവ എന്ത് ആണെങ്കിലും അതിലെന്തേലും ഒരു കാരണം കാണുമെന്ന് അറിഞ്ഞ് അവളത് ഇവനെ തിരിച്ചു കൊടുക്കും. അങ്ങനെ ലീഷൻ അവളുടെ സന്തോഷിച്ച് സംസാരിച്ചാലും ഇവന്റെ ചേച്ചി മരിക്കാൻ കാരണമായിട്ടുള്ള ഫാങ്ങിനെ പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പെട്ടെന്നായിരിക്കും ഇവൻ ഇവളുടെ പാരൻസിനെ കണ്ട് ആദ്യം ഇവരുടെ ബന്ധം മനസ്സിലാക്കി കൊടുക്കണമെന്ന് ലീഷിനാണ് അവളുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ ഇവർക്കാണ് അവൻ ഒട്ടും തീരെ ഇഷ്ടമല്ല. പക്ഷെ ലീഷൻ ഇവിടെ വന്നേക്കുന്നത് തന്നെ ഇവൻ എന്തായാലും ആ ഫാങ്ങിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ഇവനൊരു 7-8 വർഷം ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാകും. അതുകൊണ്ട് ഇവൻ കാരണം ഷൂയും കഷ്ടപ്പെടലെന്ന് പറഞ്ഞ് അവനും പെട്ടെന്ന് ഇവളുടെ പാരൻസിനോട് പറയും ഇവന് ഷൂയിനെ കല്യാണം കഴിക്കണമെങ്കിൽ ഇവരുടെ ഒരു വലിയ ബിസിനസ് ആയതുകൊണ്ട് ഇവന്റെ കമ്പനി അവരുണ്ടേരും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. ഇത് കേട്ട് അവരാണ് ഷോക്കായിട്ട് ഇതിനു വേണ്ടി അപ്പൊ നിന്റെ പുറകെ നടന്നേന്ന് പറഞ്ഞ് അവരൊക്കെ ഷൂയിന് മനസ്സിലാക്കി കൊടുക്കും. പക്ഷെ ഇവളാണ് ഇവനിപ്പോ എന്തോ പറയുന്നതെന്ന് പറഞ്ഞ് അവൾക്കൊന്നും പിടികിട്ടത്തില്ല. പക്ഷെ ലീഷൻ അവസാനമായിട്ട് പറയും ഇവർക്ക് ഈ കല്യാണം നടക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും അവന്റെ കമ്പനി പൈസ എന്നാലും നടക്കത്തുള്ളെന്ന്. അല്ലെങ്കിൽ ഇവൻ വേറെല്ല പെണ്ണിനെ കണ്ടെത്തും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇതോടെ ഇവർ തമ്മിലുള്ള ബന്ധത്തിന് ഇത് തന്നെ അവസാനമായി. അങ്ങനെ ഇവർ രണ്ട് ഷൂയിന് ഇവിടെ ഇരുത്താൻ നോക്കുമ്പോൾ അവൾ ഇവർ പറയുന്നത് കേൾക്കാതെ സത്യത്തിൽ ലീഷൻ അങ്ങനത്തെ ഒരു വ്യക്തിയില്ലെന്ന് ഇവരോട് പറഞ്ഞിട്ട് വീണ്ടും അവന്റെ പുറയിലേക്ക് ചെല്ലും. പക്ഷെ അവനാണ് ഇവൾ എങ്ങനെയൊക്കെ ഇവനെ മറക്കണമെന്ന് പറഞ്ഞ് അവൻ അപ്പോഴും ഇവളോട് കള്ളം പറയും. സത്യത്തിൽ ഇവളുടെ അച്ഛൻ്റെ അമ്മയുടെ പൈസയ്ക്ക് വേണ്ടി മാത്രം അവൻ ഇവളുടെ കറങ്ങുന്ന പോലെ ആക്ടിങ് ചെയ്തതെന്ന്. പക്ഷെ ഇവൾ ഇങ്ങനെ പറഞ്ഞെന്ന് വിശ്വസിക്കത്തില്ലെന്ന് അറിഞ്ഞിട്ട് ലീഷനാണ് മറ്റേ ലീനയുടെ സഹായത്തോടെ ഇവരണ്ട് ലവ് ചെയ്യുന്ന പോലെ ഷൂയിന് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഇവളുടെ അച്ഛനമ്മയും പൈസ തരാത്തോണ്ട് നല്ല പൈസ ഉള്ള ഫാമിലിയായ ലീനയുടെ പുറകെ പോവാന്ന് അവൻ ഷൂയിനെ ബോധ്യപ്പെടുത്തി അവളുടെ കൂടെ അവിടെ നിന്ന് പോകും. ഇത് കാണുന്ന ഷൂയിനാണ് മൊത്തം തകർന്നു ഇരിക്കുമ്പോഴാണ് ലീനയാണ് ഇവൻ എന്തിനെങ്ങനെ ഇവളുടെ കൂടെ ഇങ്ങനെ ആക്ടിങ് ചെയ്തെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇതാ ഷൂവിന്റെ ലൈഫിന് നല്ലതെന്ന് പറഞ്ഞ് അവൾ ഇവന്റെ അടുത്ത് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഇതൊക്കെ ചെയ്തോണ്ടിരിക്കും. പക്ഷെ ലീനയാണ് ഇതാ ചാൻസ് നോക്കി എങ്കിൽ പിന്നെ അവൾ പോയ സ്ഥിതിക്ക് ഇവളെ ഗേൾ ഫ്രണ്ട് ആക്കാൻ ചോദിക്കുമ്പോൾ അവൻ അതിന് ചാൻസ് കൊടുക്കത്തില്ല. അങ്ങനെ ഇവരുടെ ഇതോടെ ബ്രേക്കപ്പ് ആയതോടെ ഷൂയിനാണ് മൊത്തം തകർന്നുപോയി അവനായിട്ട് എടുത്ത് ഫോട്ടോ എല്ലാം വലിച്ചു വാരി കീറിക്കൊണ്ടിരിക്കും. അങ്ങനെ അവസാനം ഇവളും വിശ്വസിക്കാൻ തുടങ്ങി ലീഷും പൈസ കെട്ടി മാത്രം ഇവളുടെ പുറകെ വന്നേന്ന്. അതിനുശേഷം ഇവിടെ ലീഷിനാണ് നേരെ ജിയാങ്ങിനെ കണ്ടിട്ട് അവൻ കമ്പനിയുടെ പങ്കെല്ലാം ജിയാന്റെ പേരിലേക്ക് അങ്ങ് മാറ്റും. അതിനുശേഷം അവനാണ് കുറച്ച് ഷോക്കായി ഇനി ഈ പങ്കും ചോദിച്ചോണ്ട് ഷൂയും വല്ലതും വരുമെന്ന് ചോദിക്കും. അപ്പോഴാണ് ലീഷനും ഷൂയിന് ഇതായിട്ട് ഇനി ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് ഇനി ഈ കമ്പനിയെ ഇവ
ഇവൻ തന്നെ നോക്കിക്കോളാൻ പറയും. അങ്ങനെ ലീഷ് സ്വന്തമായിട്ട് ഈ കമ്പനി തുടങ്ങാനുള്ള കാരണം തന്നെ അവന്റെ അമ്മയെ പോലെ തന്നെ ആരും ക്യാൻസർ ഒന്നും മരിക്കില്ലെന്നാണ്. അതുകൊണ്ട് മെഡിക്കൽ ബേസ് ചെയ്ത ഒരു കമ്പനിയാണിത്. പക്ഷെ ജിയാനാണ് അവന് ഗെയിമിംഗ് ഫീൽഡിൽ കൊണ്ടുപോകാൻ താല്പര്യം. അതുകൊണ്ട് ലീഷിന് ആദ്യം ഇതിനെക്കുറിച്ചൊന്നും പറയാതെ അവൻ നൈസിന് ഈ ഷെയർ അങ്ങ് വാങ്ങിക്കും. എന്നിട്ട് അവനും ഒരു കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്യാതെ അവനിട്ട് പണിയെടുക്കുന്ന പോലെ ഇവന്റെ ചേച്ചിയെ കൊന്ന ഫാങ്ങിനെ വെറുതെ വിടലെന്ന് അവനെ കുറച്ചും കൂടെ ദേഷ്യപ്പെടുത്തും. അതുകൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്ന ഫൈനൽ കോമ്പറ്റീഷന് ആ ഫാങ് കൊണ്ട് നിറഞ്ഞുടനെ ലീഷനാണ് അപ്പം തന്നെ അവനെ കൊല്ലാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കും. അപ്പിനാണ് ഇവനിങ്ങനെ ബ്രേക്കപ്പ് ചെയ്തുകൊണ്ട് ഷൂയിന് അവളുടെ അച്ഛനായിട്ട് പോകുമ്പോഴാണ് അവൾ ഈ കാര്യം അറിയാൻ വരുന്നത്. അതിനർത്ഥം ഫാങ്ങിനെ കൊല്ലാൻ പോകുന്നുണ്ടാ ഇവളോടൊക്കെ ഇങ്ങനെ ബ്രേക്കപ്പ് ചെയ്തെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൾ അച്ഛനെ കാർ നിർത്താൻ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് കോളേജിലേക്ക് ചെല്ലും. അങ്ങനെ ഇവരുടെ കോളേജിലെ ആ ഫൈനൽ കോമ്പറ്റീഷൻ നടക്കുന്നത്. അങ്ങനെ ഫാങ് അവിടെ നിന്ന് സ്പീച്ച് ഒക്കെ കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്ന ജിയാനാണ് അവനെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞ് ലീഷുവിനെ ചെന്ന് കൊല്ലാൻ പറയും. അതോടെ അവന് കട്ട ദേഷ്യത്തി ആ സ്റ്റേജിൽ തന്നെ വെച്ച് അവനടിച്ച് കൊല്ലാൻ നോക്കുമ്പോഴാണ് ഇത് കണ്ട് എല്ലാവരും കൂടെ ചുറ്റിക്കറങ്ങി ലീഷുവിനെ പിടിച്ചങ്ങ് മാറ്റും. അതേസമയം അവിടേക്ക് വരുന്ന ഷൂയിനാണ് ഇത് കണ്ട് ഷോക്കാകുമ്പോഴാണ് ജിയാനാണ് കൂളായിട്ട് ഇനി ഇവൻ ജയിലിൽ പോകുന്ന സ്ഥിതിക്ക് ആ കമ്പനിയിൽ അവന്റെ പേരിലേക്ക് മാറ്റാന്ന് ഇവനൊരു പ്ലാൻ ചെയ്തോണ്ടിരിക്കും. സത്യത്തിൽ ജിയാങ്ങിന് പണ്ടോട്ടെ ഇവൻ ഇഷ്ടമല്ലാത്തോണ്ട് അവൻ ഈ ചാൻസ് നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ പോലീസെല്ലാം ലീഷിനെ പിടിച്ചോണ്ട് പോയതോടെ ഇവൻ അപ്പം തന്നെ ആ കമ്പനിയെല്ലാം അവന്റെ പേരിലേക്ക് മാറ്റാൻ ശ്രമിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇതൊന്നും അറിയാതെ പാവ ലീഷനും അവൻ ഇവനെ വിശ്വസിച്ച് കമ്പനി എടുത്ത് അവൻ ജയിലിൽ നിന്ന് കിടക്കുമ്പോഴാണ് ഇവനാണ് 10 വർഷം ജയിലിൽ കിടക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ നിന്ന് ജഡ്ജ്മെന്റ് കിട്ടും. ഇവനാണ് 10 വർഷം ജയിലിൽ കിടക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ നിന്ന് ജഡ്ജ്മെന്റ് കിട്ടും. അതേസമയം ഫാങ്ങിനിട്ട് അടിച്ച് പൊട്ടിച്ചതിന് അവൻ ഇട്ടിരുന്ന കണ്ണാടി കുത്തി കീറി അവന്റെ ഒരു കണ്ണും പോയി കാണും. പക്ഷെ സർജറി ചെയ്ത് മാറ്റാന്നേ ഉള്ളു. അതുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് വരുത്തനാടാണോ ഇവളിനെ സ്നേഹം കാണിക്കുന്നതെന്ന് ഷൂയിന്റെ പാരന്റ്സ് അവൾ വീണ്ടും വീട്ടിൽ നിന്ന് പുറത്താക്കാതെ അകത്തന്നെ ലോക്ക് ചെയ്ത് വെച്ചേക്കും. അങ്ങനെ ഇവൾക്കാണ് എങ്ങനെയൊക്കെ ലീഷിനെ കണ്ട് സംസാരിക്കണമെന്നുണ്ട്. അതുകൊണ്ട് അവളും ഭയങ്കര വിഷമത്തി ഇവളുടെ അച്ഛനമ്മയും തരുന്ന ഫുഡൊന്നും കഴിക്കാതെ അവൾ മൊത്തത്തിൽ പട്ടിണി അടക്കും. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഇവളും വിശന്നിട്ട് ബോധമില്ലാതായി പോകും. അതിനുശേഷം ഡോക്ടറും ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഇവളിങ്ങനെ റൂമിൽ തന്നെ കിടന്ന പിന്നെ ഇവളുടെ ഹെൽത്ത് കണ്ടീഷൻ മൊത്തത്തിൽ സീരിയസ് ആയി പോകുന്ന പറഞ്ഞ് ഇവൾക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവളുടെ പാരന്റ്സ് ഇവളുടെ നല്ലതിന് വേണ്ടി അവസാനമായിട്ട് ഷൂയിനെ പുറത്തേക്ക് പോകാൻ വേണ്ടി സമ്മതിക്കും. അങ്ങനെ അവൾ അപ്പം തന്നെ ലീഷിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ അവനും ഇവൻ മുമ്പ് വിചാരിച്ച പോലെ ഇവൻ കാരണം അവൾ കഷ്ടപ്പെടലെന്ന അവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഷൂയിനും ഇവനിതൊക്കെ മുമ്പേ പ്ലാൻ ചെയ്തോണ്ടല്ലേ അവൾ ആ സമയത്ത് വെച്ച് ബ്രേക്കപ്പ് ചെയ്തെന്നൊക്കെ ചോദിക്കും. പക്ഷെ അവനാണ് ഇവളെ ബ്രേക്കപ്പ് ചെയ്യാൻ കാരണം ഇവളുടെ അച്ഛനമ്മ പൈസ തരാത്തോണ്ടെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഒരു മണ്ടിയെ പോലെ ഇവന്റെ പുറകെ നടക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവൻ ഷൂവിന് നല്ലതിന് വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇവനും നല്ല വിഷമമുണ്ട് അവളോട് അങ്ങനെയൊക്കെ സംസാരിച്ചോണ്ട്. കാരണം ഇവളന്ന് കീറി കളഞ്ഞ ഫോട്ടോയൊക്കെ അവനെ തൊട്ടിച്ച് വെച്ച് ഇപ്പൊ കൈവച്ചോണ്ടിരിക്കുക. അങ്ങനെ ലീഷിന് അവസാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഷൂയിന് അവളുടെ അച്ഛനമ്മ പറയുന്ന പോലെ അവൾ PG പഠിക്കാൻ വേണ്ടി മറ്റേ കൂട്ടുകാരനായിട്ട് വിദേശത്ത് പോകും. ഇതേസമയം ജിയാനും ലീഷിന്റെ കമ്പനി മൊത്തം അവന്റെ പേരിലാക്കിയിട്ട് അവൻ ക്യാൻസർ പേഷ്യന്റ് വേണ്ടി റെഡിയാക്കി വെച്ചിരുന്ന ആ കമ്പനി ഫുൾ ഒരു ഗെയിമിംഗ് കമ്പനിയാക്കി മാറ്റും. അതിനുശേഷം അവനും ലീഷിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി ജയിലിലേക്ക് വരുമ്പോഴാണ് ഇവനും ഷൂയും വിദേശത്ത് പോയ കാര്യമൊക്കെ ജിയാങ് വഴി അറിയും. അതിനുശേഷം ലീഷിനും അവന് കമ്പനിയെ കുറിച്ച് തിരക്കുമ്പം ഇത് കേട്ട് പെട്ടെന്ന് ജിയാങ് ആണ് ഇവന്റെ അടുത്ത് കമ്പനിയെ കുറിച്ച് സംസാരിക്കാൻ ഇനി വരത്തില്ലെന്ന് പറയാൻ വേണ്ടി വന്നതെന്ന് പറയും. കാരണം ഇനി നിന്റെ ഫ്രണ്ട് തോറ്റു കൊടുക്കാൻ ഞാൻ പഴയ ജിയാങ് അല്ലെന്ന് പറഞ്ഞ് ഇവന്റെ കമ്പനി അവന്റെ പേരിലേക്ക് മാറ്റിയ കാര്യമൊക്കെ പറയും. ഇത് കേട്ട് ലീഷു മൊത്തം ഷോക്കായി പോകുമ്പോഴാണ് ജിയാങ് ആണ് വേറൊരു സത്യം പറയും. അന്ന് ഇവന്റെ ചേച്ചിയെ ആ ഫാൻ കണ്ടെത്താൻ കാരണം തന്നെ ഇവൻ അവന്റെ ചേച്ചിയുടെ സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടാന്ന് പറയും. അതുകൊണ്ട് ഇനി ഒരു 10 വർഷം നീ ഇവിടെ ജയിലിൽ തന്നെ കിടക്കുന്നു. ജിയാൻ ഇവിടെ അവനെ ദേഷ്യപ്പെടുത്തുമ്പം ലീഷനാണ് ഭയങ്കര ദേഷ്യത്തി അവനെ അടിക്കാനൊക്കെ നോക്കും. പക്ഷെ ഇവനെ കൊണ്ടൊന്നും പറ്റത്തില്ല. അങ്ങനെ അവസാനം ബെസ്റ്റ് ഫ്രണ്ടായിട്ട് വിചാരിച്ച് ഇവൻ തന്നെ ചതിച്ചെന്ന് ലീഷ് മൊത്തത്തിൽ അങ്ങ് തകർന്നു പോകും. അതുകൊണ്ട് അവന് തിരിച്ച് ഈ കമ്പനി എടുക്കാൻ വേണ്ടി വീണ്ടും ഒരു ലോയറെ വെച്ച് ഇവന്റെ കേസ് ഒന്നും കൂടെ കോടതിയിലേക്ക് കൊണ്ടുപോകും. അപ്പോഴാണ് ഇവന്റെ 10 വർഷം എന്നുള്ളത് 3 വർഷമാക്കി മാറ്റും. അതിനുശേഷം ഇവന് ജയിലിൽ നിന്ന് റിലീസാകുന്ന സീനാണ് നമ്മൾ ഡ്രാമയുടെ തുടക്കത്തിൽ കണ്ട. ഇനിയിപ്പോൾ അതിന്റെ ബാക്കിയാണ് നമുക്ക് കാണിക്കുന്നത്. ഇപ്പൊ ഷൂയിന് അവളുടെ കൂട്ടുകാരനായിട്ട് അന്ന് റെന്റ് കൊടുത്ത് പൈസ വാങ്ങിക്കാൻ വേണ്ടി ലീഷും വന്നെങ്കിൽ അവന് പൈസയുടെ ആവശ്യമെന്ന് ഇവർക്ക് മനസ്സിലായി. കാരണം അത്രയും വലിയ കമ്പനി ഉണ്ടായിട്ട് അവൻ ഈ പൈസയ്ക്ക് വേണ്ടി വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ലീഷിന്റെ കമ്പനി സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് അതിന്റെ ഓണർ എന്ന പേര് ലീഷിന്റെ പേര് കാണത്തില്ല. അതിനേരം ജിയാങ്ങും മറ്റേ ഫാങ് ഒക്കെ കാണും. ഇതോടെ അവൾക്ക് പിടികിട്ടി ലീഷിനെ ചതിച്ചിട്ട് ജിയാങ് ആ ഫാങ്ങുമായിട്ട് കൂട്ടുകൂടിയെന്ന്. കാരണം ഫാങ് ഇപ്പോൾ അവന്റെ കമ്പനിയിലെ ഒരു ഇൻവെസ്റ്ററാ. അങ്ങനെ ഇതിനെക്കുറിച്ച് ഷൂവിന് നേരിട്ട് അവനെ കണ്ട് സംസാരിക്കുമ്പം ജിയാനാണ് ആള് മൊത്തത്തിൽ മാറിപ്പോയി അവന് ലീഷിന്റെ കമ്പനി എന്നല്ല ഇത് അവന്റെ കമ്പനിയാന്ന് പറയും. ഇതോടെ അവളും ഭയങ്കര ദേഷ്യത്തിൽ ലീഷൻ തീർച്ചയായിട്ടും ഇത് പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ ലീഷനാണ് ജിയാന്റെ അടുത്ത് നിന്ന് ആ കമ്പനി തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി അവൻ വേറൊരു ചെറിയ കമ്പനി ചെന്ന് ജോയിൻ ആകും. പക്ഷെ ഇവൻ അവിടെ ജോലി ചെയ്യുന്ന കാര്യം അറിഞ്ഞ് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഷൂയിന് അവന്റെ കൂടെ തന്നെ ചെല്ലും. ഇതേസമയം ഇന്റർവ്യൂ സമയത്ത് ലീഷൻ ജയിലിൽ പോയ വിഷയമൊക്കെ അറിഞ്ഞുകൊണ്ട് അവനെ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ തീരുമാനിക്കുന്നത്. പക്ഷെ അതേസമയം ഷൂയും വിദേശത്ത് ഇപ്പോഴും ഒരു നല്ല കമ്പനി ജോലി ചെയ്യാന്ന് അറിഞ്ഞിട്ട് അവൾക്ക് ഇവർ ജോലി തരാൻ വേണ്ടി റെഡിയാകും. പക്ഷെ അവളാണ് ഇവൾ ജോലിക്ക് ചേരണമെങ്കിൽ ലീഷനും കൂടെ ചേർക്കാൻ പറയും. അങ്ങനെ
അങ്ങനെ അവനെ സമ്മതിച്ചില്ലെങ്കിലും അതിനേശം ഇവളുടെ അടുത്തൊരു ഡീൽ വയ്ക്കും. അവനെ ജോലിക്ക് എടുത്താലും ഇവളുടെ ശമ്പളം അവന് കൊടുക്കത്തുള്ളെന്ന്. പക്ഷെ അവൾ ഇവൾക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ലീഷനും കൂടെ അപ്പോയിന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവസാനം അവനെ ജോയിൻ ആക്കും. പക്ഷെ ഈ കാര്യമൊന്നും ലീഷൻ അറിയത്തില്ല. അങ്ങനെ ഇവരൊരുമിച്ച് ഇവിടുന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് ഇവർ തമ്മിൽ വലിയ സംസാരമൊന്നും കാണത്തില്ല. പക്ഷെ പരസ്പരം കമ്പ്യൂട്ടറൊക്കെ റെഡിയാക്കാൻ വേണ്ടി രണ്ടുപേർ തമ്മിൽ ചെറിയ കോണ്ടാക്ട് ഒക്കെ വരും. പക്ഷെ ഇതേ സമയം ഇവനിങ്ങനെ ഈ കമ്പനി ചേർന്ന കാര്യം അറിഞ്ഞ ഉടനെ അവിടെ ജിയാനാണ് ഭയങ്കര ടെൻഷന്. അവൻ ആ കൊച്ചു കമ്പനിയിൽ നിന്ന് എന്ത് ഗെയിം ഇവർക്കെതിരെ റെഡിയാക്കിയാലും അതിനെ എതിർത്ത് ഇവനെ റെഡിയാക്കാൻ വേണ്ടി അവൻ തയ്യാറായിട്ടിരിക്കും. പക്ഷെ അത് തന്നെയാണ് ലീഷിന്റെ ഐഡിയ. അവൻ ജോലി ചെയ്യുന്ന കമ്പനിയായിട്ട് ജിയാൻ ചാലഞ്ച് ചെയ്താൽ മാത്രമേ അവൻ വിചാരിച്ച കാര്യം അവൻ നടക്കത്തുള്ളൂ. അങ്ങനെ ലീഷൻ ജോലി ചെയ്യുന്ന കമ്പനി ഒരു ഗെയിം റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് റിലീസ് ചെയ്യാൻ വേണ്ടി ഇവർക്കൊരു പോസ്റ്റർ ആവശ്യമുണ്ട്. അങ്ങനെ ഷൂയിന്റെ കൂട്ടുകാരൻ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഇവൾ അവന്റെ അടുത്ത് ഐഡിയ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതേസമയം ലീഷൻ ഒരു ഐഡിയ ആയിട്ട് ഷൂയിനെ കാണാൻ വരുമ്പോഴാണ് ഇവർ തമ്മിൽ ഒരേ വീട്ടിലിരിക്കുന്നുണ്ട്. അവനാണ് മൊത്തം ജലസാം. അതുകൊണ്ട് അവന് ഷൂയിനെ കാണാതെ ഇവന്റെ ഐഡിയ പുറത്ത് കാറ് വെച്ചിട്ട് അങ്ങ് പോകും. എന്നിട്ട് അടുത്ത ദിവസം ഷൂയിനും കമ്പനി വെച്ച് ലീഷനോട് സംസാരിക്കാൻ വരുമ്പോഴാണ് അവനാണ് ഭയങ്കര ദേഷ്യത്തിൽ ഇവളുടെ ബോയ് ഫ്രണ്ടിൽ അവൻ എന്ന് പറഞ്ഞ് ഇവനായിട്ട് കുറെ ആലോചിച്ചിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഷൂയിൻ എന്ത് പറഞ്ഞാലും ഇവൻ ഭയങ്കര ദേഷ്യത്തിൽ അവളോട് സംസാരിക്കുന്നുണ്ട്. അവൾക്ക് നല്ല വിഷമാവും. ഇത് കാണുന്ന കമ്പനി ഇരിക്കുന്ന എല്ലാവരും കൂടെ ഇവന് വേണ്ടി ശമ്പളം പോലും വാങ്ങിക്കാത്ത അവളെ എന്തിനാ ഇവൻ ഇത്രയും വഴക്ക് പറയുന്നതെന്ന് അവരെ സത്യമൊക്കെ ഇവനോട് എടുത്തു പറയും. അതേസമയം തന്നെ ലീഷും കുറെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇവളും വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ഗുളിക എടുത്ത് കഴിക്കും. കാരണം അവൻ ബ്രേക്കപ്പിന് ശേഷം ഇവൾക്ക് വിഷമം സഹിക്കാൻ പറ്റാതെ ഇതുപോലെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ അവൾ പെട്ടെന്ന് ബോധം കെട്ട് വീണ ഉടനെ ഈ കാര്യം അറിഞ്ഞ അവളുടെ കൂട്ടുകാരനായിരിക്കും ആശുപത്രി കൊണ്ടാക്കുന്നത്. അതിനുശേഷം അവസാനം ലീഷൻ ഇവളുടെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ വരുമ്പോഴാണ് അവനും കുറ്റബോധമാവും. ഇവൻ ബ്രേക്കപ്പ് ചെയ്തുകൊണ്ട് അവളുടെ ജീവിതം സന്തോഷത്തിലേക്കല്ല പോയ, അതിനേക്കാളും ദുഃഖത്തിലേക്ക് പോയെന്ന്. അതുകൊണ്ട് അവന് സോറി അയക്കാൻ വേണ്ടി ആശുപത്രി അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പം അവളാണ് അവനെ മൈൻഡ് പോലും ചെയ്യത്തില്ല. പക്ഷെ എന്നാലും അവൾ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെ ഇവൻ അവളുടെ പുറകെ തന്നെ കാണും. അങ്ങനെ അതിനുശേഷം പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കാൻ വേണ്ടി ലീഷനും അവൾ ഈ 3 വർഷം സന്തോഷത്തോടെ ജീവിക്കാതിരുന്ന് അവൻ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞ് ഇവളോട് സോറി പറയും. അതിനുശേഷം അവന് പഴയതൊക്കെ മറന്നിട്ട് ഇനി ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആവെന്ന് പറയുമ്പം അവൾ സന്തോഷത്തിൽ ഇതിനൊക്കെ പറയും. ഇതേ സമയം ഇവരുടെ കമ്പനി ചെറുതായതുകൊണ്ട് ഇവർ റിലീസ് ചെയ്യാൻ പോകുന്ന കമ്പനി ഫേമസ് ആകാൻ ഇവരുടെ ഫ്രണ്ട് റെൻഡിയുടെ സഹായത്തോടെ അത് കുറച്ച് പ്രൊമോഷൻ ചെയ്യും. അങ്ങനെ ഇവർ വിചാരിച്ച പോലെ തന്നെ ആ ഗെയിം കുറച്ച് ഫേമസ് ആകുമ്പം ഇത് കാണുന്ന ജിയാനാണ് ഭയങ്കര ദേഷ്യത്തിൽ അവന്മാരുടെ കമ്പനി ഇല്ലാതാക്കാൻ വേണ്ടി അവൻ അതേപോലെ ഒരു ഗെയിം റെഡിയാക്കാൻ വേണ്ടി തീരുമാനം എടുക്കും. പക്ഷെ ഇതൊക്കെ അറിയുന്ന ഫാങ് ആണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയായിരിക്കും ലീഷ് ഓരോ പ്ലാനൊക്കെ ചെയ്തു വെച്ചേക്കുന്നതെന്ന് ആ മുമ്പേ തന്നെ വാൺ ചെയ്യും. പക്ഷെ ജിയാങ് അതൊന്നും കണക്കെടുക്കാതെ അവൻ അപ്പം തന്നെ ലീഷ് റെഡിയാക്കിയ ഗെയിമിന്റെ കോഡൊക്കെ അവൻ ഹാക്ക് ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷെ ഇവൻ ഹാക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ലീഷൻ അവന്റെ കൂട്ടുകാർ ഹാക്കറും കൂടെ വെയിറ്റ് ചെയ്തോണ്ടിരുന്ന. കാരണം അവൻ ഇങ്ങനെ ഹാക്ക് ചെയ്യുന്ന സമയം നോക്കി ലീഷൻ അവന്റെ കൂട്ടുകാർ ഹാക്കറും കൂടെ ജിയാന്റെ സിസ്റ്റം മൊത്തത്തിൽ ഹാക്ക് ചെയ്യും. അതോടെ ഇപ്പൊ ഇവന്മാരുടെ ഇൻഫോർമേഷൻ എല്ലാം ലീഷന്റെ കയ്യിലായി. അങ്ങനെ ഇത് കണ്ട് ജിയാൻ മൊത്തം ഷോക്കായി പോകുമ്പോഴാണ് എങ്ങനെയൊക്കെ ലീഷ് റെഡിയാക്കി വെച്ച ഗെയിമിന്റെ കോഡ് ഇവന് വേണമെന്ന് പറഞ്ഞ് അവ ലീനയോട് ചെന്ന് അതെങ്ങനെയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വരാൻ പറയും. കാരണം ഇവർ രണ്ടുപേരും ഇപ്പൊ കല്യാണം കഴിച്ച കപ്പിൾസാ. പക്ഷെ ഒരു ദിവസം പോലും അവൾ ഇവനോട് സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവളിങ്ങനെ ലീഷിനെതിരായിട്ട് ചെയ്യുന്നുണ്ട് കേസ് അകപ്പെടുന്നൊക്കെ പേടിച്ചിരിക്കും. പക്ഷെ അവൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതെ എന്ത് സംഭവിച്ചാലും ആ ലീഷിന് തകർത്തിട്ടുള്ള ബാക്കിയാരെന്ന് അവൻ ഉറച്ചു നിൽക്കും. ഇതുകൊണ്ട് അവള് പേടിച്ചിട്ട് അതിനുമ്പ് ഇവൾക്ക് ഡിവോഴ്സ് ആണെന്ന് പറയുമ്പം അവൻ ഇവൾക്ക് ഡിവോഴ്സ് ആണ് അവന്റെ അടുത്ത് നിന്ന് ആ കോഡൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വരാൻ പറയും. ഇതുകൊണ്ട് ഇവൾക്ക് വേറെ വഴിയില്ലാതെ ലീഷിനെ കണ്ട് സംസാരിച്ചിട്ട് നൈസിനെ ആ കോഡ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി നോക്കും. പക്ഷെ ഇതൊക്കെ ലീഷ് മുമ്പേ പ്ലാൻ ചെയ്ത ഒരു സംഭവം തന്നെയാണ്. കാരണം ഇവൾ ആ കോഡ് അടിച്ചുകൊണ്ടുപോയി ജിയാന്റെ കൊടുക്കുവാണ്. ഇവൻ അത് തന്നെ ഒരു കേസ് ഫയൽ ചെയ്ത് ജിയാന്റെ കമ്പനി തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും. അങ്ങനെ അതേപോലെ തന്നെ ഇവൾ നൈസിന് കോഡൊക്കെ എടുത്തോണ്ട് എസ്കേപ്പ് ആവാൻ നോക്കുമ്പോൾ ഇവന് വന്ന പരിപാടിയെ കഴിഞ്ഞെന്ന് പറഞ്ഞ് അവളോട് തന്നെ ചോദിക്കും. അതിനുശേഷം അവൾക്ക് മനസ്സിലായി ഇവൻ എന്തോ അതും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷെ എന്നാലും ഇവൾക്ക് ഡിവോഴ്സ് ആണ് സ്ഥിതിക്ക് ജിയാൻ ആഗ്രഹിച്ച പോലെ തന്നെ അവൾ ആ കോഡ് എടുത്താൻ കൊടുക്കും. അങ്ങനെ അതിനുശേഷം അവൻ അതിന് പകരമായിട്ട് ഇവൾ ആഗ്രഹിച്ച പോലെ ഡിവോഴ്സ് ചെയ്യും. പക്ഷെ ജിയാൻ അവളെ ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം സത്യത്തിൽ കുറച്ച് ദിവസം മുമ്പ് ഇവനൊരു കാര്യം അറിഞ്ഞ് ഇവന് ഡേഞ്ചർ ആയിട്ടുള്ളൊരു അസുഖം ഉണ്ടെന്ന്. അങ്ങനെ ഓപ്പറേഷൻ ചെയ്താലും ഇവൻ ജീവനോട് തിരിച്ചു വരാൻ കുറച്ച് സാധ്യതയുള്ളൂ. അതൊക്കെ അറിഞ്ഞിട്ടാ അവനിപ്പോ ഇവളെ ഡിവോഴ്സ് ചെയ്ത്. പക്ഷെ ഇതേ സമയം ഫാങ് ആണ് ഇവന്റെ അസുഖത്തിനെ കുറിച്ചൊക്കെ ലീനോട് ചെന്ന് പറയും. കാരണം ആ കോഡ് അടിച്ചു മാറ്റിന് ലീഷൻ ജയിലിയാക്കുവാണ് ഇവ രണ്ടുപേരും കൂടെ ജയിലിയാക്കുന്നത്. അതുകൊണ്ട് അത് പേടിച്ച് ഇവനും എങ്ങനെയൊക്കെ ലീഷനോട് ചെന്ന് ഈ കേസ് സോൾവ് ആക്കാൻ വേണ്ടി പറയും. അങ്ങനെ ജിയാന്റെ അവസ്ഥ ആലോചിച്ചിട്ട് അവളും ലീഷനോട് ചെന്ന് ഈ കേസ് പിൻവലിക്കാൻ പറയുമ്പോഴാണ് അവനാണ് തീർച്ചയായിട്ടും ജിയാൻ സോറി ചോദിക്കുവാണ് അവൻ ഈ കേസ് പിൻവലിക്കുമെന്ന് പറയും. പക്ഷെ അതുവരെ ഇവൻ പിൻവലിക്കാൻ തയ്യാറല്ല. അങ്ങനെ ആ കേസിന്റെ കാര്യമായിട്ട് അടുത്ത ദിവസം ഇവനും ജിയാനെ ചെന്ന് മീറ്റ് ചെയ്യുമ്പോഴാണ് അവൻ അവസാനം വരെ അവൻ ലീഷന്റെ അടുത്ത് ഒരിക്കലും തോറ്റു കൊടുക്കത്തില്ലെന്ന് ഇവനോട് നല്ല ദേഷ്യത്തിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് ലീഷനാണ് സോറി ചോദിച്ച് അവൻ ഈ കേസ് പിൻവലിക്കും, അല്ലെങ്കിൽ ഇവൻ ജയിലിൽ പോകേണ്ടി വരും എന്ന് പറയുമ്പം അവൻ അപ്പോഴും കേൾക്കാതെ ലീഷിന് നോക്കി വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ആ സമയത്തായിരിക്കും ഇവന്റെ മൂക്കിൽ നിന്നൊക്കെ ചോര വന്ന് അവൻ പെട്ടെന്ന് അവളെ തന്നെ ബോധം കെട്ടി വീഴുന്നത്. അതിനുശേഷം അവന്റെ കമ്പനി ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാവരും കൂടെ അവനെ കൊണ്ട് ആശുപത്രിയിലാക്കും. അങ്ങനെ ഇവന്റെ സിറ്റുവേഷൻ സീരിയസ് ആയതോടെ ഡോക്ടർ ഇവൻ ഓപ്പറേഷൻ ഒക്കെ ചെയ്യണമെന്ന് പറയും. പക്ഷെ അതേസമയം ലീഷനാണ് ജിയാൻ പറഞ്ഞേ കേട്ടിട്ട് അവൻ ഇവൻ ഇത്രമാത്രം വെറുക്കാൻ വേണ്ടി അവൻ എന്തോ
എന്തൊക്കെ ചെയ്തെന്ന് ഷൂയിനോട് പറഞ്ഞ് വിഷമിച്ചോണ്ടിരിക്കും. അങ്ങനെ അവൾ ഇവനെ കുറിച്ച് ജിയാങ് ഒരു ദിവസം മനസ്സിലാക്കുമെന്ന് അറിയുമ്പം അവനാണ് സർജറി ചെയ്യാൻ പോകുന്ന സമയത്തും ലീന അവന്റെ കൂടെ തന്നെ കാണും. ഇതോടെ അവന്റെ മനസ്സ് ചെറുതായിട്ട് മാറാൻ തുടങ്ങുമ്പോഴാണ് അതേസമയം ഷൂയിൻ അവിടേക്ക് വന്നിട്ട് ആദ്യം ഇവൻ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറയും. പക്ഷെ അവനാണ് ഇപ്പോഴവൻ ചെയ്ത് തെറ്റൊക്കെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് അവനും അവസാന നിമിഷം ലീഷിന് ഇവനെ കാണാൻ വരാത്തോണ്ട് അവൻ ഈ സർജറിക്ക് ഓക്കെ അറിയത്തില്ല. അതേസമയം ലീഷിനാണ് അവന്റെ ചേച്ചി അടക്കിയ സ്ഥലത്തേക്ക് പോയേക്കുക. അങ്ങനെ അവനിന് ആകെ ഒരു ഫ്രണ്ടായിട്ട് ജിയാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൻ ഇവനും കൂടെ നഷ്ടപ്പെടണമെന്ന് വിചാരിച്ച് സർജറി ചെയ്യത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജിയാങ്ങിനെ ഫോൺ വിളിച്ച് പറയും ഇവൻ ഇപ്പോഴും അവനെ തോൽപ്പിക്കാൻ ആഗ്രഹമുണ്ട്, ആദ്യം സർജറി ചെയ്തിട്ട് ഹെൽത്തിയോടെ വരണമെന്ന്. അങ്ങനെ അതും പറഞ്ഞ് അവന് ഫോൺ കട്ട് ചെയ്ത ഉടനെ ജിയാനാണ് മൊത്തത്തിൽ ഇമോഷണലാവും. കാരണം ഇവ സർജറി ചെയ്യാൻ വേണ്ടി അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അതിനുശേഷം അവനും ലീഷും പറഞ്ഞുകൊണ്ട് മാത്രം അവൻ ഈ സർജറിക്ക് ഓക്കെ അറിയും. അങ്ങനെ അവസാനം ഇവന്റെ സർജറിക്കുള്ള സമയമാകുമ്പോൾ തന്നെ ലീഷൻ അവിടേക്ക് വരും. പക്ഷെ ഇവരാരും കാണാതെ അവൻ സൈഡിലേക്ക് മാറിയാണ് നിൽക്കുന്നത്. അതേസമയം ജിയാനാണ് ഇവനെ കാണും. അങ്ങനെ കുറെ മാസങ്ങൾക്ക് ശേഷം ഇവ പ്രശ്നമെല്ലാം സോൾവ് ആയി വീണ്ടും കമ്പനി ലീഷന്റെ പേരിലേക്ക് തന്നെ മാറും. അങ്ങനെ അവന് ഷൂയിനായിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ രണ്ടൊരു കല്യാണം കഴിക്കാനൊക്കെ തീരുമാനം എടുക്കും. പക്ഷെ അതിനും ഈ കാര്യം ഷൂയിന്റെ വീട്ടിലൊക്കെ പറയണം. അതിനുവേണ്ടി ലീഷൻ ഒരു അച്ഛനായിട്ട് ഇവൻ ഇതിനു മുമ്പ് കമ്പനി ബോസ് ആയിരുന്ന ആ വ്യക്തിയായിരിക്കും ഷൂയിന്റെ അച്ഛനോടൊക്കെ ചെന്ന് സംസാരിക്കുന്നത്. അദ്ദേഹം ലീഷിന് ക്ഷമിച്ച് സമ്മതം പറഞ്ഞാലും അവളുടെ അമ്മയാണ് ഇതിനൊട്ടും തന്നെ സമ്മതിക്കത്തില്ല. അതിനുശേഷം ഇവന് ഷൂയിനായിട്ട് വീട്ടിലേക്ക് ചെന്നിട്ട് ഇവന്റെ ക്യാരക്ടർ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ അവളുടെ അമ്മ ആഗ്രഹിക്കുന്ന പോലെ അവന്റെ ക്യാരക്ടറൊക്കെ മാറ്റാന്ന് പറയും. പക്ഷെ അവരാണ് അവസാനം വരെ ഇവർക്ക് സമ്മതിച്ചൊന്നും കൊടുക്കത്തില്ല. പക്ഷെ അതുവരെ അവൻ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവന് ഷൂയിനായിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഷൂയിൻ അവളുടെ അമ്മ കുറച്ച് സമ്മതിക്കാത്തോണ്ട് ഇവള് കുറച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇവനാണ് ഇവളോടുള്ള കൂടുതൽ സ്നേഹം കൊണ്ട് അവളുടെ അമ്മ അങ്ങനെ സംസാരിച്ചെന്ന് ഇവൻ അവളെ സമാധാനപ്പെടുത്തും. അതേസമയം തന്നെ സർജറിക്ക് ശേഷം ജിയാങ് ആണ് മൊത്തത്തിൽ ഹെൽത്തിയായി ആ വീണ്ടും ലീനയോട് ഒന്നുതരും. അതേസമയം തന്നെ ലീഷിനും ഷൂയിനും കൂടെ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി അവർക്ക് സ്വന്തമായിട്ട് ലീഷിന് ഒരു വീട് വാങ്ങിക്കും. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ഇവനും ഒരു ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട് അവൻ ഇതുവരെ ജീവിക്കാത്തോണ്ട് ഇവളുടെ കൂടെ ജീവിക്കാൻ അവൻ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞ് അവൻ ഇവൾക്ക് മാരേജ് പ്രപ്പോസൽ ചെയ്യും. അങ്ങനെ അപ്പൊ തന്നെ അവൾ സമ്മതം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കല്യാണത്തിന് വേണ്ടി റെഡിയാകും. അങ്ങനെ ഇവരുടെ മാരേജ് നടക്കുന്നത് അവർ ജോലി ചെയ്ത കമ്പനിയിലെ വർക്കേഴ്സായിട്ടാ. അങ്ങനെ ഹാപ്പി ആയിട്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് പാർട്ടി ചെയ്യാൻ വേണ്ടി ഇവർ ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്തും. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇവരുടെ കല്യാണം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവനെ ജോലിക്ക് ചേർത്ത ആ കമ്പനിയിലെ ബോസും ലീഷിനും ഒറ്റ വിളിച്ചിരുന്ന് സംസാരിക്കും. ഇദ്ദേഹം ഇവർ രണ്ടുപേരെ കമ്പനി വെച്ച് കണ്ടപ്പോൾ തൊട്ട് ഷൂയിൻ എപ്പോഴും ഇവനോട് കുറെ സ്നേഹം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൾ ഒരിക്കലും കരയിപ്പിക്കില്ലെന്ന് ഇദ്ദേഹം ഇവിടെ നിന്ന് അഡ്വൈസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവൻ അവരെയൊക്കെ നോക്കുമ്പോഴാണ് ഷൂയിനാണ് ഇവ ഭയങ്കര സന്തോഷത്തിലായിരിക്കുന്നത്. അങ്ങനെ അത് കാണുമ്പോൾ ഇവർ ആദ്യം കണ്ട മൂവ്മെന്റ് ഒക്കെ ഇങ്ങനെ ഓർമ്മ വരും. അങ്ങനെ ആ ഒരു ബ്യൂട്ടിഫുൾ സീനോടെ നമ്മൾ ഡ്രാമ ഇവിടെ അവസാനിക്കുവാണ്. ഈ ഡ്രാമ എത്രയൊക്കെ ഇഷ്ടപ്പെടും താഴെ കമന്റിൽ പറയുക. പിന്നെ നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ ഇതുപോലെ നമ്മൾ വേറൊരു ബ്യൂട്ടിഫുൾ ഡ്രാമയിൽ കാണാം.